ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുമോ എന്ന ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. നിരവധി പ്രധാന വാർത്തകളുണ്ട്. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം 11:30-ക്ക്. വയനാട് ഉപതെരഞ്ഞെടുപ്പിലും തീരുമാനമുണ്ടായേക്കും. ദേവികുളം തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയതിനെതിരെ എ രാജ സുപ്രീം കോടതിയിൽ. ഹൈക്കോടതി വിധി ഔദ്യോഗിക രേഖകൾ പരിശോധിക്കാതെ. വിവാഹം നടന്നത് ഹിന്ദു ആചാരപ്രകാരമെന്നും വാദം. രാഹുൽ ഗാന്ധിക്കെതിരായ നടപടിയിൽ ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമാകും. പുറത്തും പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. അയോഗ്യത റദ്ദാക്കണമെന്ന ലക്ഷദ്വീപ് മുൻ എംപിയുടെ ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ. എം ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ. ലൈഫ് മിഷൻ കോഴക്കേസിൽ നിരപരാധിയെന്ന് വാദം. KTU-VCയുടെ ഹർജിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വിധി ഇന്ന്. സർക്കാർ അച്ചടക്ക നടപടിയെടുക്കുന്നത് തടയണമെന്ന ആവശ്യം. പദവി ഏറ്റെടുത്തത് ഗവർണറുടെ നിർദ്ദേശപ്രകാരമെന്ന് സിസ തോമസ്. അരിക്കൊമ്പൻ ദൗത്യത്തിനെതിരായ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. വിധി അനുകൂലമാകുമെന്ന പ്രതീക്ഷയിൽ ചിന്നക്കനാൽ സ്വദേശികൾ. മുന്നൊരുക്കങ്ങൾ തുടർന്ന് വനം വകുപ്പ്. ചാലക്കുടി പരിയാരത്ത് വാഹനാപകടത്തിൽ 2 മരണം, ഒരാളുടെ നില ഗുരുതരം. നിയന്ത്രണം വിട്ട കാറിടിച്ച് അപകടം. മൂന്ന് വർഷത്തിന് ശേഷം സെക്രട്ടേറിയറ്റിലെ സമര ഗേറ്റ് തുറന്നു. നോർത്ത് ഗേറ്റ് അടച്ചത് കോവിഡ് കാലത്ത് നവീകരണത്തിനായി. സർക്കാരിനെതിരെ സമരം ശക്തമായാൽ വീണ്ടും അടച്ചേക്കും. Trying to slide it through Messi, co-connecting Messi. അന്താരാഷ്ട്ര മത്സരത്തിൽ 100ാം ഗോൾ അടിച്ചു മെസ്സി. സൗഹൃദ മത്സരത്തിൽ കുറസാവോയെ തകർത്തത് 7 ഗോളിന്. ഹാട്രിക് നേടിയ മെസ്സി തന്നെ വിജയശില്പി. കർണാടക തെരഞ്ഞെടുപ്പ് തീയതി ഇന്നറിയാം. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്ന് പ്രഖ്യാപിക്കും. 11:30-നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം. വയനാടിന്റെ കാര്യത്തിൽ കമ്മീഷൻ എന്ത് നിലപാടെടുക്കുമെന്നും ഇന്നറിയാം. ER രാഗേഷ് വിവരങ്ങളുമായി ഒപ്പം ചേരുന്നുണ്ട്. രാഗേഷ്, കർണാടക ഏവരും ഉറ്റുനോക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഒരുപക്ഷെ കോൺഗ്രസ് തന്നെ വരുമെന്ന് സർവേകൾ പോലും പറയുന്നുണ്ട്. പക്ഷേ കർണാടകയിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനു മുൻപ് എപ്പോഴാണ് വാർത്താ സമ്മേളനം? കൃഷ്ണരാജ്, കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. 11:30-നാണ് വിഖ്യാൻ ഭവനിലാണ് വാർത്താ സമ്മേളനം. കാരണം മെയ് 24-ന് നിലവിലെ കർണാടക നിയമസഭയുടെ കാലാവധി അവസാനിക്കും. അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് നടപടി പൂർത്തീകരിക്കുകയാണ് കമ്മീഷന്റെ ലക്ഷ്യം. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും മെയ് ആദ്യം വോട്ടെടുപ്പുണ്ടാവും. മെയ് 15-ന് മുമ്പായി വോട്ടെണ്ണൽ തീർത്ത് പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്ന രീതിയിലുള്ള ക്രമീകരണമായിരിക്കും കമ്മീഷന്റെ ഭാഗത്തുണ്ടാവുക. ഏതായാലും തീയതികൾ അല്പസമയത്തിനകം 11:30 നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കും. ഈ പ്രഖ്യാപനം രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ്. കാരണം കഴിഞ്ഞ തവണയെല്ലാം മാർച്ച് 27-ന് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇതിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിക്കഴിഞ്ഞിരുന്നു. പ്രത്യേകിച്ച് JDS 93 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. കോൺഗ്രസും ആദ്യഘട്ട പട്ടിക 128 സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിച്ച് പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. BJP ഏപ്രിൽ ആദ്യവാരം പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് പോകുന്നതിന് തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല, കർണാടകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത BJP ഭരിക്കുന്ന ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനം എന്നുള്ളതാണ്. അതിലുപരിയായി കോൺഗ്രസും ഒപ്പം തന്നെ
BJPയും നേർക്കുനേർ വരുന്ന സംസ്ഥാനം എന്ന പ്രത്യേകത കൂടി കർണാടകയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കർണാടകത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം അത് ദേശീയ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് ഒരു വർഷത്തിൽ താഴെ മാത്രമാണ് ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രാജ്യത്ത് ഈ വർഷം നടക്കുന്നത് 9 നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ്. ഇതിൽ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ജനുവരി മാസത്തിലാണ് കമ്മീഷൻ പ്രഖ്യാപിച്ചത്. ത്രിപുരയിലെയും നാഗാലാൻഡിലെയും മേഘാലയയിലെയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിനുശേഷം ഈ 3 സംസ്ഥാനങ്ങളും താരതമ്യേന ചെറിയ സംസ്ഥാനങ്ങളായിരുന്നെങ്കിൽ ഒരു വലിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നു എന്ന പ്രത്യേകത കൂടി കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിനുണ്ട്. കാരണം 224 കർണാടക നിയമസഭയുടെ അംഗബലം, ലോക്സഭയിലേക്ക് 28 അംഗങ്ങളെ അയക്കുന്ന സംസ്ഥാനം. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ടുള്ള പ്രചാരണം തന്നെ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനോടകം തന്നെ 7 തവണയാണ് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനും രാഷ്ട്രീയ പരിപാടികൾക്കും മറ്റുമായി അദ്ദേഹം സംസ്ഥാനത്തെത്തിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതിൽ കൂടുതൽ തവണ കർണാടകയിലെത്തി. രാഹുൽ ഗാന്ധിയുടെയും കർണാടകത്തിലെ ഷെഡ്യൂൾ ഇതിനോടകം തന്നെ ആവുകയും ചെയ്തു. പ്രത്യേകിച്ച് വിവാദമായ കോലാറിൽ 2019 രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ അയോഗ്യതയിലേക്ക് നയിച്ചത്. ഏപ്രിൽ 5-ാം തീയതി രാഹുൽ തന്നെ കോലാറിലെത്തുന്നു. അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണവുമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇപ്പോൾ ഏതായാലും കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വരുന്നത്. 11:30 കമ്മീഷന്റെ വാർത്താ സമ്മേളനം. കൃഷ്ണ 11:30 വാർത്താ സമ്മേളനം വരുന്നു. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടാകും. കൂട്ടത്തിൽ വയനാടും ഉണ്ടാകുമോ? കൃഷ്ണരാജ്, വയനാട് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെ പറയാം. കാരണം കമ്മീഷൻ നിലവിൽ വ്യക്തമാക്കുന്നത് വയനാട് ലോക്സഭാ മണ്ഡലം നിലവിൽ ഒഴിഞ്ഞുകിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് നിലവിൽ നിയമ തടസ്സങ്ങളൊന്നും കമ്മീഷന് മുന്നിലില്ല. കാരണം ഒരു മണ്ഡലവും അങ്ങനെ ഒഴിച്ചിടേണ്ട ആവശ്യമില്ല എന്ന നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു തടസ്സങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് തൊട്ടടുത്ത് മുമ്പിൽ ഒരു ഉദാഹരണം ലക്ഷദ്വീപ് തന്നെയാണ് നമുക്ക് മുൻപിലുള്ള ഉദാഹരണം. കാരണം ലക്ഷദ്വീപിൽ സമാനമായ സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. ജനുവരി 11 വിചാരണ കോടതി 10 വർഷം തടവ് അവിടുത്തെ MP ആയ മുഹമ്മദ് ഫൈസലിന് വിധിക്കുന്നത്. പിന്നീട് 14-ാം തീയതിയാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റ് മുഹമ്മദ് ഫൈസലിന്റെ MP സ്ഥാനം അയോഗ്യനാക്കിക്കൊണ്ടൊരു വിജ്ഞാപനം ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്ത് പുറപ്പെടുവിക്കുന്നത്. ത്രിപുര നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് ജനുവരി 18 അതായത് ഈ ഒരാഴ്ചക്കാലത്തിനുള്ളിൽ തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സാഹചര്യം കമ്മീഷന്റെ ഭാഗത്ത് തടസ്സങ്ങൾ കമ്മീഷന് മുമ്പിലില്ല. പക്ഷേ രാഹുൽ ഗാന്ധി ഈ വിചാരണ കോടതി വിധിക്കെതിരെ മേൽക്കോടതിയിൽ പോകാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ കമ്മീഷൻ എന്ത് നിലപാടെടുക്കും? പ്രത്യേകിച്ച് ലക്ഷദ്വീപിന്റെ കാര്യത്തിൽ ആ വിജ്ഞാപനം റദ്ദാക്കേണ്ടി വന്നു. അങ്ങനെ ഒരു അനുഭവം മുമ്പിലുള്ളതുകൊണ്ട് കമ്മീഷൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് നിർണായകം. പക്ഷേ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ നിലവിൽ നിയമ തടസ്സങ്ങളൊന്നും തന്നെ കമ്മീഷനില്ല. കാരണം വയനാട് നിലവിൽ മണ്ഡലം ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യമാണുള്ളത്. കൃഷ്ണരാജ്, രാകേഷ്, വീണ്ടും കർണാടകയിലേക്ക് വന്നാൽ ഈ കർണാടകയിൽ BJPയും കോൺഗ്രസും നേർക്കുനേറാണെന്നത് സത്യം തന്നെ. പക്ഷേ JDSന് നമുക്ക് അങ്ങനെ എഴുതിത്തള്ളാനാകുകയുമില്ല. മോദിയും അമിത്ഷായും പലവട്ടം വന്നുപോയി. കോൺഗ്രസ് ആകട്ടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുന്നേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. വലിയ വിജയ പ്രതീക്ഷയിലാണ് അവർ. JDS ഒരു നിർണായക ശക്തിയാകുമോ എന്ന ചോദ്യം ബാക്കിയുണ്ട്. എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരുങ്ങി കഴിഞ്ഞുവെന്നും പ്രചാരണം രാഷ്ട്രീയ പാർട്ടികൾ ആരംഭിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഈ കോൺഗ്രസും BJPയും തമ്മിലാണ് പോരാട്ടം എന്ന് പറയുമ്പോഴും JDSനെ ഒരിക്കലും നമുക്ക് എഴുതിത്തള്ളാൻ കഴിയില്ല. കാരണം പ്രത്യേകിച്ച് JDSന്റെ ഏറ്റവും വലിയ സ്വാധീന മേഖല എന്ന് പറയുന്നത് ഓൾഡ് മൈസൂർ മേഖലയാണ്. JDSന് കഴിഞ്ഞ തവണ പോലും JDS 37 സീറ്റുകൾ നേടി ഒരു നിർണായക ശക്തിയായിരുന്നു. കാരണം കഴിഞ്ഞ തവണ അവിടെ കോൺഗ്രസ് ആയിരുന്നു 2013 മുതൽ 2018 വരെ ഭരിച്ചിരുന്നത്. 1985 ശേഷം ആ സംസ്ഥാനത്ത് തുടർഭരണം ആർക്കും ഉണ്ടായിട്ടില്ല എന്ന പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ തവണ 104 സീറ്റുകൾ നേടി BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെ. പക്ഷേ അവിടെ പിന്നീട് സർക്കാർ ഉണ്ടാക്കുന്നത് JDSും ഒപ്പം തന്നെ കോൺഗ്രസും ചേർന്ന് സർക്കാർ ഉണ്ടാക്കുന്നതാണ് കണ്ടത്. അതായത് വോട്ടെണ്ണൽ കഴിഞ്ഞ ഉടൻ തന്നെ ഗുലാം നബി ആസാദ് അടക്കമുള്ള നേതാക്കൾ ബാംഗ്ലൂരിൽ എത്തുകയും ഒപ്പം തന്നെ ഈ സർക്കാർ സഖ്യമായി മുന്നോട്ട് പോകുന്ന ഒരു പ്രഖ്യാപനം നടത്തുകയാണ് ചെയ്തത്. ഡൽഹിയിൽ അന്ന് ഇപ്പോൾ BSP MP ആയ ഡാനിഷ് അലി എന്ന ജനതാദളിന്റെ നേതാവാണ്. ഡാനിഷ് അലിയും ഇത്തരമൊരു നീക്കത്തിന് നിർണായക പങ്കുവഹിച്ചു. കാരണം കോൺഗ്രസിന് മുൻ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് ഗോവയിലടക്കം ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് അവിടെ സർക്കാർ രൂപീകരിക്കാൻ അന്ന് കോൺഗ്രസ് സാധിച്ചിരുന്നില്ല. മണിപ്പൂരിലും സമാനമായ സാഹചര്യം തന്നെയായിരുന്നു. ഈ അനുഭവങ്ങളൊക്കെ ഉള്ള കണക്കിലെടുത്തുകൊണ്ടാണ് ഈ എല്ലാം മറന്നുകൊണ്ട് JDSും ഒപ്പം തന്നെ കോൺഗ്രസും കൈകോർക്കുന്ന സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല കഴിഞ്ഞ 5 വർഷക്കാലത്തെ കർണാടകത്തിൽ രാഷ്ട്രീയ ചിത്രമെടുത്താൽ 3 മുഖ്യമന്ത്രിമാർ അവിടെ വന്നു. അതായത് JDSും കോൺഗ്രസും ഒരുമിച്ചിട്ട് പോലും അവിടെ ഗവർണർ ആദ്യം സർക്കാർ രൂപീകരിക്കണമെന്ന് ക്ഷണിച്ചത് BJP ആയിരുന്നു, യെഡിയൂരപ്പയായിരുന്നു. പിന്നീട് യെഡിയൂരപ്പയ്ക്ക് 15 ദിവസം ഗവർണർ സർക്കാർ രൂപീകരണത്തിന് സാവകാശം കൊടുത്തു. അതിനെ കോൺഗ്രസും JDSും സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുന്നു. പിന്നീട് രാത്രി സുപ്രീം കോടതി സമ്മേളിക്കുന്ന
പ്രഖ്യാപിക്കുന്ന സാഹചര്യം. തുടർന്ന് യെഡിയൂരപ്പയ്ക്ക് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ രാജിവെക്കേണ്ടി വന്നു. പിന്നീട് ഓപ്പറേഷൻ താമര അടക്കമുള്ള വലിയ സംഭവ വികാസങ്ങൾ കർണാടകയിൽ നടന്നു. അതായത് കോൺഗ്രസിന്റെയും JDS-ന്റെയും ഏതാണ്ട് 14 MLA-മാരാണ് പിന്നീട് BJP-യിലേക്ക് കൂറുമാറിപ്പോയത്. അങ്ങനെ ഒട്ടനവധി രാഷ്ട്രീയ നാടകങ്ങൾക്ക് കൂടി കഴിഞ്ഞ 5 വർഷം കർണാടകം വേദിയായിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ വീണ്ടും നേതാക്കൾ കൂറുമാറി പോകുന്ന സാഹചര്യം നിലവിലുണ്ട്. ഇപ്പോൾ കോൺഗ്രസിന് ഒരുപക്ഷെ വലിയ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ BJP-യിൽ നിന്നടക്കം കൂടുതൽ നേതാക്കൾ കോൺഗ്രസിലേക്ക് ആണ് എത്തുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ ഈ ഘട്ടത്തിലും കർണാടകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ ഏറെ ശ്രദ്ധേയമായ തെരഞ്ഞെടുപ്പ് തന്നെയാണ് കർണാടകത്തിൽ നടക്കാനിരിക്കുന്നത്. ഒപ്പം തന്നെ കൃഷ്ണ ചോദിച്ച പോലെ ജാതി സമവാക്യങ്ങൾ കൂടി കർണാടകത്തിൽ വലിയ നിർണായകമാണ്. പ്രത്യേകിച്ച് ലിംഗായത്ത് സമുദായവും ഒക്കലിംഗ സമുദായവും ഈ രണ്ട് സമുദായവും ഏതാണ്ട് 27% സംസ്ഥാന ജനസംഖ്യ സംവരണ സംബന്ധിച്ച പ്രതിഷേധങ്ങൾ അവിടെ സജീവമാണ്. അല്ലെങ്കിൽ തന്നെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറയുന്നു. 1985 ശേഷം തുടർഭരണം ഉണ്ടായിട്ടില്ല. ഇതൊക്കെ കോൺഗ്രസ് ക്യാമ്പിന് നൽകുന്നത് വലിയ പ്രതീക്ഷയാണ്. ഈ സംവരണ വിഷയം ഇപ്പോൾ നിലവിൽ കർണാടകയിൽ ചൂടുപിടിച്ച ചർച്ചയാണ്. പ്രത്യേകിച്ച് അടുത്തിടെയാണ്, ഏതാണ്ട് ഒരാഴ്ച മുമ്പാണ് കർണാടക മന്ത്രിസഭാ യോഗത്തിലാണ് ഇത്തരത്തിൽ മുസ്ലിം സമുദായത്തിനുള്ള 4% സംവരണം റദ്ദാക്കിക്കൊണ്ട് ആ 4%-ലെ 2% സംവരണം ലിംഗായത്ത് സമുദായത്തിനും ഒപ്പം തന്നെ 2% സംവരണം ഒക്കലിംഗ സമുദായത്തിനും നൽകിക്കൊണ്ടുള്ള ഒരു തീരുമാനം കർണാടക മന്ത്രിസഭ അല്ലെങ്കിൽ BJP സർക്കാർ കൈക്കൊണ്ടത്. പ്രത്യേകിച്ച് ജനസംഖ്യയിൽ ഏതാണ്ട് 14% ലിംഗായത്തുകൾ, ഒക്കലിംഗകൾ 13% വരും. 27% വരുന്ന ഈ വിഭാഗം അധികാരത്തിൽ വലിയ പ്രബലരാണ്. ഒപ്പം തന്നെ സ്വാധീനം, ഒപ്പം തന്നെ സമ്പത്ത്, ഇതിലെല്ലാം വലിയ പ്രബല വിഭാഗമാണ് വക്കലികളും ഒപ്പം തന്നെ ലിംഗായത്തുകളും. അതുകൊണ്ട് തന്നെ അവരെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങളാണ് BJP-യുടെ ഭാഗത്ത് നടക്കുന്നത്. ഈ ലിംഗായത്തുകൾ പരമ്പരാഗതമായി BJP-ക്ക് ഒപ്പം നിൽക്കുന്ന വിഭാഗമാണ്. പ്രത്യേകിച്ച് BJP-യുടെ ആദ്യ സർക്കാർ യെഡിയൂരപ്പയുടെ മുഖ്യമന്ത്രിയാകുന്നത് 2007-ലാണ്. പക്ഷേ 1990-കൾ തന്നെ ലിംഗായത്തുകൾ BJP-ക്കൊപ്പം അല്ലെങ്കിൽ BJP-ക്കൊപ്പം അടിയുറച്ച് നിൽക്കുന്ന ഒരു വിഭാഗമാണ്. വക്കലികൾ പക്ഷെ അങ്ങനെയല്ല, ജനതാദളിനൊപ്പം വലിയൊരു വിഭാഗമുണ്ട്, ഒപ്പം തന്നെ കോൺഗ്രസിനൊപ്പം ഉണ്ട്. ആ ക്യാമ്പിലേക്ക് കടന്നു കയറാനുള്ള ശ്രമങ്ങൾ ഈ സംവരണത്തിലൂടെ BJP ശ്രമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കെമ്പഗൌഡെ, പ്രത്യേകിച്ച് ബംഗളൂരു നഗരത്തിന്റെ സ്ഥാപകനാണ് കെമ്പഗൌഡയുടെ സ്റ്റാച്യു സ്ഥാപിക്കുന്ന നീക്കം BJP-യുടെ ഭാഗത്ത് നിന്ന് പ്രതിമ നിർമ്മിക്കുന്ന, പ്രത്യേകിച്ച് നിയമസഭാ മന്ദിരത്തിനൊപ്പം തന്നെ എയർപോർട്ടിലും അടക്കം പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന, കഴിഞ്ഞ ദിവസം പോലും അമിത്ഷാ നിയമസഭാ മന്ദിരത്തിലുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്ത അമിത്ഷായാണ്. അങ്ങനെ ഈ പ്രതിമാ രാഷ്ട്രീയം പോലും അവിടെ വലിയ ചർച്ചയാവുകയാണ്. അങ്ങനെ ഓരോ വിഭാഗങ്ങളെയും ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ പല ക്യാമ്പുകളും നടത്തുന്നു. BJP-യും അങ്ങനെയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഒപ്പം തന്നെ ഏറ്റവും ഒടുവിൽ ST സംവരണത്തിലുള്ള സംവരണം അത് വലിയ വിവാദമായിരിക്കുകയാണ്. കാരണം 17% ഉണ്ടായിരുന്ന സംവരണത്തിൽ തോത് നിശ്ചയിച്ചത്, അതിൽ ഉപവിഭാഗങ്ങൾക്കിടയിൽ ചില വിഭാഗങ്ങൾക്ക് 5.5% ചിലർക്ക് അതിനേക്കാൾ കുറവ്. അങ്ങനെ ബഞ്ചാരകളുടെ വലിയ പ്രതിഷേധം അവിടെ കണ്ടു. മുൻ മുഖ്യമന്ത്രി യെഡിയൂരപ്പയുടെ വീട് ആക്രമിക്കുന്ന സംഭവം കൊണ്ട് അങ്ങനെ സംവരണ വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. ഏതായാലും 11:30 കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഒരു കാര്യം കൂടി, ദക്ഷിണേന്ത്യയിൽ BJP-ക്ക് ഇടമുള്ള ഒരു സ്ഥലം കർണാടക മാത്രമാണ്. ബാക്കിയുള്ള ഇടങ്ങളിൽ അധികാരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും കർണാടക അങ്ങനെ പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ BJP-ക്ക് ആകുമോ? അതുകൊണ്ടാണോ മോദിയും അമിത്ഷായും അടക്കം നിരന്തരം അവിടേക്ക് എത്തി പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നതും രാഷ്ട്രീയ പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്യുന്നതും? BJP-യുടെ നീക്കം എന്താണ്? BJP സ്വാഭാവികമായും ഏത് വിധേനയും ഭരണം നിലനിർത്തുക എന്ന് തന്നെയായിരിക്കും BJP-യുടെ ലക്ഷ്യം. പ്രത്യേകിച്ച് BJP കഴിഞ്ഞ തവണ അവിടെ അവർക്ക് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായെങ്കിൽ പോലും അവർക്ക് സർക്കാർ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം കേവല ഭൂരിപക്ഷത്തിന് 10-12 സീറ്റുകളുടെ കുറവ് BJP-ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ BJP പിന്നീട് കണ്ടത് അവിടെ JDS-ഉം ഒപ്പം തന്നെ കോൺഗ്രസും സർക്കാർ ഉണ്ടാക്കി. പിന്നീട് നമ്മൾ കണ്ടത് MLA-മാരെ അടർത്തി മാറ്റിക്കൊണ്ട് സർക്കാർ രൂപീകരണത്തിനുള്ള BJP പല ഘട്ടങ്ങളിൽ നീക്കം നടത്തിയാണ്. ആദ്യ ഘട്ടങ്ങളും തന്നെ ഈ നീക്കം വിജയിച്ചില്ല. പിന്നീട് അവിടെ MLA-മാരെ അടർത്തി മാറ്റി പലരും രാജിവെച്ചു. കൂടുതൽ പേരും കോൺഗ്രസിൽ നിന്നാണ് അന്ന് BJP-യിലേക്ക് പോയത്. അങ്ങനെ പിന്നീട് കണ്ടത് യെഡിയൂരപ്പയെ മുഖ്യമന്ത്രിയാകുന്നതാണ്. പിന്നീട് യെഡിയൂരപ്പ മാറി ബസവരാജ് ബൊമ്മെ വന്നു. അതുകൊണ്ട് തന്നെ കർണാടക BJP-യെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായ സംസ്ഥാനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഭരണം നിലനിർത്തുക എന്ന് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. BJP പലവിധ വിഷയങ്ങൾ BJP മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിലൊന്ന് വികസനം തന്നെയാണ്. ഒപ്പം തന്നെ ഹിന്ദുത്വ കാർഡ് അടക്കമുള്ള BJP ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ബജറ്റിലാണ് ദക്ഷിണേന്ത്യയിലെ അയോധ്യ എന്ന രീതിയിൽ ഒരു രാമക്ഷേത്രം, രാമനഗരയിലെ രാമക്ഷേത്രത്തിന്റെ പ്രഖ്യാപനം കർണാടക ബജറ്റിൽ ഇടം പിടിച്ചത്. അങ്ങനെ ഹിന്ദുത്വ കാർഡ് ഉണ്ട്. ഒപ്പം തന്നെ വികസന അജണ്ടകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം ഈ നേരത്തെ പറഞ്ഞതുപോലെ മോദി 7 തവണ ആ സംസ്ഥാനത്ത് വന്നു. ഈ 7 തവണ വന്നപ്പോഴും രാഷ്ട്രീയ അല്ലെങ്കിൽ പരിപാടികളെക്കാൾ കൂടുതൽ മോദിക്കുണ്ടായിരുന്നത് വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മുമ്പിൽ എടുത്തു പറയാവുന്നത് മൈസൂരു ദേശീയപാത, ഒപ്പം തന്നെ
യെദ്യൂരപ്പയുടെ നാട്ടിലെ വിമാനത്താവളം, അങ്ങനെ കുടിവെള്ള പദ്ധതി, പ്രത്യേകിച്ച് വടക്കൻ കർണാടകത്തിലൊക്കെ കുടിവെള്ളം വലിയ വിഷയമാണ്, തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാണ്. അവിടെ പലതരത്തിലുള്ള കുടിവെള്ള പദ്ധതികളുടെ ഉദ്ഘാടനം നരേന്ദ്രമോദി നിർവഹിച്ചു. അങ്ങനെ വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വികസനം മുന്നോട്ട് വെച്ചുകൊണ്ടൊരു പ്രചാരണം BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഭരണം നിലനിർത്താനുള്ള നീക്കങ്ങൾ BJP നടത്തുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും ശക്തമായ സംസ്ഥാനം കർണാടക തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ തവണ പോലും ഭരണം പോകുമ്പോൾ പോലും ഏതാണ്ട് 80 സീറ്റുകൾ കോൺഗ്രസിന് ഒപ്പം നിർത്താൻ സാധിച്ചു. ഒരുപക്ഷെ പല നീക്കങ്ങൾ സിദ്ധരാമയ്യ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ലിംഗായത്തിന് മതപദവി നൽകുന്നതടക്കം പല നീക്കങ്ങൾ അന്ന് ഉണ്ടായെങ്കിൽ പോലും 80 സീറ്റുകൾ മാത്രമേ അന്ന് കോൺഗ്രസ് നേടാനും സാധിച്ചുള്ളൂ. പക്ഷേ കോൺഗ്രസ് ഇപ്പോഴും വളരെ ശക്തമായ ഒരു സംസ്ഥാനം തന്നെയാണ് കർണാടക. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ കോൺഗ്രസ് ക്യാമ്പും വെച്ചു പുലർത്തുന്നുണ്ട്. കൃഷ്ണരാജ്. ശരി, രാകേഷ്. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്ന് പ്രഖ്യാപിക്കും. 11:30 തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം. വയനാടിന്റെ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. വിവരങ്ങൾ നൽകുകയായിരുന്നു നാഷണൽ ഡെസ്കിൽ നിന്ന് രാകേഷ്. ദേവികുളം തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയതിനെതിരെ രാജ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. ഹൈക്കോടതി വിധി ഔദ്യോഗിക രേഖകൾ പരിശോധിക്കാതെ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നീക്കം. 1950 മുൻപ് പൂർവികർ കേരളത്തിലേക്ക് കുടിയേറിയെന്നും വിവാഹം നടന്നത് ഹിന്ദു ആചാരപ്രകാരമാണെന്നും രാജ ഹർജിയിൽ പറയുന്നു. രാഹുൽ ഗാന്ധി വിഷയങ്ങളിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകും. രാഹുൽ ഗാന്ധിയുടെ അയോഗ്യതയും അദാനി വിഷയത്തിൽ JPC അന്വേഷണം ആവശ്യപ്പെട്ടാകും പ്രതിപക്ഷ പ്രതിഷേധം. അതേസമയം മോദി പരാമർശം OBC വിഭാഗത്തോടുള്ള അവഹേളനമാണെന്ന് കാട്ടി BJPയും രാഹുൽ ഗാന്ധിക്കെതിരെ പ്രതിഷേധിക്കും. പാർലമെന്റിന് പുറത്തും പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധിച്ചേക്കും. സഭകൾ സമ്മേളിക്കും മുൻപ് പ്രതിപക്ഷ MPമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. 10:30 കോൺഗ്രസ് MPമാർ പ്രത്യേക യോഗവും ചേരും. ലോക്സഭയിൽ നിന്നുള്ള അയോഗ്യത നീക്കണമെന്നാവശ്യപ്പെട്ട് ലക്ഷദ്വീപ് മുൻ MP മുഹമ്മദ് ഫൈസൽ നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. കൊലപാതക ശ്രമത്തിൽ മുഹമ്മദ് ഫൈസൽ 10 വർഷം ശിക്ഷിക്കപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് അയോഗ്യനാക്കിയത്. എന്നാൽ ശിക്ഷ മരവിപ്പിച്ചതിനെ തുടർന്നാണ് അയോഗ്യത നീക്കണമെന്നാവശ്യപ്പെട്ട് മുഹമ്മദ് ഫൈസൽ സുപ്രീം കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസുമാരായ KM ജോസഫ്, BV നാഗരത്ന എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. നിയമസഭാ സാമാജികർക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ചതിന് വാച്ച് ആൻഡ് വാർഡുകൾക്കെതിരെയും മ്യൂസിയം SIക്കെതിരെയും അവകാശ ലംഘനത്തിന് നോട്ടീസ്. രമേശ് ചെന്നിത്തല MLA ആണ് നോട്ടീസ് നൽകിയത്. സാമാജികർ കൈയൊടിച്ചെന്ന് വാച്ച് ആൻഡ് വാർഡ് വ്യാജ പരാതി നൽകി. അഡീഷണൽ ചീഫ് മാർഷൽ മൊയ്തീൻ ഹുസൈൻ, വനിതാ സർജന്റ് അസിസ്റ്റന്റ് ഷീന എന്നിവർക്കെതിരെയാണ് അവകാശ ലംഘനത്തിന് നോട്ടീസ്. ഉദ്യോഗസ്ഥർ ഗൂഢാലോചന നടത്തിയെന്ന് നോട്ടീസിൽ പറയുന്നു. സ്പീക്കറുടെ അനുമതിയില്ലാതെ വ്യാജ പരാതിയിൽ കേസെടുത്ത മ്യൂസിയം SI ജിജുകുമാർ സാമാജികരെ പൊതുജന മധ്യത്തിൽ അപമാനിച്ചെന്നും നോട്ടീസിലുണ്ട്. ചട്ടം 154 പ്രകാരമാണ് നോട്ടീസ്. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ വിവാദ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കും. ഇന്നലെ സുരേന്ദ്രനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. സ്ത്രീകളെപ്പറ്റി ലൈംഗിക ചുവയോടെ സംസാരിച്ചതിന് 354A വകുപ്പ് ചുമത്തിയാണ് കേസ്. CS സുജാത നൽകിയ പരാതിയിന്മേലാണ് കേസെടുത്തത്. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ഒപ്പം ചേരുന്നു. ഉമേഷ്, ഇന്നലെ ആദ്യം പരാതി നൽകിയത് യൂത്ത് കോൺഗ്രസ് നേതാവ് വീണ S നായരായിരുന്നു. പിന്നാലെ രാത്രിയോടെയാണ് CS സുജാത ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പേരിൽ പരാതി നൽകുന്നത്. എന്തുകൊണ്ടാണ് രണ്ടാമത്തെ പരാതി കൂടുതൽ പരിഗണനയിലെടുത്തത്? CPM വനിതാ നേതാക്കൾക്കെതിരെയായിരുന്നു ആക്ഷേപം എന്നതുകൊണ്ടോ? അങ്ങനെ കാണേണ്ടതില്ല. കാരണം യൂത്ത് കോൺഗ്രസ് നേതാവ് നൽകിയ പരാതി DGPക്കായിരുന്നു. DGPക്ക് ഇമെയിൽ വഴി പരാതി അയക്കുകയായിരുന്നു ഉണ്ടായത്. അതിൽ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ കോട്ട് ചെയ്തായിരുന്നു പരാതി. അത് തുടർ നടപടിക്ക് വേണ്ടി ഹൈടെക് സെല്ലിലേക്കാണ് കൈമാറിയത്. സ്വാഭാവികമായി ഹൈടെക് സെല്ല് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിനെ ആദ്യം വീഡിയോ പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമേ അത് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നതിലേക്ക് പോവുകയുള്ളൂ. പക്ഷേ CS സുജാത നേരിട്ട് കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിലാണ് പരാതി കൊടുത്തത്. അതുമാത്രമല്ല, വീഡിയോ ദൃശ്യങ്ങളും അതിനൊപ്പം അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ഉന്നയിച്ച്, അതായത് സ്ത്രീകൾക്കെതിരെ ലൈംഗിക ചുവയോട് കൂടിയുള്ള പ്രസ്താവന നടത്തുന്നതിന് 354A വകുപ്പ് ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പരാതി നൽകിയത്. സ്വാഭാവികമായി നേരിട്ട് നൽകിയ പരാതി ആയതുകൊണ്ടാണ് കണ്ടോൺമെൻറ്റ് പോലീസ് അത് പരാതി സ്വീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. ഹൈടെക് സെല്ല് അത് സമാന്തരമായി മറ്റൊരു രീതിയിൽ അന്വേഷിച്ചു പോകും. ഈ രണ്ട് കേസുകളും ഹൈടെക് സെല്ല് കേസ് എടുക്കേണ്ട സാഹചര്യം പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും
ആയിരിക്കും കേസ് എടുക്കുന്നത്. എന്തായാലും കേസിൻ്റെ കണ്ടോൺമെൻറ്റ് പോലീസ് എടുത്ത കേസിൻ്റെ തുടർ നടപടികൾ ഇന്നുണ്ടാകും. പ്രധാനമായി വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ് പ്രധാനം. വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും കെ സുരേന്ദ്രനെ ചോദ്യം ചെയ്യണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. നിലവിൽ ഈ സംഭവം നടന്നത് അല്ലെങ്കിൽ ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് തൃശ്ശൂരാണ്. അതുകൊണ്ട് തന്നെ വിവിധ പരാതികൾ നേരത്തെ DGPക്ക് ഇമെയിൽ വഴി ലഭിച്ച പരാതി ഹൈടെക് സെല്ലിന് കൈമാറിയിരുന്നു. ആ പരാതി കൂടാതെ തൃശ്ശൂരിൽ മറ്റ് പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്ന വിവരം. അത്തരത്തിൽ കേരളത്തിൻ്റെ വിവിധ സ്റ്റേഷനുകളിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരാതിക്കെല്ലാം തൃശ്ശൂരിലേക്ക് മാറ്റാൻ പോലീസ് ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു നിയമസാധുതയും പോലീസ് തേടുന്നുണ്ട്. ഒരുപക്ഷേ ഈ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം ഒരുപക്ഷെ ഇന്ന് തന്നെ ഉണ്ടാകും. അതായത് തൃശ്ശൂരിൽ ഈ സംഭവം നടന്ന പ്രസ്താവന നടത്തിയ സ്ഥലത്തിൻ്റെ കേന്ദ്രീകരിച്ചുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൈമാറാൻ വേണ്ടിയുള്ള തീരുമാനം, തുടരന്വേഷണം അങ്ങോട്ടേക്ക് മാറ്റാൻ വേണ്ടിയുള്ള തീരുമാനം ഉണ്ടായേക്കും എന്നാണ് ലഭിക്കുന്ന സൂചന. എന്തായാലും പോലീസ് കേസെടുത്തു. അതിൻ്റെ തുടർ നടപടിയായി ഇന്ന് വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കും. വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം തൃശ്ശൂരിലേക്ക് കേസ് മാറ്റണമോ അതോ കെ സുരേന്ദ്രനെ നേരിട്ട് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യണമോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകും. 354A പ്രകാരം, അതായത് സ്ത്രീകൾക്കെതിരെ ലൈംഗിക ചുവരെയുള്ള പ്രസ്താവന നടത്തിയതിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സെക്രട്ടറി കൂടിയാണ് പരാതി നൽകിയ CS സുജാത. ശരി ഉമേഷ്, സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ, പൂതന പരാമർശത്തിൽ കെ സുരേന്ദ്രനെതിരെ പോലീസ് കേസെടുത്തു. തെളിവുകൾ, ദൃശ്യങ്ങൾ ശേഖരിക്കുകയാണ് പോലീസ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഉമേഷ് ബാലകൃഷ്ണൻ. ഈ CPMൻ്റെ സംസ്ഥാന നേതൃയോഗങ്ങൾ തുടങ്ങുകയാണ്. നിർണായകമാണ് യോഗങ്ങൾ. രാഹുൽ വിഷയത്തിൽ ആ കടമ്പ എങ്ങനെ കടക്കണം എന്നതിനെക്കുറിച്ച് CPM ആലോചിക്കും. ജാഥ, സംസ്ഥാന സെക്രട്ടറിയുടെ ജാഥയെക്കുറിച്ചുള്ള അവലോകനവും ഉണ്ടാകും. ആ വാർത്തയിലേക്കൊക്കെ വരാം. ഒരിടവേള കഴിയും. channels. എന്തായാലും കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ IPC 509, 304A എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. എന്തായാലും കേസ് ഇപ്പോൾ തൃശ്ശൂർ പോലീസിലേക്ക് കൈമാറിയിരിക്കുകയാണ്. തൃശ്ശൂർ യൂണിറ്റിലേക്ക് കേസ് കൈമാറുമ്പോൾ ഇതിൽ വിശദമായ രീതിയിൽ ഒരു അന്വേഷണം നടത്താനും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, കെ സുരേന്ദ്രൻ ഈ ഒരു വിഷയത്തിൽ നടത്തിയ ആ ഒരു പ്രസംഗവും, അതുമാത്രമല്ല ആ പ്രസംഗത്തിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുകയും ചെയ്യും. ആ ടേപ്പുകളടക്കം ഇന്ന് പോലീസ് ശേഖരിക്കുകയും ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് കെ സുരേന്ദ്രനെതിരെ മറ്റ് അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോവുകയും ചെയ്യുക. എന്തായാലും തൃശ്ശൂരിൽ നടന്ന BJPയുടെ സ്ത്രീ ശാക്തീകരണ സമ്മേളനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിലായിരുന്നു കെ സുരേന്ദ്രന്റെ ഈ ഒരു വിവാദ പരാമർശം. എന്തായാലും സ്ത്രീ ശാക്തീകരണത്തിന്റെ വക്താക്കളായി അധികാരത്തിൽ വന്ന മാർക്സിസ്റ്റ് പാർട്ടിയിലെ വനിതാ നേതാക്കളെല്ലാം തടിച്ചുകൊഴുത്തു, നല്ല കാശ് അടിച്ചുമാറ്റി തടിച്ചുകൊഴുത്ത് പൂതനകളായി അവർ കേരളത്തിലെ സ്ത്രീകളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തുകയും ചെയ്തത്. എന്തായാലും ഈ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ വിവാദമുണ്ടായിരിക്കുകയാണ്. എന്തായാലും BJPയുടെ ഭാഗത്തു നിന്നും ഇതുവരെയും ഒരു പ്രതികരണം ഈ ഒരു വിഷയത്തിൽ എത്തിയിട്ടില്ല. എന്തായാലും കോൺഗ്രസ് ഈ വിഷയത്തിൽ പരാതി നൽകിയപ്പോൾ BJPയുടെ വക്താവായ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇത് ഒരു വനിതാ സമ്മേളനത്തിൽ, BJPയുടെ തന്നെ വനിതാ സമ്മേളനത്തിൽ ഇത്തരം ഒരു പരാമർശം നടത്തുന്നു. BJPയുടെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കളൊക്കെ അവിടെ അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. സുരേന്ദ്രൻ പ്രസംഗമധ്യേ ഇക്കാര്യം പറഞ്ഞു വെക്കുന്നു. അത് വലിയ വിവാദമാകുന്നു. കോൺഗ്രസ് ആദ്യം ഏറ്റെടുക്കുന്നു. പിന്നീട് CPM, റിയാസ് അടക്കം മാധ്യമങ്ങളെ കണ്ട് വാർത്താ സമ്മേളനം നടത്തി ഈ വിഷയത്തിൽ ഒരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇവിടെ BJP നേതാക്കൾ ആരെങ്കിലും സുരേന്ദ്രനെ പിന്തുണയ്ക്കാൻ എത്തിയിട്ടില്ല ഈ ഘട്ടത്തിൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സുരേന്ദ്രൻ ഈ വിഷയത്തിൽ പാർട്ടിയിൽ ഒറ്റപ്പെട്ട സ്ഥിതിയുണ്ടോ? ഇത് മൊഴിയെടുക്കലടക്കം ഇനി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ആരെങ്കിലുമൊക്കെ തങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനെ സംരക്ഷിക്കാനായി വരണമല്ലോ. തീർച്ചയായും എന്തായാലും സംസ്ഥാന അധ്യക്ഷനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് BJP സ്വീകരിക്കുകയും ചെയ്യുന്നത്. കോൺഗ്രസിനെതിരെ ആദ്യം ആഞ്ഞടിക്കുകയാണ് BJP ചെയ്തത്. അതായത് കോൺഗ്രസ് ഇത്തരത്തിൽ എന്തിനാണ് CPM നേതാക്കൾക്കെതിരെ പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളുമായി അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളുമായി മുന്നോട്ട് വരുന്നത് എന്നീ കാര്യമാണ് BJP ചോദിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ആ ഒരു കാര്യത്തിൽ കഴിഞ്ഞ ദിവസം P. സുധീർ അടക്കം വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോഴൊക്കെ തന്നെ കെ സുരേന്ദ്രന്റെ ഈ ഒരു വിവാദ പരാമർശത്തെക്കുറിച്ച് അവർ അതിനെ യോജിക്കുന്ന നിലപാടാണ് അല്ലെങ്കിൽ അത് പിന്തുണയ്ക്കുന്ന നിലപാടാണ് BJP സ്വീകരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും കൂടുതൽ നേതാക്കൾ ഇന്ന് കെ സുരേന്ദ്രന്റെ ഈ ഒരു വിവാദ പരാമർശത്തിൽ പ്രതികരിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, കെ സുരേന്ദ്രന്റെ തന്നെ ഈ ഒരു പ്രതികരണത്തിന് മാധ്യമങ്ങൾ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ ഒരു വിവാദ പരാമർശം നടത്തി പോലീസ് കേസെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് മാത്രമല്ല, വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളടക്കം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുകയും കെ സുരേന്ദ്രനെതിരെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്.
പോലീസിൽ നേരിട്ടും അല്ലാതെയും അതല്ലെങ്കിൽ ഇമെയിൽ വഴിയും ഒക്കെ തന്നെയാണ് ഇപ്പോൾ പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ BJP ഒരു വലിയ തോതിൽ പ്രതിരോധത്തിലാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന അധ്യക്ഷനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷനെ വലിയ തോതിൽ കൂടെ ചേർത്ത് നിർത്താൻ തന്നെയാണ് BJP ഇപ്പോൾ ശ്രമിക്കുകയും ചെയ്യുന്നത്. ആ ഒരു വിഷയത്തിൽ BJPയുടെ വാർത്താ സമ്മേളനം ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. BJP മാധ്യമങ്ങളെ കണ്ട് അവരുടെ നിലപാട് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ കെ സുരേന്ദ്രന്റെ പരാമർശം, അതിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഉണ്ടാകും. CPM നേതാവ് CS സുജാതയുടെ പരാതിയിലാണ് കേസെടുത്തത്. കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. പക്ഷേ ഈ സംഭവം നടന്നത് സുരേന്ദ്രൻ ഇങ്ങനെ വിവാദ പരാമർശം പ്രസ്താവന നടത്തിയത് തൃശ്ശൂർ വെച്ചാണ്. അപ്പോൾ സ്വാഭാവികമായും കേസ് അങ്ങോട്ട് തുടർ നടപടികൾക്കായി കൈമാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നന്ദകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. നന്ദൻ, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഇന്ന് പ്രതീക്ഷിക്കേണ്ടത്? ഒപ്പം തന്നെ കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായേക്കുമോ? ഈ സ്ത്രീത്വത്തെ അപമാനിക്കൽ, പരസ്യമായി അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകളൊക്കെ കൂട്ടിച്ചേർത്താണല്ലോ കേസെടുത്തിട്ടുള്ളത്. കേസുമായി ബന്ധപ്പെട്ട ഇന്ന് സംഭവിക്കാനിടയുള്ള സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. എന്തായാലും ഇപ്പോൾ CPM വനിതാ നേതാക്കൾക്കെതിരെ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നടത്തിയ ആ ഒരു വിവാദ പരാമർശം എന്തായാലും രാഷ്ട്രീയ കേരളത്തിൽ വലിയ തോതിൽ ചർച്ചയാവുക തന്നെയാണ്. എന്തായാലും CPM നേതാക്കൾ മാത്രമല്ല, കോൺഗ്രസ് നേതാക്കൾ അടക്കം ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണവുമായി രംഗത്തെത്തി. അതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് വീണ S. നായർ ഇതിൽ പരാതി നൽകുകയും ചെയ്യുന്നത്. ഇമെയിൽ വഴി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. എന്തായാലും ആ പരാതി പോലീസ് സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി S. സുജാതയുടെ പരാതി പോലീസിന് ലഭിക്കുന്നത്. കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലാണ് ഈ ഒരു പരാതി അവർ നൽകുകയും ചെയ്തത്. അതിനുശേഷമാണ് കെ സുരേന്ദ്രനെതിരെ നടപടിയെടുക്കുകയും ചെയ്യുന്നത്. എന്തായാലും CPM നേതാക്കൾ ആദ്യം ഈ ഒരു വിഷയത്തിൽ പരാതി നൽകാൻ മടിച്ചപ്പോഴാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇടപെടുകയും പോലീസിൽ പരാതി നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും VD സതീശനും CPM നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്പസമയത്തിനകം ചേരും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിച്ച ജനകീയ പ്രതിരോധ ജാഥയുടെ അവലോകനമാണ് മുഖ്യ ചർച്ചയ്ക്ക് വരിക. മാത്രമല്ല, രാഹുൽ ഗാന്ധി വിഷയത്തിൽ എടുത്ത നിലപാടിലെ അവ്യക്തതയും ചർച്ചാ വിഷയമാകും. VV അരുൺ ഒപ്പം ചേരുന്നുണ്ട്. അരുൺ, ഈ പ്രതിരോധ ജാഥയുടെ അവലോകനമാണോ പ്രധാന അജണ്ട? കൃഷ്ണരാജ, CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയം മുമ്പ് ആരംഭിച്ചു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിച്ച ജനകീയ പ്രതിരോധ യാത്രയുടെ അവലോകനം തന്നെയാണ് പ്രധാനപ്പെട്ട അജണ്ട. യാത്ര വിജയമായിരുന്നുവെന്ന ഒരു പ്രാഥമിക വിലയിരുത്തൽ CPM നേരത്തെ നടത്തിയിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ ചർച്ചയാകും. യാത്രയുടെ തുടക്കത്തിൽ വിട്ടുനിൽക്കുകയും പിന്നീട് പങ്കെടുക്കുകയും നിരന്തരം വാർത്തകളിൽ ഇതുമായി ബന്ധപ്പെട്ട് നിറയുകയും ചെയ്ത കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ നടപടി യോഗത്തിൽ വിമർശന വിധേയമാകാൻ ഇടയുണ്ട്. മറ്റു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, രാഹുൽ ഗാന്ധിക്ക് വലിയ പിന്തുണ കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക്, ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കളേക്കാൾ ഒരു പരിധി കൂടി കടന്നുകൊണ്ടുള്ള പിന്തുണയാണ് സംസ്ഥാനത്തെ CPM നേതാക്കൾ ആദ്യഘട്ടത്തിൽ രാഹുൽ ഗാന്ധിക്ക് നൽകിയത്. CPMന്റെ 3 MPമാർ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്ത് അറസ്റ്റ് വരികയും ചെയ്തു. പക്ഷേ അതിനുശേഷം ആ വിഷയത്തിൽ CPMന്റെ അവ്യക്തതയുണ്ട്. അങ്ങനെ തുറന്ന് രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നവർ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹത്തിനെതിരെ സ്ഥാനാർത്ഥി നിർത്തുന്നു? വയനാട് ഉപതെരഞ്ഞെടുപ്പുണ്ടായ CPM സ്ഥാനാർത്ഥി നിർത്താതെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി നിർത്താതിരിക്കുമോ എന്ന ചോദ്യമൊക്കെ BJP കേന്ദ്രങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. അതൊരു അവ്യക്തതയായി പാർട്ടിയിൽ നിലനിൽക്കുകയാണ്. അതായത് ഈ സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നു രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഞങ്ങൾ തെരുവിലിറങ്ങുമെന്ന്. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഡൽഹിയിലടക്കം CPM MPമാർ പങ്കെടുത്ത പ്രതിഷേധങ്ങൾ നോക്കൂ, അത് വളരെ പെട്ടെന്ന് ആയിപ്പോയി, ധൃതി പിടിച്ച ഒരു തീരുമാനമായിരുന്നു എന്ന് CPMന് ബോധ്യപ്പെട്ടു. അങ്ങനെ ഒരു വിലയിരുത്തില്ല, ധൃതി പിടിച്ച തീരുമാനമെന്നല്ല. പക്ഷേ അങ്ങനെ രാഹുൽ ഗാന്ധിക്ക് തുറന്ന ഒരു പിന്തുണ നൽകുമ്പോൾ അദ്ദേഹം വീണ്ടും വയനാട് ഉപതെരഞ്ഞെടുപ്പ് വരികയും അവിടെ സ്ഥാനാർത്ഥി വരികയും ചെയ്താൽ എന്ത് നിലപാട് CPM സ്വീകരിക്കും? രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഇത്രയും വലിയ നിലപാടെടുക്കുന്ന CPM സ്ഥാനാർത്ഥി പിന്മാറണമെന്നൊരു ആവശ്യം BJP കേന്ദ്രങ്ങളാണ് ആദ്യം മുന്നോട്ട് വച്ചത്. അതുകൊണ്ട് തന്നെയാണ് അതിൽ CPMനൊരു തിരിച്ചടി ഭയമുണ്ടായത്. സ്വാഭാവികമായും ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ CPM അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തും. അതുകൊണ്ടാണ് പിന്നീട് MV ഗോവിന്ദൻ വിശദീകരിച്ചത്, ഞങ്ങൾ പിന്തുണ നൽകിയത് രാഹുൽ ഗാന്ധിക്കല്ല, രാഹുൽ ഗാന്ധിക്ക് തുറന്ന ഒരു ബ്ലാങ്ക് ചെക്കായി നൽകിയ പിന്തുണയല്ല, അത് പകരം കേന്ദ്ര സർക്കാരിൻ്റെ ജനാധിപത്യ നിലപാടിനോടുള്ള എതിർപ്പാണ്, അതിലൊരു പിന്തുണയാണ് രാഹുൽ ഗാന്ധിക്കും ലഭിച്ചതെന്ന വിശദീകരണം CPMന്റെ സംസ്ഥാന സെക്രട്ടറി. സ്വാഭാവികമായും ഈ വിഷയത്തിൽ പാർട്ടിയുടെ ഒരു ഔദ്യോഗിക നിലപാട് പ്രഖ്യാപനം ഇന്ന് നാളെയും മറ്റന്നാളുമായി ചെയ്ത നേതൃയോഗങ്ങൾക്ക് ശേഷം ഉണ്ടായേക്കും.
ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ CPM നേരത്തെ തുടങ്ങി വെച്ചതാണ്. അതൊന്ന് ഊർജിതമാക്കാനുള്ള നടപടികളും ഈ യോഗത്തിലുണ്ടാകും. ശരി, CPM നേതൃയോഗങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്പം മുമ്പ് ആരംഭിച്ചു. ജനകീയ പ്രതിരോധ ജാഥയുടെ അവലോകനം പ്രധാനം തന്നെ. ഒപ്പം രാഹുൽ ഗാന്ധി വിഷയത്തിലെടുത്ത സമീപനത്തിൽ അവ്യക്തതയിലും ചർച്ചയുണ്ടാകും. വിവരങ്ങൾ നൽകുകയായിരുന്നു VV അരുൺ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസലിന്റെ അയോഗ്യത പിൻവലിച്ചു. ലോക്സഭാ സെക്രട്ടേറിയറ്റാണ് അടിയന്തര തീരുമാനമെടുത്തത്. ഫൈസലിന്റെ ഹർജി സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് തീരുമാനം. വിവരങ്ങളുമായി MG മിഥുൻ ഒപ്പം ചേർന്നു. മിഥുൻ, ഇത് പ്രതീക്ഷിച്ചതോ? കൃഷ്ണരാജ്, തീർച്ചയായും അത്തരത്തിലൊരു പ്രതീക്ഷിച്ച കാര്യം തന്നെയാണ് നടപ്പിലായിരിക്കുന്നത്. അതായത് അല്പസമയത്തിനകം തന്നെ ഈ ഒരു കേസ് സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുകയായിരുന്നു. മുഹമ്മദ് ഫൈസൽ നൽകിയ ഹർജി പരിഗണിക്കാനിരിക്കെയാണ് ഇപ്പോൾ ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ അടിയന്തര നീക്കം ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും കേസ് ഇത് സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം കേന്ദ്ര സർക്കാരിന് നേരിടേണ്ടി വരും. അതുകൊണ്ട് അല്ലെങ്കിൽ ലോക്സഭാ സെക്രട്ടേറിയറ്റിന് നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് തിടുക്കപ്പെട്ട ഹർജി പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു അയോഗ്യത നീക്കം ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഇറക്കിയിരിക്കുന്നത്. ജനുവരി 13 ഈ വധശ്രമ കേസിൽ 10 വർഷം ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് ലോക്സഭാ സെക്രട്ടേറിയറ്റ് മുഹമ്മദ് ഫൈസലിനെ അയോഗ്യനാക്കിക്കൊണ്ട് ഉത്തരവിറക്കുന്നത്. അതിനുശേഷം ഇത് ചോദ്യം ചെയ്തുകൊണ്ട് മുഹമ്മദ് ഫൈസൽ ഹൈക്കോടതിയെ സമീപിക്കുകയും തുടർന്ന് 25 ഈ ഒരു വിധിക്ക് സ്റ്റേ മേടിക്കുകയും ചെയ്തു. തുടർന്ന് ഈ ഒരു അയോഗ്യത നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ലോക്സഭാ സെക്രട്ടറിന് മുഹമ്മദ് ഫൈസൽ കത്ത് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ നാളിതുവരെയുമായി ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. തന്നെ അയോഗ്യനാക്കിയ നടപടി പിൻവലിക്കാത്തത് എന്തുകൊണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സുപ്രീം കോടതിയിലേക്ക് മുഹമ്മദ് ഫൈസൽ നീങ്ങുകയും ചെയ്ത്. കഴിഞ്ഞ ആഴ്ച ഈ കേസ് പരിഗണിച്ചപ്പോൾ ചില അടിയന്തര കേസുകൾ പരിഗണിക്കാനുള്ളത് കൊണ്ട് തന്നെ ഇന്ന് ഈ കേസ് വീണ്ടും പരിഗണിക്കുമെന്നായിരുന്നു സുപ്രീം കോടതി പറയുകയും ചെയ്തിരുന്നത്. ജസ്റ്റിസ് KM ജോസഫും BB രാഗരത്നയും അടങ്ങിയ ബെഞ്ചിന് മുന്നിലായിരുന്നു ഈ ഒരു കേസ് വരികയും ചെയ്തത്. സ്വാഭാവികമായും ഹൈക്കോടതി സ്റ്റേ ചെയ്തതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ അതിൽ അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമെന്ന് മുഹമ്മദ് ഫൈസൽ പ്രതീക്ഷിക്കുകയും ചെയ്തു. അതിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കാലതാമസം ഉണ്ടായത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അടിയന്തര നീക്കം അല്ലെങ്കിൽ അടിയന്തര ഒരു നടപടി ഇക്കാര്യത്തിൽ ലോക്സഭാ സെക്രട്ടേറിയറ്റ് എടുക്കുകയും ചെയ്തിരിക്കുന്നത്. ലക്ഷദ്വീപ് MP ആയിട്ടുള്ള മുഹമ്മദ് ഫൈസലിന്റെ അയോഗ്യത ഇപ്പോൾ നീക്കുകയും ചെയ്തിരിക്കുന്നു. അതിനെ സംബന്ധിച്ചുള്ള ഉത്തരവും അല്പസമയത്തിന് മുമ്പ് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് സുപ്രീം കോടതി മുഹമ്മദ് ഫൈസലിന്റെ ഹർജി പരിഗണിക്കാനിരിക്കുന്നു. അതിന് തൊട്ട് മുൻപ് ലോക്സഭാ സെക്രട്ടേറിയറ്റ് അത് പിൻവലിക്കുന്നു. നോക്കൂ, രാഷ്ട്രീയമായി ഒരു MP എന്ന പദവിയിൽ നിന്ന് ഫൈസലിനെ പരമാവധി മാറ്റി നിർത്തുക എന്ന തന്ത്രം കൂടിയാണ് ഇപ്പോൾ വെളിപ്പെടുന്നത്. കൃഷ്ണരാജ്, തീർച്ചയായും അതായത് നമ്മൾ നോക്കിക്കാണേണ്ടത്. അതായത് ഈ അയോഗ്യത വന്നതിന് തൊട്ടു പിന്നാലെ നടന്ന ത്രിപുര ഇലക്ഷനുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിൽ ഈ ഒരു ലക്ഷദ്വീപിന്റെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് അന്ന് മുഹമ്മദ് ഫൈസൽ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി സമർപ്പിക്കുകയും സ്റ്റേ ചെയ്യണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. അത് കോടതി അംഗീകരിക്കുകയും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പിന്നീട് റദ്ദാക്കുകയും കൂടാതെ തന്നെ ഈ വിധി സ്റ്റേ ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്ന് തന്നെ ഈ ലോക്സഭാ സെക്രട്ടേറിയറ്റിന് ഈ നടപടി ഈ അയോഗ്യത നടപടി നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ലോക്സഭാ സെക്രട്ടേറിയറ്റ് പരിഗണിച്ചില്ല. ഏകദേശം 2 മാസം പിന്നിടുന്നു ഈ ഒരു കേസ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ലോക്സഭാ സെക്രട്ടേറിയറ്റ് പരിഗണനയിലിരിക്കുന്നു. അദ്ദേഹം നൽകിയ കത്തിരിക്കുന്നു. പക്ഷേ അതൊന്നും തന്നെ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അതിലൊരു തുടർ നടപടി സ്വീകരിക്കുകയോ ചെയ്യാത്തതിനെ തുടർന്നാണ് ഈ സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള ഒരു നീക്കം മുഹമ്മദ് ഫൈസലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തത്. പിന്നീട് ഈ കേസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നപ്പോൾ അടിയന്തര സാഹചര്യമുള്ള വിഷയങ്ങൾ ഉണ്ടായതിനാൽ ഇന്ന് പരിഗണിക്കാമെന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് അല്പസമയത്തിനകം തന്നെ ഈ ഒരു കേസ് പരിഗണിക്കാനിരിക്കെ കൂടിയാണ് അതിന് തൊട്ടു മുൻപ് തന്നെ അടിയന്തര നീക്കം ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്യും. എന്തുകൊണ്ട് ഇത്രയധികം നാളായി ഹൈക്കോടതി സ്റ്റേ ചെയ്ത ഒരു വിഷയം സ്വാഭാവികമായും ഉപതെരഞ്ഞെടുപ്പ് അടക്കം പ്രഖ്യാപിക്കുകയും അത് പിന്നീട് ആ വിജ്ഞാപനം പിൻവലിക്കേണ്ടി വന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടി ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നുള്ള ചോദ്യം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും സ്വാഭാവികമായും ഉയർന്നു വരികയും ചെയ്യും. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അടിയന്തര നീക്കം അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉത്തരവിലൂടെ അയോഗ്യത നീക്കിക്കൊണ്ടിപ്പോൾ ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഉത്തരവിറക്കിയിരിക്കുന്നത്. മിഥുൻ, ഈ അയോഗ്യത പിൻവലിച്ചതോടെ വീണ്ടും മുഹമ്മദ് ഫൈസലിന്റെ പേരിന് തൊട്ടടുത്ത് MP എന്ന പദവി കൂടി വരുന്നു അല്ലേ?
തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് ഒരു പക്ഷേ 2 മാസം മുൻപ് തന്നെ ഈ ഒരു സ്റ്റേ വന്നതോടുകൂടി തന്നെ ഇതിലെ അയോഗ്യത നീക്കണമെന്നുള്ള ഒരു ചട്ടമുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നിലപാടെടുക്കേണ്ടതും നിലപാട് സ്വീകരിക്കേണ്ടതും ലോക്സഭാ സെക്രട്ടേറിയറ്റ് തന്നെയാണ്. അതായത് നമുക്കറിയാം, ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വിഷയമൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ അക്കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് ലോക്സഭാ സെക്രട്ടേറിയറ്റ് തന്നെയാണ്. പക്ഷേ ഈ വിധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നൽകിയ കത്ത് പരിഗണിക്കാൻ പോലും വന്ന ലോക്സഭാ സെക്രട്ടേറിയറ്റ് തയ്യാറായില്ല. അതാണ് ഇതിൽ ഒരു രാഷ്ട്രീയ നിലപാട്. അതായത് ഈ ലക്ഷദ്വീപിലെ കഴിഞ്ഞ കുറേ കാലങ്ങളായി നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ പ്രഫുൽ പട്ടേൽ അടക്കമുള്ളവരെ അവിടുത്തെ നിയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള മാറ്റം വരുത്താനോ അല്ലെങ്കിൽ അവിടെ മറ്റൊരു ശ്രമങ്ങൾ BJPയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു. അതിനൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നിലനിൽക്കെ കൂടിയായിരുന്നു. പിന്നീട് ഈ കേസ് ഉയർന്നു വരികയും ഇതിനെതിരെ ഹർജി നൽകിയതിനു പിന്നാലെ ഈ കേസിൽ ശിക്ഷാവിധി ഉണ്ടാവുകയും ചെയ്യുന്നത് 10 വർഷത്തെ തടവിനായിരുന്നു മുഹമ്മദ് ഫൈസലിനെ എതിരെ വിധിക്കുകയും ചെയ്തത്. തുടർന്ന് ഇതിനെതിരെ അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് പോകുന്നു, നിയമ നടപടികളിലേക്ക് പോകുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത്. അത് കോടതി അംഗീകരിക്കുകയും ചെയ്തത് കാണുകയും ചെയ്തു. 13-ന് ഈ ഒരു വിധി ഉണ്ടാകുന്നു. 25-ന് തന്നെ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വരുന്നു. പക്ഷേ അതിനിടയിൽ തന്നെ ഉണ്ടായ ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമായിരുന്നു ഏവരെയും ഞെട്ടിച്ചത്. നമ്മൾ പ്രതീക്ഷിച്ചതാണ് എങ്കിൽ പോലും തന്നെ ഏകദേശം 4 ദിവസം പിന്നിട്ടപ്പോൾ തന്നെ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇത്തരത്തിൽ ലക്ഷദ്വീപിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതിയെ സമീപിക്കുകയും തുടർന്ന് അനുകൂല വിധി മുഹമ്മദ് ഫൈസൽ നേടിയെടുക്കുകയും ചെയ്തു. പക്ഷേ ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലോക്സഭാ സെക്രട്ടേറിയറ്റിന് കത്ത് നൽകിയിട്ട് പോലും തന്നെ ഏകദേശം 2 മാസം പിന്നിടുന്നു. ഈ ഒരു അയോഗ്യത മാറ്റണം അല്ലെങ്കിൽ അയോഗ്യത വിധിക്ക് സ്റ്റേ വന്നതിന് ശേഷം ഏകദേശം 2 മാസം പിന്നിടുന്നു. പക്ഷേ അതൊന്നും തന്നെ ഈ പരിഗണിക്കാൻ ലോക്സഭാ സെക്രട്ടേറിയറ്റ് തയ്യാറായില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തത്. എന്തായാലും നിലവിൽ അദ്ദേഹത്തിന്റെ അയോഗ്യത മാറിയിരിക്കുന്നു. അത് സംബന്ധിച്ചുള്ള ഉത്തരവിറങ്ങിയിരിക്കുന്നു. വീണ്ടും അദ്ദേഹത്തിന് ലക്ഷദ്വീപ് MP എന്ന ലേബിളിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. ഈ MG മിഥുൻ, ഈ മുഹമ്മദ് ഫൈസലിന് ഉണ്ടാകുന്ന ആശ്വാസത്തിൻ്റെ ഒരംശം രാഹുലിന് കൂടി പ്രതീക്ഷിക്കാം. സ്വാഭാവികമായും അത്തരത്തിലുള്ള നിയമ നടപടികൾ അല്ലെങ്കിൽ നിയമ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നതും ഇതേ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ശശി തരൂർ അടക്കമുള്ള നേതാക്കൾ ചൂണ്ടിക്കാണിച്ചതും ഇതേ വിഷയം തന്നെയാണ്. അതായത് മുഹമ്മദ് ഫൈസൽ MPക്ക് ഇത്തരത്തിൽ 10 വർഷം ഈ ഒരു പ്രധാനമായും അവർ ചൂണ്ടിക്കാണിച്ചത് വധശ്രമ കേസിലാണ് ഈ മുഹമ്മദ് ഫൈസലിനെതിരെ നടപടിയെടുക്കുകയും അല്ലെങ്കിൽ 10 വർഷം ശിക്ഷാവിധി കോടതി വിധിക്കുകയും ചെയ്തത്. അത്തരത്തിലൊരു കേസിൽ പോലും ഹൈക്കോടതി സ്റ്റേ നൽകുന്നു. അതിൽ പിന്നീട് ഈ ഉപതെരഞ്ഞെടുപ്പ് അടക്കം പ്രഖ്യാപിക്കുകയും അത് പിൻവലിക്കുന്ന നടപടികൾ ഉണ്ടാകുന്നു. അത്തരം സംഭവ വികാസങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു കേസിൽ രാഹുൽ ഗാന്ധിക്കും അനുകൂലമായ ഒരു വിധി ഉണ്ടാകാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലേക്ക് നിയമ പോരാട്ടങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുമെന്നുള്ള വിലയിരുത്തൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ആ ഒരു രീതി അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഭവം എന്തായാലും രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതൃത്വം എന്തായാലും മുന്നിൽ കാണുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിധി വന്നതോടുകൂടി, ഇപ്പോൾ അയോഗ്യത നീക്കമടക്കം വന്നതോടുകൂടി എന്തായാലും രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം കണക്കുകൂട്ടുന്നത്. ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസലിന്റെ അയോഗ്യത പിൻവലിച്ചു. ലോക്സഭാ സെക്രട്ടേറിയറ്റാണ് അടിയന്തര തീരുമാനമെടുത്തത്. ഫൈസലിന്റെ ഹർജി സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് തീരുമാനം ഉണ്ടായത്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു MG മിഥുൻ. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. News 18 Network. നേതാക്കൾ ഈ വിഷയത്തിൽ CPM-നെ ചോദ്യം ചെയ്യുകയും ചെയ്തു. കാരണം ഇത്തരത്തിൽ CPM വനിതാ നേതാക്കൾക്കെതിരെ ഒരു പരാമർശം നടത്തിയിട്ട് എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല, എന്തുകൊണ്ട് CPM മൗനം പാലിക്കുന്നു എന്നീ വിഷയങ്ങൾ ആദ്യം കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയെങ്കിലും പിന്നീട് CPM നേതാക്കൾക്കടക്കം ഈ വിഷയത്തിൽ രംഗത്തെത്തിയിരുന്നു. അത് മാത്രമല്ല, മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസും മറ്റു മന്ത്രിമാരും ഒക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ സുരേന്ദ്രനെതിരെ ആഞ്ഞടിക്കുന്ന രീതിയിലേക്കും കാര്യങ്ങൾ എത്തിയിരുന്നു. എന്തായാലും കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ IPC 509, 304A എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്.
എടുത്തിരിക്കുന്നത്. എന്തായാലും കേസ് ഇപ്പോൾ തൃശൂർ പോലീസിലേക്ക് കൈമാറിയിരിക്കുകയാണ്. തൃശൂർ യൂണിറ്റിലേക്ക് കേസ് കൈമാറുമ്പോൾ ഇതിൽ വിശദമായ രീതിയിൽ ഒരു അന്വേഷണം നടത്താനും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുമാത്രമല്ല കെ സുരേന്ദ്രൻ ഈ ഒരു വിഷയത്തിൽ നടത്തിയ ആ ഒരു പ്രസംഗവും അതുമാത്രമല്ല ആ പ്രസംഗത്തിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുകയും ചെയ്യും. ആ ടേപ്പുകളടക്കം ഇന്ന് പോലീസ് ശേഖരിക്കുകയും ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് കെ സുരേന്ദ്രനെതിരെ മറ്റ് അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോവുകയും ചെയ്യുക. എന്തായാലും തൃശൂരിൽ നടന്ന ബി.ജെ.പിയുടെ സ്ത്രീ ശാക്തീകരണ സമ്മേളനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിലായിരുന്നു കെ സുരേന്ദ്രന്റെ ഈ ഒരു വിവാദ പരാമർശം. എന്തായാലും സ്ത്രീ ശാക്തീകരണത്തിന്റെ വക്താക്കളായി അധികാരത്തിൽ വന്ന മാർക്സിസ്റ്റ് പാർട്ടിയിലെ വനിതാ നേതാക്കളെല്ലാം തടിച്ചുകൊഴുത്തു, നല്ല കാശ് അടിച്ചുമാറ്റി തടിച്ചുകൊഴുത്ത് പൂതനകളായി അവർ കേരളത്തിലെ സ്ത്രീകളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തുകയും ചെയ്തത്. എന്തായാലും ഈ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ വിവാദമുണ്ടായിരിക്കുകയാണ്. എന്തായാലും ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും ഇതുവരെയും ഒരു പ്രതികരണം ഈ ഒരു വിഷയത്തിൽ എത്തിയിട്ടില്ല. എന്തായാലും കോൺഗ്രസ് ഈ വിഷയത്തിൽ പരാതി നൽകിയപ്പോൾ ബി.ജെ.പിയുടെ വക്താവായ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇത് ഒരു വനിതാ സമ്മേളനത്തിൽ ബി.ജെ.പിയുടെ വനിതാ സമ്മേളനത്തിൽ ഇത്തരം ഒരു പരാമർശം നടത്തുന്നു. ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കളൊക്കെ അവിടെ അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. സുരേന്ദ്രൻ പ്രസംഗമധ്യേ ഇക്കാര്യം പറഞ്ഞു വെക്കുന്നു. അത് വലിയ വിവാദമാകുന്നു. കോൺഗ്രസ് ആദ്യം ഏറ്റെടുക്കുന്നു. പിന്നീട് CPM റിയാസ് അടക്കം മാധ്യമങ്ങളെ കണ്ട് വാർത്താ സമ്മേളനം നടത്തി ഈ വിഷയത്തിൽ ഒരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇവിടെ ബി.ജെ.പി നേതാക്കൾ ആരെങ്കിലും സുരേന്ദ്രനെ പിന്തുണയ്ക്കാൻ എത്തിയിട്ടില്ല ഈ ഘട്ടത്തിൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സുരേന്ദ്രൻ ഈ വിഷയത്തിൽ പാർട്ടിയിൽ ഒറ്റപ്പെട്ട സ്ഥിതിയുണ്ടോ? ഇത് മൊഴിയെടുക്കലടക്കം ഇനി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ആരെങ്കിലുമൊക്കെ തങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനെ സംരക്ഷിക്കാനായി വരണമല്ലോ. തീർച്ചയായും എന്തായാലും സംസ്ഥാന അധ്യക്ഷനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ബി.ജെ.പി സ്വീകരിക്കുകയും ചെയ്യുന്നത്. കോൺഗ്രസിനെതിരെ ആദ്യം ആഞ്ഞടിക്കുകയാണ് ബി.ജെ.പി ചെയ്തത്. അതായത് കോൺഗ്രസ് ഇത്തരത്തിൽ എന്തിനാണ് CPM നേതാക്കൾക്കെതിരെ പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളുമായി അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളുമായി മുന്നോട്ട് വരുന്നത് എന്നീ കാര്യമാണ് ബി.ജെ.പി ചോദിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ആ ഒരു കാര്യത്തിൽ കഴിഞ്ഞ ദിവസം സുധീർ അടക്കം വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോഴൊക്കെ തന്നെ കെ സുരേന്ദ്രന്റെ ഈ ഒരു വിവാദ പരാമർശത്തെക്കുറിച്ച് അവർ അതിനെ യോജിക്കുന്ന നിലപാടാണ് അല്ലെങ്കിൽ അത് പിന്തുണയ്ക്കുന്ന നിലപാടാണ് ബി.ജെ.പി സ്വീകരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും കൂടുതൽ നേതാക്കൾ ഇന്ന് കെ സുരേന്ദ്രന്റെ ഈ ഒരു വിവാദ പരാമർശത്തിൽ പ്രതികരിക്കുകയും ചെയ്യും. അതുമാത്രമല്ല കെ സുരേന്ദ്രന്റെ തന്നെ ഈ ഒരു പ്രതികരണത്തിന് മാധ്യമങ്ങൾ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇത്തരത്തിലൊരു വിവാദ പരാമർശം നടത്തി പോലീസ് കേസെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് മാത്രമല്ല വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളടക്കം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുകയും കെ സുരേന്ദ്രനെതിരെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. പോലീസിൽ നേരിട്ടും അല്ലാതെയും അതല്ലെങ്കിൽ ഇമെയിൽ വഴിയും ഒക്കെ തന്നെയാണ് ഇപ്പോൾ പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബി.ജെ.പി ഒരു വലിയ തോതിൽ പ്രതിരോധത്തിലാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന അധ്യക്ഷനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷനെ വലിയ തോതിൽ കൂടെ ചേർത്ത് നിർത്താൻ തന്നെയാണ് ബി.ജെ.പി ഇപ്പോൾ ശ്രമിക്കുകയും ചെയ്യുന്നത്. ആ ഒരു വിഷയത്തിൽ ബി.ജെ.പിയുടെ വാർത്താ സമ്മേളനം ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ബി.ജെ.പി മാധ്യമങ്ങളെ കണ്ട് അവരുടെ നിലപാട് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ കെ സുരേന്ദ്രന്റെ പരാമർശം അതിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഉണ്ടാകും. CPM നേതാവ് CS സുജാതയുടെ പരാതിയിലാണ് കേസെടുത്തത്. കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. പക്ഷേ ഈ സംഭവം നടന്നത് സുരേന്ദ്രൻ ഇങ്ങനെ ഒരു വിവാദ പരാമർശം പ്രസ്താവന നടത്തിയത് തൃശ്ശൂർ വെച്ചാണ്. അപ്പോൾ സ്വാഭാവികമായും കേസ് അങ്ങോട്ട് തുടർ നടപടികൾക്കായി കൈമാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നന്ദകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. നന്ദൻ, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഇന്ന് പ്രതീക്ഷിക്കേണ്ടത്? ഒപ്പം തന്നെ കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായേക്കുമോ? ഈ സ്ത്രീത്വത്തെ അപമാനിക്കൽ, പരസ്യമായി അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകളൊക്കെ കൂട്ടിച്ചേർത്താണല്ലോ കേസെടുത്തിട്ടുള്ളത്. കേസുമായി ബന്ധപ്പെട്ട ഇന്ന് സംഭവിക്കാനിടയുള്ള സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. എന്തായാലും ഇപ്പോൾ CPM വനിതാ നേതാക്കൾക്കെതിരെ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നടത്തിയ ആ ഒരു വിവാദ പരാമർശം എന്തായാലും രാഷ്ട്രീയ കേരളത്തിൽ വലിയ തോതിൽ ചർച്ചയാവുക തന്നെയാണ്. എന്തായാലും CPM നേതാക്കൾ മാത്രമല്ല കോൺഗ്രസ് നേതാക്കൾ അടക്കം ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണവുമായി രംഗത്തെത്തി. അതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് വീണ S. നായർ ഇതിൽ പരാതി നൽകുകയും ചെയ്യുന്നത്. ഇമെയിൽ വഴി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. എന്തായാലും ആ പരാതി പോലീസ് സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി S. സുജാതയുടെ പരാതി പോലീസിന് ലഭിക്കുന്നത്. കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലാണ് ഈ ഒരു പരാതി അവർ നൽകുകയും ചെയ്തത്. മറ്റു വാർത്തകളിലേക്ക്. വിവാദ പ്രസംഗത്തിൽ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരായ കേസ് തൃശ്ശൂരിലേക്ക് മാറ്റും. തൃശ്ശൂർ ഈസ്റ്റ് പോലീസിന് കേസ് കൈമാറും. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. ഇന്നു തന്നെ കേസ് ട്രാൻസ്ഫർ ചെയ്യും. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ഒപ്പം ചേർന്നു. ഉമേഷ് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തൃശ്ശൂരിൽ വെച്ചുള്ള പ്രസംഗത്തിന് തൃശ്ശൂരിൽ തന്നെ കേസെടുക്കുന്നു. അതായത് ഈ കേസ് അങ്ങോട്ടേക്ക് കൈമാറുന്നു അല്ലേ?
കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ സംബന്ധിച്ച പരാതികൾ വരുന്നുണ്ട്. കൂടാതെ യൂത്ത് കോൺഗ്രസ് നേതാവ് അടക്കം DGPക്ക് പരാതി നൽകി. അത് ഹൈടെക് സെല്ലിനും മാറ്റിയിരുന്നു. ഈ രീതിയിൽ പരാതികൾ ഒന്നിലധികം ലഭിച്ച സാഹചര്യത്തിൽ ഈ പ്രസംഗം നടത്തിയ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് കേസ് മാറ്റുന്നു. ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കണ്ടോൺമെന്റ് സ്റ്റേഷനിലെ പരാതി ഇന്ന് തന്നെ കൈമാറും. തുടർ നടപടി തൃശൂർ ഈസ്റ്റ് പോലീസായിരിക്കും നടത്തുക. ആദ്യം അവർ തന്നെ ഈ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം കെ സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും. നിലവിൽ 54A പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഇത് സ്ത്രീകൾക്കെതിരെ ലൈംഗിക ചുവയോടുള്ള പ്രസ്താവന നടത്തുന്നു എന്നുള്ളതിലാണ് കേസ്. ഇത് നോൺ ബെയിലബിൾ ആണ്, അതായത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കാത്ത കേസാണ്. അതുകൊണ്ട് തന്നെ മറ്റ് സ്റ്റേഷനുകളിൽ കേസെടുത്താൽ അത് നിൽക്കില്ല. അതുകൊണ്ടാണ് സംഭവം നടന്ന സ്ഥലത്തേക്ക് കേസ് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത്. കൃഷ്ണരാജ്. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരായ കേസ് തൃശ്ശൂരിലേക്ക് മാറ്റുന്നു. തൃശ്ശൂർ ഈസ്റ്റ് പോലീസിന് കേസ് കൈമാറും. തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. ഇന്നു തന്നെ കേസ് ട്രാൻസ്ഫർ ചെയ്യും. ഉമേഷ്, ഈ ഒരല്പം വൈകിയെങ്കിൽ പോലും CPM-ഉം ആഭ്യന്തര വകുപ്പും ഒക്കെ ഈ വിഷയം വളരെ ഗൗരവത്തോടെ കാണുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും കേസ് പ്രസ്താവന നടത്തി 2 ദിവസം കഴിഞ്ഞ ശേഷം മാത്രമാണ് CPM അല്ലെങ്കിൽ മഹിളാ അസോസിയേഷനെ സംബന്ധിച്ച ഒരു പരാതി കൊടുക്കാൻ തീരുമാനിച്ചത്. അല്ലെങ്കിൽ പരാതികൾ വന്നു തുടങ്ങിയത് ആദ്യഘട്ടത്തിൽ പ്രസ്താവന ഇറക്കിയത് പോലും കോൺഗ്രസ് നേതാവായിരുന്നു, PCC അധ്യക്ഷനായിരുന്നു ആദ്യം ഈ കെ സുരേന്ദ്രന്റെ പ്രസ്താവനയെ തള്ളി പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവന തന്നെ ഇറക്കിയത്. അതിനുശേഷം ഇന്നലെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രസ്താവന പോലും അത്തരത്തിൽ വലിയ ആർജവത്തോടെ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉയർത്തിക്കൊണ്ടുള്ള പ്രസ്താവന ആയിരുന്നില്ല. ഒടുവിൽ ഇന്നലെ രാത്രിയോടുകൂടി മാത്രമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. എന്തായാലും കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ നോൺ ബെയിലബിൾ വകുപ്പുകൾ ചുമത്തി, അതായത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചുമത്തി തന്നെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതുതന്നെ ഈ കേസ് വലിയ പ്രാധാന്യത്തോടു കൂടി കാണുന്നു എന്നതിന്റെ തെളിവാണ്. സ്വാഭാവികമായി തുടർ നടപടികൾ അത് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നടത്തും. കാരണം വിവിധ സ്ഥലങ്ങളിൽ, കാരണം CPM-ലെ വനിതകളെ മുഴുവനാണ് കെ സുരേന്ദ്രൻ പ്രസ്താവനയിലൂടെ അപമാനിച്ചത്. സ്വാഭാവികമായി കേരളത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരായ കേസ് തൃശൂരിലേക്ക് മാറ്റും. ഇന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്യും. വിവരങ്ങൾ നൽകുകയായിരുന്നു ഉമേഷ് ബാലകൃഷ്ണൻ. മറ്റു വാർത്തകളിലേക്ക്. SSLC പരീക്ഷ ഇന്ന് അവസാനിക്കും. 70 ക്യാമ്പുകളിലായി ഏപ്രിൽ 3 മുതൽ 26 വരെയാണ് മൂല്യനിർണ്ണയം. സമാന്തരമായ ടാബുലേഷൻ ജോലികൾ ഏപ്രിൽ 5-ന് പരീക്ഷാ ഭവനിൽ ആരംഭിക്കും. മെയ് 2-ാം വാരമാണ് ഫലപ്രഖ്യാപനം. 1-ഉം 2-ഉം വർഷ ഹയർ സെക്കൻഡറി VHSC പരീക്ഷകൾ നാളെ അവസാനിക്കും. അരിക്കൊമ്പൻ ദൗത്യത്തിനെതിരെയുള്ള ഹർജി ഹൈക്കോടതി അല്പസമയത്തിനകം പരിഗണിക്കും. അരിക്കൊമ്പനെ പിടികൂടി കോടനാട് എത്തിക്കാനുള്ള വനംവകുപ്പിന്റെ ഉത്തരവിനെതിരെയാണ് ഹർജി. ദൗത്യത്തിനുള്ള നടപടികൾ ഇന്നുവരെ സ്റ്റേ ചെയ്തിരുന്നു. തിരുവനന്തപുരം ആസ്ഥാനമായ മൃഗസംരക്ഷണ സംഘടനയാണ് ഹർജി സമർപ്പിച്ചത്. ഹൈക്കോടതി നിലപാട് ഉറ്റുനോക്കുകയാണ് ചിന്നക്കനാൽ ശാന്തൻപാറ നിവാസികൾ. വിവരങ്ങളുമായി ഡാനി പോൾ ഒപ്പം ചേരുന്നു. ഡാനി, ഹർജി കോടതിയിലെത്തിയോ? ഡാനി, കേൾക്കാമോ? പറയൂ. ഡാനി, ഇപ്പോൾ കേൾക്കാമെങ്കിൽ ശരി, നമുക്ക് ഡാനി പോളിലേക്ക് വരാം. അരിക്കൊമ്പനെ പിടികൂടി കോടനാട് എത്തിക്കാനുള്ള വനം വകുപ്പ് ഉത്തരവിനെതിരെയുള്ള ഹർജി കോടതി അല്പസമയത്തിന് പരിഗണിക്കും. ദൗത്യത്തിനുള്ള നടപടികൾ ഇന്നുവരെ സ്റ്റേ ചെയ്തിരുന്നു. തിരുവനന്തപുരം ആസ്ഥാനമായ മൃഗസംരക്ഷണ സംഘടനയാണ് ഹർജി സമർപ്പിച്ചത്. വിവരങ്ങൾ ഡാനി പോൾ നൽകും അല്പസമയത്തിനകം. നമുക്ക് ശരിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഇതേ വാർത്തയിലേക്ക് മടങ്ങി വരാം. The very best of India will be on one grand stage.
celebrating the extraordinary achievements of ordinary people. Poonawalla FinCorp presents News 18 Rising India Real Heroes. 29th and 30th March on News 18 Network. Presented by Poonawalla FinCorp Limited, enabling dreams. കെ സുരേന്ദ്രനെതിരെ നടപടിയെടുക്കുകയും ചെയ്യുന്നത്. എന്തായാലും CPM നേതാക്കൾ ആദ്യം ഈ ഒരു വിഷയത്തിൽ പരാതി നൽകാൻ മടിച്ചപ്പോഴാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇടപെടുകയും പോലീസിൽ പരാതി നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും VD സതീശനും കെ സുധാകരനും അടക്കമുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ CPMനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. കാരണം ഇത്തരത്തിൽ CPM വനിതാ നേതാക്കൾക്കെതിരെ ഒരു പരാമർശം നടത്തിയിട്ട് എന്തുകൊണ്ട് കേസ് എടുക്കുന്നില്ല, എന്തുകൊണ്ട് CPM മൗനം പാലിക്കുന്നു എന്നീ വിഷയങ്ങൾ ആദ്യം കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയെങ്കിലും പിന്നീട് CPM നേതാക്കൾക്കടക്കം ഈ വിഷയത്തിൽ രംഗത്തെത്തിയിരുന്നു. അത് മാത്രമല്ല മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസും മറ്റു മന്ത്രിമാരും ഒക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ കെ സുരേന്ദ്രനെതിരെ ആഞ്ഞടിക്കുന്ന രീതിയിലേക്കും കാര്യങ്ങൾ എത്തിയിരുന്നു. എന്തായാലും കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ IPC 509, 304A എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. എന്തായാലും കേസ് ഇപ്പോൾ തൃശൂർ പോലീസിലേക്ക് കൈമാറിയിരിക്കുകയാണ്. തൃശൂർ യൂണിറ്റിലേക്ക് കേസ് കൈമാറുമ്പോൾ ഇതിൽ വിശദമായ രീതിയിൽ ഒരു അന്വേഷണം നടത്താനും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുമാത്രമല്ല കെ സുരേന്ദ്രൻ ഈ ഒരു വിഷയത്തിൽ നടത്തിയ ആ ഒരു പ്രസംഗവും അതുമാത്രമല്ല ആ പ്രസംഗത്തിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുകയും ചെയ്യും. ആ ടേപ്പുകളടക്കം ഇന്ന് പോലീസ് ശേഖരിക്കുകയും ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് കെ സുരേന്ദ്രനെതിരെ മറ്റ് അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോവുകയും ചെയ്യുക. എന്തായാലും തൃശൂരിൽ നടന്ന BJPയുടെ സ്ത്രീ ശാക്തീകരണ സമ്മേളനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിലായിരുന്നു കെ സുരേന്ദ്രന്റെ ഈ ഒരു വിവാദ പരാമർശം. എന്തായാലും സ്ത്രീ ശാക്തീകരണത്തിന്റെ വക്താക്കളായി അധികാരത്തിൽ വന്ന മാർക്സിസ്റ്റ് പാർട്ടിയിലെ വനിതാ നേതാക്കളെല്ലാം തടിച്ചുകൊഴുത്തു, നല്ല കാശ് അടിച്ചു മാറ്റി തടിച്ചു കൊഴുത്ത് പൂതനകളായി അവർ കേരളത്തിലെ സ്ത്രീകളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തുകയും ചെയ്തത്. എന്തായാലും ഈ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ വിവാദമുണ്ടായിരിക്കുകയാണ്. എന്തായാലും BJPയുടെ ഭാഗത്തു നിന്നും ഇതുവരെയും ഒരു പ്രതികരണം ഈ ഒരു വിഷയത്തിൽ എത്തിയിട്ടില്ല. എന്തായാലും കോൺഗ്രസ് ഈ വിഷയത്തിൽ പരാതി നൽകിയപ്പോൾ BJPയുടെ വക്താവായ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇത് ഒരു വനിതാ സമ്മേളനത്തിൽ BJPയുടെ തന്നെ വനിതാ സമ്മേളനത്തിൽ ഇത്തരം ഒരു പരാമർശം നടത്തുന്നു. BJPയുടെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കളൊക്കെ അവിടെ അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. സുരേന്ദ്രൻ പ്രസംഗമധ്യേ ഇക്കാര്യം പറഞ്ഞു വെക്കുന്നു, അത് വലിയ വിവാദമാകുന്നു. കോൺഗ്രസ് ആദ്യം ഏറ്റെടുക്കുന്നു, പിന്നീട് CPM റിയാസ് അടക്കം മാധ്യമങ്ങളെ കണ്ട് വാർത്താ സമ്മേളനം നടത്തി ഈ വിഷയത്തിൽ ഒരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇവിടെ BJP നേതാക്കൾ ആരെങ്കിലും സുരേന്ദ്രനെ പിന്തുണയ്ക്കാൻ എത്തിയിട്ടില്ല ഈ ഘട്ടത്തിൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സുരേന്ദ്രൻ ഈ വിഷയത്തിൽ പാർട്ടിയിൽ ഒറ്റപ്പെട്ട സ്ഥിതിയുണ്ടോ? ഇത് മൊഴിയെടുക്കലടക്കം ഇനി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ആരെങ്കിലുമൊക്കെ തങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനെ സംരക്ഷിക്കാനായി വരണമല്ലോ. തീർച്ചയായും എന്തായാലും സംസ്ഥാന അധ്യക്ഷനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് BJP സ്വീകരിക്കുകയും ചെയ്യുന്നത്. കോൺഗ്രസിനെതിരെ ആദ്യം ആഞ്ഞടിക്കുകയാണ് BJP ചെയ്തത്. അതായത് കോൺഗ്രസ് ഇത്തരത്തിൽ എന്തിനാണ് CPM നേതാക്കൾക്കെതിരെ പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളുമായി അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളുമായി മുന്നോട്ട് വരുന്നത് എന്നീ കാര്യമാണ് BJP ചോദിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ആ ഒരു കാര്യത്തിൽ കഴിഞ്ഞ ദിവസം P. സുധീർ അടക്കം വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോഴൊക്കെ തന്നെ കെ സുരേന്ദ്രന്റെ ഈ ഒരു വിവാദ പരാമർശത്തെക്കുറിച്ച് അവർ അതിനെ യോജിക്കുന്ന നിലപാടാണ് അല്ലെങ്കിൽ അത് പിന്തുണയ്ക്കുന്ന നിലപാടാണ് BJP സ്വീകരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും കൂടുതൽ നേതാക്കൾ ഇന്ന് കെ സുരേന്ദ്രന്റെ ഈ ഒരു വിവാദ പരാമർശത്തിൽ പ്രതികരിക്കുകയും ചെയ്യും. അതുമാത്രമല്ല കെ സുരേന്ദ്രന്റെ തന്നെ ഈ ഒരു പ്രതികരണത്തിന് മാധ്യമങ്ങൾ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ ഒരു വിവാദ പരാമർശം നടത്തി പോലീസ് കേസെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് മാത്രമല്ല വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളടക്കം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുകയും കെ സുരേന്ദ്രനെതിരെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. പോലീസിൽ നേരിട്ടും അല്ലാതെയും അതല്ലെങ്കിൽ ഇമെയിൽ വഴിയും ഒക്കെ തന്നെയാണ് ഇപ്പോൾ പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ BJP ഒരു വലിയ തോതിൽ പ്രതിരോധത്തിലാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന അധ്യക്ഷനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷനെ വലിയ തോതിൽ കൂടെ ചേർത്ത് നിർത്താൻ തന്നെയാണ് BJP ഇപ്പോൾ ശ്രമിക്കുകയും ചെയ്യുന്നത്. ആ ഒരു വിഷയത്തിൽ BJPയുടെ വാർത്താ സമ്മേളനം ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. BJP മാധ്യമങ്ങളെ കണ്ട് അവരുടെ നിലപാട് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ കെ സുരേന്ദ്രന്റെ പരാമർശം അതിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഉണ്ടാകും. സുജാതയുടെ CPM നേതാവ് സുജാതയുടെ പരാമർശം കൊച്ചി കോർപ്പറേഷനിൽ പ്രതിപക്ഷ പ്രതിഷേധം. ബജറ്റ് ചർച്ചയ്ക്കിടെയാണ് പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. തത്സമയ കാഴ്ചകളിലേക്ക്. സന്തോഷം വളരെ വ്യക്തമായി
കൊച്ചി കോർപ്പറേഷനെ മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ നാം എന്താണ് തീരുമാനമെടുക്കേണ്ടത് എന്നുള്ളത് ബഹുമാനപ്പെട്ട മേയറായിരിക്കണം ഈ വിഷയത്തിൽ. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ഒപ്പം ചേരുന്നു. ഡാനി, മാലിന്യ പ്രശ്നവും ബ്രഹ്മപുരവും ഒക്കെ തന്നെയാണോ ഈ പ്രതിഷേധത്തിനും കാരണം? ഇതൊരു പ്രതിഷേധ തുടർച്ചയാണോ? നിശ്ചയമായും അത് തന്നെയാണ് ഷാജ. കാരണം ഈ വിഷയങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ബജറ്റ് ചർച്ചകളിലെല്ലാം തന്നെ വിഷയങ്ങളുണ്ടായതുപോലെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായതുപോലെ ബജറ്റ് ചർച്ചയുടെ തുടർച്ച ഇത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ബജറ്റ് ചർച്ച പാസ്സാക്കുന്നതിനടക്കം ചർച്ചകൾ വേണ്ടി വരും. അപ്പോൾ പ്രതിപക്ഷം ഈ കാര്യത്തിൽ പൂർണ്ണമായും പ്രതിഷേധിച്ചുകൊണ്ട് ഇതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഇപ്പോൾ നടുത്തളത്തിലാണ് പ്രതിഷേധം തുടരുന്നത്. ഒരു കാരണവശാലും ഈ കാര്യങ്ങൾ ബ്രഹ്മപുരത്തെ പ്രശ്നത്തിൽ നിരവധിയായ ആരോപണങ്ങൾ നേരിട്ടു. ആ വിഷയങ്ങൾ ഇപ്പോഴും പ്രസക്തം തന്നെയാണ്. മേയർക്കെതിരെ അവിശ്വാസം നൽകിയിട്ടുണ്ട്. അത് ഏപ്രിൽ 10 പരിഗണിക്കും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ കോർപ്പറേഷനുമായി സഹകരിച്ചുകൊണ്ട് ഭരണസമിതിയുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധം ഇപ്പോൾ തുടരുന്നത്. കൃഷ്ണ, ശരി. കൊച്ചി കോർപ്പറേഷനിൽ പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടാകുന്നു. ബജറ്റ് ചർച്ചയ്ക്കിടെയാണ് പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ബ്രഹ്മപുരം വിഷയം തന്നെ അതിൻ്റെ തുടർ പ്രതിഷേധം എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ പ്രതിഷേധവും ഉണ്ടാകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡാനി. ഇപ്പോൾ ന്യൂസ് റൂം ലൈവ് അവസാനിക്കുന്നില്ല. അല്പസമയത്തിനകം കൂടുതൽ വാർത്തകളും വിവരങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരും. കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. പക്ഷേ ഈ സംഭവം നടന്നത് സുരേന്ദ്രൻ ഇങ്ങനെ ഒരു വിവാദ പരാമർശം പ്രസ്താവന നടത്തിയത് തൃശ്ശൂർ വെച്ചാണ്. അപ്പോൾ സ്വാഭാവികമായും കേസ് അങ്ങോട്ട് തുടർ നടപടികൾക്കായി കൈമാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നന്ദകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. നന്ദൻ, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഇന്ന് പ്രതീക്ഷിക്കേണ്ടത്? ഒപ്പം തന്നെ കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായേക്കുമോ? ഈ സ്ത്രീത്വത്തെ അപമാനിക്കൽ, പരസ്യമായി അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകളൊക്കെ കൂട്ടിച്ചേർത്താണല്ലോ കേസെടുത്തിട്ടുള്ളത്. കേസുമായി ബന്ധപ്പെട്ട ഇന്ന് സംഭവിക്കാനിടയുള്ള സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് രഞ്ജിനി, രഞ്ജിത്ത്. എന്തായാലും ഇപ്പോൾ CPM വനിതാ നേതാക്കൾക്കെതിരെ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നടത്തിയ ആ ഒരു വിവാദ പരാമർശം എന്തായാലും രാഷ്ട്രീയ കേരളത്തിൽ വലിയ തോതിൽ ചർച്ചയാവുക തന്നെയാണ്. എന്തായാലും CPM നേതാക്കൾ മാത്രമല്ല, കോൺഗ്രസ് നേതാക്കൾ അടക്കം ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണവുമായി രംഗത്തെത്തി. അതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് വീണ S. നായർ ഇതിൽ പരാതി നൽകുകയും ചെയ്യുന്നത്. ഇമെയിൽ വഴി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. എന്തായാലും ആ പരാതി പോലീസ് സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി S. സുജാതയുടെ പരാതി പോലീസിന് ലഭിക്കുന്നത്. കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലാണ് ഈ ഒരു പരാതി അവർ നൽകുകയും ചെയ്തത്. അതിനുശേഷമാണ് K. സുരേന്ദ്രനെതിരെ നടപടിയെടുക്കുകയും ചെയ്യുന്നത്. എന്തായാലും CPM നേതാക്കൾ ആദ്യം ഈ ഒരു വിഷയത്തിൽ പരാതി നൽകാൻ മടിച്ചപ്പോഴാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇടപെടുകയും പോലീസിൽ പരാതി നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും VD സതീശനും K. സുധാകരനും അടക്കമുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ CPMനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. കാരണം ഇത്തരത്തിൽ CPM വനിതാ നേതാക്കൾക്കെതിരെ ഒരു പരാമർശം നടത്തിയിട്ട് എന്തുകൊണ്ട് കേസ് എടുക്കുന്നില്ല, എന്തുകൊണ്ട് CPM മൗനം പാലിക്കുന്നു എന്നീ വിഷയങ്ങൾ ആദ്യം കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയെങ്കിലും പിന്നീട് CPM നേതാക്കൾക്കടക്കം ഈ വിഷയത്തിൽ രംഗത്തെത്തിയിരുന്നു. അത് മാത്രമല്ല, മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസും മറ്റു മന്ത്രിമാരും ഒക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ K. സുരേന്ദ്രനെതിരെ ആഞ്ഞടിക്കുന്ന രീതിയിലേക്കും കാര്യങ്ങൾ എത്തിയിരുന്നു. എന്തായാലും കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ IPC 509, 304A എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. എന്തായാലും കേസ് ഇപ്പോൾ തൃശ്ശൂർ പോലീസിലേക്ക് കൈമാറിയിരിക്കുകയാണ്. തൃശ്ശൂർ യൂണിറ്റിലേക്ക് കേസ് കൈമാറുമ്പോൾ ഇതിൽ വിശദമായ രീതിയിൽ ഒരു അന്വേഷണം നടത്താനും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, K. സുരേന്ദ്രൻ ഈ ഒരു വിഷയത്തിൽ നടത്തിയ ആ ഒരു പ്രസംഗവും അതുമാത്രമല്ല ആ പ്രസംഗത്തിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുകയും ചെയ്യും. ആ ടേപ്പുകളടക്കം ഇന്ന് പോലീസ് ശേഖരിക്കുകയും ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് K. സുരേന്ദ്രനെതിരെ മറ്റ് അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോവുകയും ചെയ്യുക. എന്തായാലും തൃശ്ശൂരിൽ നടന്ന BJPയുടെ സ്ത്രീ ശാക്തീകരണ സമ്മേളനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിലായിരുന്നു K. സുരേന്ദ്രന്റെ ഈ ഒരു വിവാദ പരാമർശം. എന്തായാലും സ്ത്രീ ശാക്തീകരണത്തിന്റെ വക്താക്കളായി അധികാരത്തിൽ വന്ന മാർക്സിസ്റ്റ് പാർട്ടിയിലെ വനിതാ നേതാക്കളെല്ലാം തടിച്ചുകൊഴുത്തു, നല്ല കാശ് അടിച്ചുമാറ്റി തടിച്ചുകൊഴുത്ത് പൂതനകളായി അവർ കേരളത്തിലെ സ്ത്രീകളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തുകയും ചെയ്തത്. എന്തായാലും ഈ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ വിവാദമുണ്ടായിരിക്കുകയാണ്. എന്തായാലും BJPയുടെ ഭാഗത്തു നിന്നും ഇതുവരെയും ഒരു പ്രതികരണം ഈ ഒരു വിഷയത്തിൽ എത്തിയിട്ടില്ല. എന്തായാലും കോൺഗ്രസ് ഈ വിഷയത്തിൽ പരാതി നൽകിയപ്പോൾ BJPയുടെ വക്താവായ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇത് ഒരു വനിതാ സമ്മേളനത്തിൽ BJPയുടെ തന്നെ വനിതാ സമ്മേളനത്തിൽ ഇത്തരം ഒരു പരാമർശം നടത്തുന്നു. BJPയുടെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കളൊക്കെ അവിടെ അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു.
സുരേന്ദ്രൻ പ്രസംഗമധ്യേ ഇക്കാര്യം പറഞ്ഞു വെക്കുന്നു. അത് വലിയ വിവാദമാകുന്നു. കോൺഗ്രസ് ആദ്യം ഏറ്റെടുക്കുന്നു. പിന്നീട് CPM റിയാസ് അടക്കം മാധ്യമങ്ങളെ കണ്ട് വാർത്താ സമ്മേളനം നടത്തി ഈ വിഷയത്തിൽ ഒരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇവിടെ BJP നേതാക്കൾ ആരെങ്കിലും സുരേന്ദ്രനെ പിന്തുണയ്ക്കാൻ എത്തിയിട്ടില്ല ഈ ഘട്ടത്തിൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സുരേന്ദ്രൻ ഈ വിഷയത്തിൽ പാർട്ടിയിൽ ഒറ്റപ്പെട്ട സ്ഥിതിയുണ്ടോ? ഇത് മൊഴിയെടുക്കലടക്കം ഇനി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ആരെങ്കിലുമൊക്കെ തങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനെ സംരക്ഷിക്കാനായി വരണമല്ലോ. തീർച്ചയായും എന്തായാലും സംസ്ഥാന അധ്യക്ഷനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് BJP സ്വീകരിക്കുകയും ചെയ്യുന്നത്. കോൺഗ്രസിനെതിരെ ആദ്യം ആഞ്ഞടിക്കുകയാണ് BJP ചെയ്തത്. അതായത് കോൺഗ്രസ് ഇത്തരത്തിൽ എന്തിനാണ് CPM നേതാക്കൾക്കെതിരെ പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളുമായി അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളുമായി മുന്നോട്ട് വരുന്നത് എന്നീ കാര്യമാണ് BJP ചോദിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ആ ഒരു കാര്യത്തിൽ കഴിഞ്ഞ ദിവസം P. സുധീർ അടക്കം വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോഴൊക്കെ തന്നെ K. സുരേന്ദ്രന്റെ ഈ ഒരു വിവാദ പരാമർശത്തെക്കുറിച്ച് അവർ അതിനെ യോജിക്കുന്ന നിലപാടാണ് അല്ലെങ്കിൽ അത് പിന്തുണയ്ക്കുന്ന നിലപാടാണ് BJP സ്വീകരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും കൂടുതൽ നേതാക്കൾ ഇന്ന് K. സുരേന്ദ്രന്റെ ഈ ഒരു വിവാദ പരാമർശത്തിൽ പ്രതികരിക്കുകയും ചെയ്യും. അത് മാത്രമല്ല K. സുരേന്ദ്രന്റെ തന്നെ ഈ ഒരു പ്രതികരണത്തിന് മാധ്യമങ്ങൾ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ ഒരു വിവാദ പരാമർശം നടത്തി പോലീസ് കേസെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് മാത്രമല്ല വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളടക്കം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുകയും K. സുരേന്ദ്രനെതിരെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. പോലീസിൽ നേരിട്ടും അല്ലാതെയും അതല്ലെങ്കിൽ ഇമെയിൽ വഴിയും ഒക്കെ തന്നെയാണ് ഇപ്പോൾ പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ BJP ഒരു വലിയ തോതിൽ പ്രതിരോധത്തിലാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന അധ്യക്ഷനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷനെ വലിയ തോതിൽ കൂടെ ചേർത്ത് നിർത്താൻ തന്നെയാണ് BJP ഇപ്പോൾ ശ്രമിക്കുകയും ചെയ്യുന്നത്. ആ ഒരു വിഷയത്തിൽ BJPയുടെ വാർത്താ സമ്മേളനം ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. BJP മാധ്യമങ്ങളെ കണ്ട് അവരുടെ നിലപാട് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ K. സുരേന്ദ്രന്റെ പരാമർശം ന്യൂസ് റൂം ലൈവ് തുടരുന്നു. തലക്കെട്ടുകൾ. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം 11:30-ക്ക്. വയനാട് ഉപതെരഞ്ഞെടുപ്പിലും തീരുമാനമുണ്ടായേക്കും. ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസലിന്റെ അയോഗ്യത നീക്കി. ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഉത്തരവിറക്കിയത് ഹർജി സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെ രാഹുൽ ഗാന്ധിക്കെതിരായ നടപടിയിൽ ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമാകും. പുറത്തും പ്രതിഷേധം ഘടിപ്പിക്കാൻ പ്രതിപക്ഷം. ദേവികുളം തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയതിനെതിരെ A. രാജ സുപ്രീം കോടതിയിൽ. ഹൈക്കോടതി വിധി ഔദ്യോഗിക രേഖകൾ പരിശോധിക്കാതെ. വിവാഹം നടന്നത് ഹിന്ദു ആചാരപ്രകാരമെന്നും വാദം. വിവാദ പരാമർശത്തിൽ K. സുരേന്ദ്രന്റെ മൊഴിയെടുത്തേക്കും. കേസ് തൃശൂരിലേക്ക് മാറ്റും. KTUVCയുടെ ഹർജിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വിധി ഇന്ന്. സർക്കാർ അച്ചടക്ക നടപടിയെടുക്കുന്നത് തടയണമെന്ന ആവശ്യം. പദവി ഏറ്റെടുത്തത് ഗവർണറുടെ നിർദ്ദേശപ്രകാരമെന്നും സിസ തോമസ്. M. ശിവശങ്കറിന് ഹൈക്കോടതിയുടെ വിമർശനം. ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ് ലീവ് എടുത്തതിന് ശേഷം സർവീസിൽ കയറി. വിരമിക്കുന്നതുവരെ ജോലി ചെയ്തുവെന്നും കോടതി. ലൈഫ് മിഷൻ കേസിലെ ജാമ്യാപേക്ഷയിൽ വാദം തുടരുന്നു. അരിക്കൊമ്പൻ ദൗത്യത്തിനെതിരായ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. വിധി അനുകൂലമാകുമെന്ന പ്രതീക്ഷയിൽ ചിന്നക്കനാൽ സ്വദേശികൾ. മുന്നൊരുക്കങ്ങൾ തുടർന്ന് വനം വകുപ്പ്. മൂന്ന് വർഷത്തിനു ശേഷം സെക്രട്ടേറിയറ്റിലെ സമര ഗേറ്റ് തുറന്നു. നോർത്ത് ഗേറ്റ് അടച്ചത് കോവിഡ് കാലത്തെ നവീകരണത്തിനായി. സർക്കാരിനെതിരെ സമരം ശക്തമായാൽ വീണ്ടും അടച്ചേക്കും. Trying to slide it through Messi. Clicking Messi. അന്താരാഷ്ട്ര മത്സരത്തിൽ 100ാം ഗോൾ അടിച്ചു മെസ്സി. സൗഹൃദ മത്സരത്തിൽ കുറസോവയെ തകർത്തത് 7 ഗോളിന്. ഹാട്രിക് നേടിയ മെസ്സി തന്നെ വിജയശില്പി. ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസലിന്റെ അയോഗ്യത പിൻവലിച്ചു. ലോക്സഭാ സെക്രട്ടേറിയറ്റാണ് അടിയന്തരമായി തീരുമാനമെടുത്തത്. ഫൈസലിന്റെ
ഹർജി സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് തീരുമാനം. MG മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. മിഥുൻ, ഈ ഇത്തരമൊരു ഹർജി ഇത് കോടതിയുടെ പരിഗണന ഉണ്ടായിരുന്നു. കാരണം അയോഗ്യത കോടതി പിൻവലിച്ചിട്ടും ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്ത് തീരുമാനമുണ്ടാകുന്നില്ല എന്നായിരുന്നു പരാതി. ഇത് പരിഗണിക്കാനിരിക്കെയുള്ള ഈ തിടുക്കപ്പെട്ട തീരുമാനത്തിന് പിന്നിൽ എന്താണ്? രഞ്ജിത്ത്, ജനുവരി 13 മുഹമ്മദ് ഫൈസൽ കുറ്റക്കാരനെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതി വിധി ഉണ്ടാകുന്നത്. അതിനുശേഷം ജനുവരി 25 ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതി അദ്ദേഹം സമീപിക്കുകയും തുടർന്ന് അദ്ദേഹത്തിന് അനുകൂലമായ വിധി ഹൈക്കോടതിയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലോക്സഭാ സെക്രട്ടറിയേറ്റിന് അദ്ദേഹം വിശദമായ കത്ത് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. തന്റെ അയോഗ്യത നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ കത്ത് നൽകിയിരുന്നത്. ഏകദേശം 2 മാസം ഇപ്പോൾ പിന്നിടുന്നു ഈ കത്ത് നൽകിയിട്ടും. 2 മാസം കോടതി വിധി അടക്കം വന്നിട്ടും, കൂടാതെ തന്നെ ഉപതെരഞ്ഞെടുപ്പ് അടക്കം വിജ്ഞാപനം ഇറക്കിയ ഉപതെരഞ്ഞെടുപ്പ് അടക്കം മാറ്റിവെക്കുകയും ചെയ്തിട്ടും എന്തുകൊണ്ട് ഇത്തരത്തിലൊരു നടപടി ഈ ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തു നിന്ന് വൈകുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിക്കാൻ നീങ്ങിയത്. കഴിഞ്ഞ ആഴ്ച ഈ ഒരു കേസ് പരിഗണിച്ചപ്പോൾ നിരവധി പ്രധാനപ്പെട്ട കേസുകൾ പരിഗണിക്കാനുള്ളത് കൊണ്ട് തന്നെ ഇന്ന് കേസ് പരിഗണിക്കാമെന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു. ഇന്ന് അല്പസമയത്തിന് മുമ്പ് ഈ കോടതി ഈ ഒരു വിഷയം പരിഗണിക്കാനിരിക്കെ കൂടിയാണ് അടിയന്തരമായി തന്നെ ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഈ അയോഗ്യത നീക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും മുഹമ്മദ് ഫൈസലിനെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വിധി തന്നെയാണ്. എന്തായാലും അദ്ദേഹത്തിന് ഇപ്പോൾ നിലവിൽ MB എന്നുള്ള ലേബൽ ഇനി അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനും സാധിക്കുകയും ചെയ്യും. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടി വൈകി എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം ഇതിനുശേഷം മാധ്യമപ്രവർത്തകരെ കണ്ട് അദ്ദേഹത്തിന്റെ നിലപാടുകൾ വിശദീകരിക്കുകയും ചെയ്തു. അതായത് തനിക്കെതിരെ ഉണ്ടായത് വേട്ടയാടലാണ്, കൂടാതെ മാധ്യമങ്ങളും ഒപ്പം തന്നെ കോടതിയും ഇടപെട്ടത് കൊണ്ട് തന്നെയാണ് തന്റെ ഈ അയോഗ്യത മാറിക്കിട്ടാൻ സഹായകമായത് തുടങ്ങിയ പരാമർശങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. എന്തായാലും നിലവിൽ അദ്ദേഹത്തിന്റെ അയോഗ്യത നീക്കിക്കൊണ്ട് ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഇപ്പോൾ ഉത്തരവിറക്കിയിട്ടുണ്ട്. മുഹമ്മദ് ഫൈസലിന്റെ അയോഗ്യത ലോക്സഭാ സെക്രട്ടേറിയറ്റ് അയോഗ്യത പിൻവലിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ഇതുമായി ബന്ധപ്പെട്ട് ഹർജി കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നു. MG മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തെരഞ്ഞെടുപ്പ് തീയതി ഉടൻ പ്രഖ്യാപിക്കും. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. 11:30 തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം. 224 അംഗ നിയമസഭയിലേക്ക് BJPക്കും കോൺഗ്രസിനും പുറമെ JDSും ശക്തമായ സാന്നിധ്യമാണ്. കോൺഗ്രസ് 124 മണ്ഡലങ്ങളിലും JDS 93 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വയനാടിന്റെ കാര്യത്തിൽ കമ്മീഷൻ എന്ത് നിലപാടെടുക്കുമെന്നും ഇന്നറിയാം. ദേവികുളം തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയതിനെതിരെ രാജ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. ഹൈക്കോടതി വിധി ഔദ്യോഗിക രേഖകൾ പരിശോധിക്കാതെ ചൂണ്ടിക്കാട്ടിയാണ് നീക്കം. 1950 മുൻപ് പൂർവികർ കേരളത്തിലേക്ക് കുടിയേറിയതെന്നും വിവാഹം നടന്നത് ഹിന്ദു ആചാരപ്രകാരമാണെന്നും രാജ ഹർജിയിൽ പറയുന്നു. നിയമസഭാ സാമാജികർക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ചതിന് വാച്ച് ആൻഡ് വാർഡുകൾക്കെതിരെയും മ്യൂസിയം SIക്കെതിരെയും അവകാശ ലംഘനത്തിന് നോട്ടീസ്. രമേശ് ചെന്നിത്തല MLA ആണ് നോട്ടീസ് നൽകിയത്. സാമാജികർ കൈയൊടിച്ചെന്ന് വാച്ച് ആൻഡ് വാർഡ് വ്യാജ പരാതി നൽകി. അഡീഷണൽ ചീഫ് മാർഷൽ മൊയ്തീൻ ഹുസൈൻ, വനിതാ സാർജന്റ് അസിസ്റ്റന്റ് ഷീന എന്നിവർക്കെതിരെയാണ് അവകാശ ലംഘന നോട്ടീസ്. ഉദ്യോഗസ്ഥർ ഗൂഢാലോചന നടത്തിയെന്ന് നോട്ടീസിൽ പറയുന്നു. സ്പീക്കറുടെ അനുമതിയില്ലാതെ വ്യാജ പരാതിയിൽ കേസെടുത്ത മ്യൂസിയം SI ജിജുകുമാർ സാമാജികരെ പൊതുജനമധ്യത്തിൽ അപമാനിച്ചുവെന്നും നോട്ടീസിലുണ്ട്. ചട്ടം 154 പ്രകാരമാണ് നോട്ടീസ്. വിവാദ പ്രസംഗത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെതിരായ കേസ് തൃശൂരിലേക്ക് മാറ്റും. തൃശൂർ ഈസ്റ്റ് പോലീസിലാകും കേസ് കൈമാറുക. തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. ഇന്ന് തന്നെ കേസ് ട്രാൻസ്ഫർ ചെയ്യും. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, തൃശൂരിൽ നടത്തിയ ഒരു പ്രസംഗമാണ്. അതിവിടെ കേസെടുത്തതിനെതിരെ നിയമപരമായ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് വ്യക്തമായിരുന്നു. ഇപ്പോൾ എന്താണ് പോലീസിന്റെ നടപടി? കേസ്
തൃശ്ശൂരിലേക്ക് മാറ്റാനാണ് തീരുമാനം. ഇന്ന് തന്നെ തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് മാറ്റും. ഇന്നലെയാണ് CS സുജാതയുടെ പരാതിയിൽ 354A പ്രകാരം കേസെടുത്തത്. കേസ് ജാമ്യം ലഭിക്കാത്ത വകുപ്പാണ്, അതായത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല, യൂത്ത് കോൺഗ്രസ് നേതാവ് അടക്കം പരാതിയുമായി രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പരാതികൾ ഇനി വരാൻ സാധ്യതയുണ്ട് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. കാരണം CPMലെ സ്ത്രീകളെ മുഴുവനാണ് കെ സുരേന്ദ്രൻ തന്റെ പ്രസംഗത്തിൽ അപമാനിച്ചത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പരാതികൾ വന്നാലും എല്ലാ സ്റ്റേഷനിലും ഈ പരാതികളുമായി അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ പ്രായോഗികമില്ല. അതുകൊണ്ട് തന്നെ ഇനി എല്ലാ പരാതികളും തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരിക്കും അന്വേഷിക്കുക. സ്വാഭാവികമായി കേസിന്റെ വകുപ്പ് ഇപ്പോൾ മാറാൻ സാധ്യത കുറവാണ് എന്നാണ് പറയുന്നത്. ആദ്യം തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും കെ സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും കേസ് തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റും. അത് ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ പങ്കുവച്ചു. CPM നേതൃയോഗങ്ങൾക്ക് തുടക്കം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിച്ച ജനകീയ പ്രതിരോധ യാത്രയുടെ അവലോകനം സെക്രട്ടേറിയറ്റിലുണ്ടാകും. നാളെയും മറ്റന്നാളുമായി സംസ്ഥാന സമിതിയും ചേരുന്നുണ്ട്. VV അരുൺ ചേരുന്നു. അരുൺ, ഈ യാത്രയുടെ അവലോകനം എന്നതിനപ്പുറം മറ്റു പല വിഷയങ്ങളുണ്ടല്ലോ. ബ്രഹ്മപുരം വിഷയമുണ്ട്, രാജയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരാൻ സാഹചര്യമുണ്ടോ? ഇത് ജനകീയ പ്രതിരോധ യാത്രയുടെ അവലോകനം തന്നെയാണ് പ്രധാന അജണ്ട. യാത്ര വിജയമെന്ന് CPM പ്രാഥമികമായി വിലയിരുത്തിയിരുന്നു. മറ്റു പ്രധാനപ്പെട്ട ഒരു അജണ്ടയുള്ളത് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളാണ്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളാണ് പ്രധാനമായും CPM ചർച്ച ചെയ്യുക. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നേരത്തെ പാർട്ടി തുടങ്ങി വച്ചു. അതിന്റെ ഭാഗമായി ആയിരുന്നു MV ഗോവിന്ദന്റെ യാത്രയും. ഇപ്പോൾ കുറച്ചുകൂടി താഴെത്തട്ടിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള തീരുമാനം ഇന്നും നാളെയും മറ്റന്നാളുമായി ചേർന്ന യോഗങ്ങളിൽ ഉണ്ടാകും. ശരി അരുൺ, തിരിച്ചു വരാം. ഇപ്പോൾ കെ സുരേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ഇന്ത്യയിലെ എല്ലാ വീടുകളിലും പൈപ്പ് ലൈൻ വഴിയുള്ള ശുദ്ധജലം എത്തിക്കുന്നതിനു വേണ്ടി നരേന്ദ്രമോദി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ പദ്ധതി. സംസ്ഥാന ഗവൺമെന്റുകളുടെ സഹായത്തോടുകൂടി എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്നതിനു വേണ്ടി ഓരോ സംസ്ഥാനങ്ങൾക്കും പ്രതിവർഷം ആയിരക്കണക്കിന് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നത്. എന്നാൽ കേരളത്തിൽ ഈ പദ്ധതിയിൽ സംസ്ഥാന ഗവൺമെന്റ് ആവശ്യമായ നീക്കിയിരിപ്പ് നടത്തുന്നില്ല എന്ന് മാത്രമല്ല, ജൽജീവൻ മിഷൻ പദ്ധതി വലിയ അഴിമതിക്കുള്ള അവസരമാക്കി സംസ്ഥാന ഗവൺമെന്റ് മാറ്റുകയാണ്. വിവിധ ജലശുദ്ധീകരണ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനും പൈപ്പ് ലൈൻ വഴി വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിനും ആവശ്യമായ കരാർ നൽകുന്നതിൽ വൻതോതിലുള്ള അഴിമതിയാണ് സംസ്ഥാന ഗവൺമെന്റും ജലവിഭവ വകുപ്പും നടത്തുന്നത്. ഈ അടുത്ത ദിവസം ഏറെ വിവാദമായ കോഴിക്കോട് ജില്ലയിലെ 2 ജലശുദ്ധീകരണ പ്ലാന്റുകളുടെ കരാർ സംബന്ധിച്ച് ഏതാണ്ട് 120 കോടി രൂപയുടെ അഴിമതിയാണ് സംസ്ഥാന മന്ത്രിമാരും BJP സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായ വിവാദ പരാമർശത്തിലടക്കം സുരേന്ദ്രന്റെ വിശദീകരണം ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തിരിച്ചുവരാൻ വളരെ പെട്ടെന്ന് അതിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഉണ്ടാകും. സുജാതയുടെ CPM നേതാവ് സുജാതയുടെ പരാതിയിലാണ് കേസെടുത്തത്. കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. പക്ഷേ ഈ സംഭവം നടന്നത് സുരേന്ദ്രൻ ഇങ്ങനെ ഒരു വിവാദ പ്രസ്താവന നടത്തിയത് തൃശ്ശൂർ വെച്ചാണ്. അപ്പോൾ സ്വാഭാവികമായും കേസ് അങ്ങോട്ട് തുടർ നടപടികൾക്കായി കൈമാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നന്ദകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. നന്ദൻ, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഇന്ന് പ്രതീക്ഷിക്കേണ്ടത്? ഒപ്പം തന്നെ കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായേക്കുമോ? ഈ സ്ത്രീത്വത്തെ അപമാനിക്കൽ, പരസ്യമായി അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകളൊക്കെ കൂട്ടിച്ചേർത്താണല്ലോ കേസെടുത്തിട്ടുള്ളത്. കേസുമായി ബന്ധപ്പെട്ട ഇന്ന് സംഭവിക്കാനിടയുള്ള സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ്?
ഗുഡ് മോർണിംഗ് രഞ്ജിനി, രഞ്ജിത്ത്. എന്തായാലും ഇപ്പോൾ CPM വനിതാ നേതാക്കൾക്കെതിരെ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നടത്തിയ ആ ഒരു വിവാദ പരാമർശം എന്തായാലും രാഷ്ട്രീയ കേരളത്തിൽ വലിയ തോതിൽ ചർച്ചയാവുക തന്നെയാണ്. എന്തായാലും CPM നേതാക്കൾ മാത്രമല്ല, കോൺഗ്രസ് നേതാക്കൾ അടക്കം ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണവുമായി രംഗത്തെത്തി. അതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് വീണ S. നായർ ഇതിൽ പരാതി നൽകുകയും ചെയ്യുന്നത്. ഇമെയിൽ വഴി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. എന്തായാലും ആ പരാതി പോലീസ് സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി S. സുജാതയുടെ പരാതി പോലീസിന് ലഭിക്കുന്നത്. കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലാണ് ഈ ഒരു പരാതി അവർ നൽകുകയും ചെയ്തത്. അതിനുശേഷമാണ് K. സുരേന്ദ്രനെതിരെ നടപടിയെടുക്കുകയും ചെയ്യുന്നത്. എന്തായാലും CPM നേതാക്കൾ ആദ്യം ഈ ഒരു വിഷയത്തിൽ പരാതി നൽകാൻ മടിച്ചപ്പോഴാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇടപെടുകയും പോലീസിൽ പരാതി നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും VD സതീശനും K. സുധാകരനും അടക്കമുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ CPMനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. കാരണം ഇത്തരത്തിൽ CPM വനിതാ നേതാക്കൾക്കെതിരെ ഒരു പരാമർശം നടത്തിയിട്ട് എന്തുകൊണ്ട് കേസ് എടുക്കുന്നില്ല, എന്തുകൊണ്ട് CPM മൗനം പാലിക്കുന്നു എന്നീ വിഷയങ്ങൾ ആദ്യം കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയെങ്കിലും പിന്നീട് CPM നേതാക്കൾക്കടക്കം ഈ വിഷയത്തിൽ രംഗത്തെത്തിയിരുന്നു. അത് മാത്രമല്ല, മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസും മറ്റു മന്ത്രിമാരും ഒക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ K. സുരേന്ദ്രനെതിരെ ആഞ്ഞടിക്കുന്ന രീതിയിലേക്കും കാര്യങ്ങൾ എത്തിയിരുന്നു. എന്തായാലും കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ IPC 509, 304A എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. എന്തായാലും കേസ് ഇപ്പോൾ തൃശൂർ പോലീസിലേക്ക് കൈമാറിയിരിക്കുകയാണ്. തൃശൂർ യൂണിറ്റിലേക്ക് കേസ് കൈമാറുമ്പോൾ ഇതിൽ വിശദമായ രീതിയിൽ ഒരു അന്വേഷണം നടത്താനും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, K. സുരേന്ദ്രൻ ഈ ഒരു വിഷയത്തിൽ നടത്തിയ ആ ഒരു പ്രസംഗവും അതുമാത്രമല്ല ആ പ്രസംഗത്തിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുകയും ചെയ്യും. ആ ടേപ്പുകളടക്കം ഇന്ന് പോലീസ് ശേഖരിക്കുകയും ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് K. സുരേന്ദ്രനെതിരെ മറ്റ് അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോവുകയും ചെയ്യുക. എന്തായാലും തൃശൂരിൽ നടന്ന BJPയുടെ സ്ത്രീ ശാക്തീകരണ സമ്മേളനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിലായിരുന്നു K. സുരേന്ദ്രന്റെ ഈ ഒരു വിവാദ പരാമർശം. എന്തായാലും സ്ത്രീ ശാക്തീകരണത്തിന്റെ വക്താക്കളായി അധികാരത്തിൽ വന്ന മാർക്സിസ്റ്റ് പാർട്ടിയിലെ വനിതാ നേതാക്കളെല്ലാം തടിച്ചുകൊഴുത്തു, നല്ല കാശ് അടിച്ചുമാറ്റി തടിച്ചുകൊഴുത്ത് പൂതനകളായി അവർ കേരളത്തിലെ സ്ത്രീകളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തുകയും ചെയ്തത്. എന്തായാലും ഈ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ വിവാദമുണ്ടായിരിക്കുകയാണ്. എന്തായാലും BJPയുടെ ഭാഗത്തു നിന്നും ഇതുവരെയും ഒരു പ്രതികരണം ഈ ഒരു വിഷയത്തിൽ എത്തിയിട്ടില്ല. എന്തായാലും കോൺഗ്രസ് ഈ വിഷയത്തിൽ പരാതി നൽകിയപ്പോൾ BJPയുടെ വക്താവായ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇത് ഒരു വനിതാ സമ്മേളനത്തിൽ BJPയുടെ തന്നെ വനിതാ സമ്മേളനത്തിൽ ഇത്തരം പരാമർശം നടത്തുന്നു. BJPയുടെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കളൊക്കെ അവിടെ അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. സുരേന്ദ്രൻ പ്രസംഗമധ്യേ ഇക്കാര്യം പറഞ്ഞു വെക്കുന്നു. അത് വലിയ വിവാദമാകുന്നു. കോൺഗ്രസ് ആദ്യം ഏറ്റെടുക്കുന്നു. പിന്നീട് CPM റിയാസ് അടക്കം മാധ്യമങ്ങളെ കണ്ട് വാർത്താ സമ്മേളനം നടത്തി ഈ വിഷയത്തിൽ ഒരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇവിടെ BJP നേതാക്കൾ ആരെങ്കിലും സുരേന്ദ്രനെ പിന്തുണയ്ക്കാൻ എത്തിയിട്ടില്ല ഈ ഘട്ടത്തിൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സുരേന്ദ്രൻ ഈ വിഷയത്തിൽ പാർട്ടിയിൽ ഒറ്റപ്പെട്ട സ്ഥിതിയുണ്ടോ? ഇത് മൊഴിയെടുക്കലടക്കം ഇനി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ആരെങ്കിലുമൊക്കെ തങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനെ സംരക്ഷിക്കാനായി വരണമല്ലോ. തീർച്ചയായും. എന്തായാലും സംസ്ഥാന അധ്യക്ഷനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് BJP സ്വീകരിക്കുകയും ചെയ്യുന്നത്. കോൺഗ്രസിനെതിരെ ആദ്യം ആഞ്ഞടിക്കുകയാണ് BJP ചെയ്തത്. അതായത് കോൺഗ്രസ് ഇത്തരത്തിൽ എന്തിനാണ് CPM നേതാക്കൾക്കെതിരെ പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളുമായി അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളുമായി മുന്നോട്ട് വരുന്നത് എന്നീ കാര്യമാണ് BJP ചോദിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ആ ഒരു കാര്യത്തിൽ കഴിഞ്ഞ ദിവസം P. സുധീർ അടക്കം വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോഴൊക്കെ തന്നെ K. സുരേന്ദ്രന്റെ ഈ ഒരു വിവാദ പരാമർശത്തെക്കുറിച്ച് അവർ അതിനെ യോജിക്കുന്ന നിലപാടാണ് അല്ലെങ്കിൽ അത് പിന്തുണയ്ക്കുന്ന നിലപാടാണ് BJP സ്വീകരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും കൂടുതൽ നേതാക്കൾ ഇന്ന് K. സുരേന്ദ്രന്റെ ഈ ഒരു വിവാദ പരാമർശത്തിൽ പ്രതികരിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, K. സുരേന്ദ്രന്റെ തന്നെ ഈ ഒരു പ്രതികരണത്തിന് മാധ്യമങ്ങൾ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ ഒരു വിവാദ പരാമർശം നടത്തി പോലീസ് കേസെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് മാത്രമല്ല, വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളടക്കം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുകയും K. സുരേന്ദ്രനെതിരെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. പോലീസിൽ നേരിട്ടും അല്ലാതെയും അതല്ലെങ്കിൽ ഇമെയിൽ വഴിയും ഒക്കെ തന്നെയാണ് ഇപ്പോൾ പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ BJP ഒരു വലിയ തോതിൽ പ്രതിരോധത്തിലാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന അധ്യക്ഷനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷനെ വലിയ തോതിൽ കൂടെ ചേർത്ത് നിർത്താൻ തന്നെയാണ് BJP ഇപ്പോൾ ശ്രമിക്കുകയും ചെയ്യുന്നത്. ആ ഒരു ലൈഫ് മിഷൻ കോഴക്കേസിൽ M. ശിവശങ്കറിന് കോടതിയുടെ വിമർശനം. നേരത്തെ ആരോഗ്യകാര്യങ്ങൾ പറഞ്ഞാണ് ജാമ്യമെടുത്തത്. അതിനുശേഷം സർവീസിൽ കയറി വിരമിക്കുന്നതുവരെ ജോലി ചെയ്തെന്നും കോടതി വിമർശിച്ചു. ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയിൽ വാദം തുടരുകയാണ്. എറണാകുളം സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് ശിവശങ്കർ ഹൈക്കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്ത ശിവശങ്കറിന് വേണ്ടി ഹാജരായി.
അരിക്കൊമ്പൻ ദൗത്യത്തിനെതിരെയുള്ള ഹർജി അല്പസമയത്തിനകം കോടതി പരിഗണിക്കും. അരിക്കൊമ്പനെ പിടികൂടി കോടനാട് എത്തിക്കാനുള്ള വനം വകുപ്പിന്റെ ഉത്തരവിനെതിരെയാണ് ഹർജി. ദൗത്യത്തിനുള്ള നടപടികൾ ഇന്ന് വരെ സ്റ്റേ ചെയ്തിരുന്നു. തിരുവനന്തപുരം ആസ്ഥാനമായ മൃഗസംരക്ഷണ സംഘടനയാണ് ഹർജി നൽകിയത്. ഹൈക്കോടതി നിലപാട് ഉറ്റുനോക്കുകയാണ് ചിന്നക്കരാൽ ശാന്തൻപാറ നിവാസികൾ. ബഫർ സോൺ വിഷയം സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് വിക്രം നാഥ്, ജസ്റ്റിസ് സഞ്ജയ് കൗൾ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ജനവാസ മേഖലയിൽ ഇളവുകൾ നൽകുന്ന അടക്കമുള്ള അപേക്ഷകൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉണ്ട്. മധു കേസിൽ വിധി നാളെ. അട്ടപ്പാടി മധു വധക്കേസിൽ മണ്ണാർക്കാട് SC/ST പ്രത്യേക കോടതി നാളെ വിധി പറയും. 16 പ്രതികളുള്ള കേസിൽ മുഴുവൻ പ്രതികൾക്കും ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മധുവിന്റെ കുടുംബം. അട്ടപ്പാടിയിൽ ആൾക്കൂട്ടമർദ്ദനത്തിനിരയായി ആദിവാസി യുവാവ് മധു കൊല്ലപ്പെട്ട കേസിൽ മണ്ണാർക്കാട് SC/ST കോടതിയാണ് വിധി പറയുന്നത്. സംഭവം നടന്ന് 4 വർഷങ്ങൾക്ക് ശേഷം വിധി പറയുമ്പോൾ നീതി പുലരുമെന്ന പ്രതീക്ഷയിലാണ് മധുവിന്റെ കുടുംബം. 2018 ഫെബ്രുവരി 22-നാണ് മധു കൊല്ലപ്പെടുന്നത്. പ്രതികളെല്ലാം മധുവിന്റെ നാട്ടുകാർ തന്നെ. അതിൽ രാഷ്ട്രീയ സ്വാധീനമുള്ളവരും പണക്കാരുമുണ്ട്. അതിനാൽ ഒട്ടേറെ ഭീഷണികളും സമ്മർദ്ദങ്ങളും മധുവിന്റെ കുടുംബത്തിന് നേരിടേണ്ടി വന്നു. ശിക്ഷ കിട്ടുമെന്ന് തന്നെ എൻ്റെ പോരാട്ടം, കിട്ടിയിരിക്കണം, അത്രേ ഉള്ളൂ. ഏറെ സംഭവബഹുലമായിരുന്നു കേസിന്റെ വിചാരണക്കാലം. 2022 ഏപ്രിൽ 28-നാണ് സാക്ഷി വിസ്താരം തുടങ്ങിയത്. എന്നാൽ സാക്ഷികൾ നിരന്തരം കൂറുമാറി തുടങ്ങിയതോടെ മധുവിന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചു. വിസ്താരം നിർത്തിവെക്കാൻ നിർദ്ദേശിച്ച ഹൈക്കോടതി സാക്ഷികൾക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ടു. 2022 ജൂലൈ 18-നാണ് വിസ്താരം പുനരാരംഭിക്കുന്നത്. പരമാവധി അവർക്ക് ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം എൻ്റെ മധുവിന് നീതി കിട്ടണം. അവൻ അനുഭവിച്ച വേദന എൻ്റെ മനസ്സിൽ നിന്ന് മാറില്ല. അതുപോലെ ഞങ്ങളും അവൻ മരിച്ചതിന് ശേഷം അനുഭവിച്ച വേദനകളും മാറില്ല. പ്രോസിക്യൂഷൻ 103 സാക്ഷികളെ വിസ്തരിച്ചു. 24 പേർ കൂറുമാറിയ ഒരാൾ പിന്നീട് കോടതിയിൽ പ്രോസിക്യൂഷന് അനുകൂലമായി മൊഴി നൽകിയത് നിർണായകമായി. മാർച്ച് 10-നാണ് കേസിൽ അന്തിമവാദം പൂർത്തിയായത്. അട്ടപ്പാടി മധു കേസിൽ കഴിഞ്ഞ 4 വർഷമായി നീതിക്കായുള്ള കാത്തിരിപ്പിലാണ് മധുവിന്റെ കുടുംബം. നാളെ കോടതി വിധി പറയാനൊരുങ്ങുമ്പോൾ നീതി കിട്ടുമെന്ന പ്രതീക്ഷയാണ് ഇവർക്ക്. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18 പാലക്കാട്. ഇടവേള. The very best of India will be on one grand stage. Celebrating the extraordinary achievements of ordinary people. Poonawalla FinCorp presents News 18 Rising India Real Heroes. 29th and 30th March on News 18 Network. Presented by Poonawalla FinCorp Limited, enabling dreams. വാർത്താ സമ്മേളനം ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. BJP മാധ്യമങ്ങളെ കണ്ട് അവരുടെ നിലപാട് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ സുരേന്ദ്രന്റെ പരാമർശം, അതിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഉണ്ടാകും. CPM നേതാവ് CS സുജാതയുടെ പരാതിയിലാണ് കേസെടുത്തത്. കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. പക്ഷേ ഈ സംഭവം നടന്നത് സുരേന്ദ്രൻ ഇങ്ങനെ ഒരു വിവാദ പരാമർശം പ്രസ്താവന നടത്തിയത് തൃശ്ശൂർ വെച്ചാണ്. അപ്പോൾ സ്വാഭാവികമായും കേസ് അങ്ങോട്ട് തുടർ നടപടികൾക്കായി കൈമാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നന്ദകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും ചേർന്ന്. നന്ദൻ, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഇന്ന് പ്രതീക്ഷിക്കേണ്ടത്? ഒപ്പം തന്നെ കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായേക്കുമോ? ഈ സ്ത്രീത്വത്തെ അപമാനിക്കൽ, പരസ്യമായി അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകളൊക്കെ കൂട്ടിച്ചേർത്താണല്ലോ കേസെടുത്തിട്ടുള്ളത്. കേസുമായി ബന്ധപ്പെട്ട ഇന്ന് സംഭവിക്കാനിടയുള്ള സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ്?
ഗുഡ് മോർണിംഗ് രഞ്ജിനി, രഞ്ജിത്ത്. എന്തായാലും ഇപ്പോൾ CPM വനിതാ നേതാക്കൾക്കെതിരെ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നടത്തിയ ആ ഒരു വിവാദ പരാമർശം എന്തായാലും രാഷ്ട്രീയ കേരളത്തിൽ വലിയ തോതിൽ ചർച്ചയാവുക തന്നെയാണ്. എന്തായാലും CPM നേതാക്കൾ മാത്രമല്ല, കോൺഗ്രസ് നേതാക്കൾ അടക്കം ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണവുമായി രംഗത്തെത്തി. അതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് വീണ എസ് നായർ ഇതിൽ പരാതി നൽകുകയും ചെയ്യുന്നത്. ഇമെയിൽ വഴി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. എന്തായാലും ആ പരാതി പോലീസ് സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി എസ് സുജാതയുടെ പരാതി പോലീസിന് ലഭിക്കുന്നത്. കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലാണ് ഈ ഒരു പരാതി അവർ നൽകുകയും ചെയ്തത്. അതിനുശേഷമാണ് K. സുരേന്ദ്രനെതിരെ നടപടിയെടുക്കുകയും ചെയ്യുന്നത്. എന്തായാലും CPM നേതാക്കൾ ആദ്യം ഈ ഒരു വിഷയത്തിൽ പരാതി നൽകാൻ മടിച്ചപ്പോഴാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇടപെടുകയും പോലീസിൽ പരാതി നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും VD സതീശനും K. സുധാകരനും അടക്കമുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ CPMനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. കാരണം ഇത്തരത്തിൽ CPM വനിതാ നേതാക്കൾക്കെതിരെ ഒരു പരാമർശം നടത്തിയിട്ട് എന്തുകൊണ്ട് കേസ് എടുക്കുന്നില്ല, എന്തുകൊണ്ട് CPM മൗനം പാലിക്കുന്നു എന്നീ വിഷയങ്ങൾ ആദ്യം കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയെങ്കിലും പിന്നീട് CPM നേതാക്കൾക്കടക്കം ഈ വിഷയത്തിൽ രംഗത്തെത്തിയിരുന്നു. അത് മാത്രമല്ല, മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസും മറ്റു മന്ത്രിമാരും ഒക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ K. സുരേന്ദ്രനെതിരെ ആഞ്ഞടിക്കുന്ന രീതിയിലേക്കും കാര്യങ്ങൾ എത്തിയിരുന്നു. എന്തായാലും കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ IPC 509, 304A എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. എന്തായാലും കേസ് ഇപ്പോൾ തൃശൂർ പോലീസിലേക്ക് കൈമാറിയിരിക്കുകയാണ്. തൃശൂർ യൂണിറ്റിലേക്ക് കേസ് കൈമാറുമ്പോൾ ഇതിൽ വിശദമായ രീതിയിൽ ഒരു അന്വേഷണം നടത്താനും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, K. സുരേന്ദ്രൻ ഈ ഒരു വിഷയത്തിൽ നടത്തിയ ആ ഒരു പ്രസംഗവും അതുമാത്രമല്ല ആ പ്രസംഗത്തിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുകയും ചെയ്യും. ആ ടേപ്പുകളടക്കം ഇന്ന് പോലീസ് ശേഖരിക്കുകയും ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് K. സുരേന്ദ്രനെതിരെ മറ്റ് അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോവുകയും ചെയ്യുക. എന്തായാലും തൃശൂരിൽ നടന്ന BJPയുടെ സ്ത്രീ ശാക്തീകരണ സമ്മേളനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിലായിരുന്നു K. സുരേന്ദ്രന്റെ ഈ ഒരു വിവാദ പരാമർശം. എന്തായാലും സ്ത്രീ ശാക്തീകരണത്തിന്റെ വക്താക്കളായി അധികാരത്തിൽ വന്ന മാർക്സിസ്റ്റ് പാർട്ടിയിലെ വനിതാ നേതാക്കളെല്ലാം തടിച്ചുകൊഴുത്തു, നല്ല കാശ് അടിച്ചുമാറ്റി തടിച്ചുകൊഴുത്ത് പൂതനകളായി അവർ കേരളത്തിലെ സ്ത്രീകളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തുകയും ചെയ്തത്. എന്തായാലും ഈ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ വിവാദമുണ്ടായിരിക്കുകയാണ്. എന്തായാലും BJPയുടെ ഭാഗത്തു നിന്നും ഇതുവരെയും ഒരു പ്രതികരണം ഈ ഒരു വിഷയത്തിൽ എത്തിയിട്ടില്ല. എന്തായാലും കോൺഗ്രസ് ഈ വിഷയത്തിൽ പരാതി നൽകിയപ്പോൾ BJPയുടെ വക്താവായ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇത് ഒരു വനിതാ സമ്മേളനത്തിൽ BJPയുടെ തന്നെ വനിതാ സമ്മേളനത്തിൽ ഇത്തരം ഒരു പരാമർശം നടത്തുന്നു. BJPയുടെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കളൊക്കെ അവിടെ അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. സുരേന്ദ്രൻ പ്രസംഗമധ്യേ ഇക്കാര്യം പറഞ്ഞു വെക്കുന്നു. അത് വലിയ വിവാദമാകുന്നു. കോൺഗ്രസ് ആദ്യം ഏറ്റെടുക്കുന്നു. പിന്നീട് CPM റിയാസ് അടക്കം മാധ്യമങ്ങളെ കണ്ട് വാർത്താ സമ്മേളനം നടത്തി ഈ വിഷയത്തിൽ ഒരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇവിടെ BJP നേതാക്കൾ ആരെങ്കിലും സുരേന്ദ്രനെ പിന്തുണയ്ക്കാൻ എത്തിയിട്ടില്ല ഈ ഘട്ടത്തിൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സുരേന്ദ്രൻ ഈ വിഷയത്തിൽ പാർട്ടിയിൽ ഒറ്റപ്പെട്ട സ്ഥിതിയുണ്ടോ? ഇത് മൊഴിയെടുക്കലടക്കം ഇനി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ആരെങ്കിലുമൊക്കെ തങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനെ സംരക്ഷിക്കാനായി വരണമല്ലോ. കൊച്ചി കോർപ്പറേഷനിൽ വീണ്ടും പ്രതിപക്ഷ പ്രതിഷേധം. പ്രതിപക്ഷം ബഹിഷ്കരിച്ച് പുറത്തിറങ്ങി. ബജറ്റ് ചർച്ചയ്ക്കിടെയാണ് കൗൺസിലർമാർ പ്രതിഷേധിച്ചത്. നേരത്തെ നടന്ന ലാത്തിചാർജിൽ ഗുരുതര പരിക്കേറ്റ UDF കൗൺസിലർ വീൽ ചെയറിലെത്തി. തൃപ്പൂണിത്തുറ കസ്റ്റഡി മരണത്തിൽ അന്വേഷണം തുടരുകയാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ K. സേതുരാമൻ. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. SI മരിച്ച മനോഹരനെ അടിച്ചതായി തെളിഞ്ഞതുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തത്. ഒപ്പമുണ്ടായിരുന്ന പോലീസുകാർ മർദ്ദിച്ചതായി തെളിവില്ലെന്നും കമ്മീഷണർ പറഞ്ഞു. K. സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം അത് ഏതെങ്കിലും ഒരു വ്യക്തിയെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി ഞാൻ നടത്തിയതല്ല. അതൊരു ആസുരിക ശക്തിയുടെ പ്രതീകമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പരാമർശമാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയെ ഉദ്ദേശിച്ച് ഞാൻ പൂതന എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ വ്യക്തിക്ക് എനിക്കെതിരെ ഒരു കേസ് കൊടുക്കാം. ഇതിപ്പോ സംഭവിച്ചിരിക്കുന്നത് അഴിമതി. ഞാൻ പറയട്ടെ, എന്നെ വിശദീകരിക്കാൻ സമ്മതിക്കൂ. അഴിമതിക്കാർ തടിച്ചു കൊഴുക്കുന്നു എന്നുള്ളത് കേരളത്തിൽ ആദ്യമായിട്ടാണോ ഒരാൾ പരാമർശം നടത്തുന്നത്? അഴിമതിക്കാരായ ഞാൻ എന്റെ പ്രസംഗം മുഴുവൻ കേൾക്കാതെ കുബുദ്ധികളായിട്ടുള്ള ചില ആളുകള് പിന്നെ അതിലൊരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് ഞാൻ പ്രസംഗിച്ചതിന്റെ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. സ്ത്രീ ശാക്തീകരണത്തിന്റെ വക്താക്കളായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന CPMന്റെ വനിതാ നേതാക്കൾ
കുടുംബശ്രീയും മൻരേഗയും അടക്കമുള്ള പദ്ധതികളിൽ നിന്ന് തട്ടിപ്പ് നടത്തി വൻതോതിൽ തടിച്ചു കൊടുത്ത് പൂതനകളെപ്പോലെ സ്ത്രീകളെ ആക്ഷേപിക്കുകയാണ് കേരളത്തിൽ. ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിലേതെങ്കിലും തരത്തിൽ വ്യക്തിപരമായ ആരെയും ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടില്ല. അങ്ങനെ അഴിമതിക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചുള്ള ഒരു ജനറൽ പരാമർശം മാത്രമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. ഇനി പറയട്ടെ. അല്ല, ശരി, ഓക്കെ, സമ്മതിച്ചു. എനിക്ക് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഇപ്പൊ വളരെ വലിയൊരു ബഹളം വെച്ച് ഇറങ്ങിയിരിക്കുന്നല്ലോ. കോൺഗ്രസിന്റെ നേതാക്കൾ ആരെങ്കിലും വി.ഡി. സതീശനെ പോലുള്ള ഒരു പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഇത്രയും കാലമായിട്ടും കോൺഗ്രസിന്റെ വനിതാ നേതാക്കൾക്കെതിരായി കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നത തലത്തിലിരിക്കുന്ന നേതാക്കന്മാർ നടത്തിയ ഏതെങ്കിലും ഒരു പരാമർശത്തിൽ കേസ് കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടുണ്ടോ? മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ വി.എസ്. അച്യുതാനന്ദൻ ലതിക സുഭാഷിനെതിരെ എത്രയും മ്ലേച്ഛമായിട്ടുള്ള ഒരു പരാമർശം നടത്തി പേരെടുത്ത് പറഞ്ഞ് വി.ഡി. സതീശൻ എവിടെയായിരുന്നു? CPM-ന്റെ ഉന്നത നേതാവും രാജ്യസഭാംഗവുമായിരുന്ന വിജയരാഘവൻ അവരുടെ പാർലമെന്റ് അംഗമായ ബഹുമാനപ്പെട്ട രമ്യ ഹരിദാസിനെ കുഞ്ഞാലിക്കുട്ടിയുമായി നടത്തിയ സന്ദർശനത്തിന്റെ പേരിൽ എത്രമാത്രം നീചമായ ഒരു പരാമർശം നടത്തി കേസെടുത്തിട്ടുണ്ടാവും? ഷാനിമോൾ ഉസ്മാനെതിരായിട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ജി. സുധാകരൻ നടത്തിയ പരാമർശം വി.ഡി. സതീശന്റെ ഒരു പ്രസ്താവനയും ഞാൻ കണ്ടിട്ടില്ല. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ക്യാമ്പിൽ പങ്കെടുത്ത ഒരു പെൺകുട്ടി, ദളിത് പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട കേസിൽ ഒരു അന്വേഷണത്തിനും ആ കേസ് നേരിട്ട് വി.ഡി. സതീശന്റെ മുമ്പിൽ വന്നിട്ട്, നമ്മുടെ നാട്ടില് ഒരു സ്ത്രീ പീഡന കേസ് നേരിട്ട് ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകന്റെ മുമ്പിൽ വന്നാൽ തന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ക്യാമ്പിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു ദളിത് പെൺകുട്ടി പരാതിയുമായി വി.ഡി. സതീശനെ സമീപിച്ചിട്ടും വി.ഡി. സതീശൻ അതിനുവേണ്ടി രംഗത്തിറങ്ങാൻ തയ്യാറായിട്ടില്ല. നോക്കൂ, നിങ്ങൾ ഇതുപോലെ നിരവധി ആളുകൾ, കെ. സുധാകരൻ പൂതന പരാമർശം നടത്തി, വ്യക്തികളെ പേര് പറഞ്ഞു. ഞാൻ ഒരു വ്യക്തിയെ പറഞ്ഞിട്ടില്ല. എത്രയെത്ര സംഭവങ്ങൾ കേരളത്തിലുണ്ടായിരിക്കുന്നു. അന്നൊന്നും കേസെടുക്കാത്ത ആളുകൾ, കോൺഗ്രസിനാണ് ഇപ്പോൾ വലിയ ആവേശം, കേസെടുത്തേ പറ്റൂ. ഞാൻ ഒരു സ്ത്രീയെയും അപമാനിക്കുന്ന ഒരു പരാമർശവും നടത്തിയിട്ടില്ല. കേസ് ഇപ്പോൾ കോടതിയിലാണ്. CPM കേസ് കൊടുത്തിരിക്കുന്നു. സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വ്യക്തിപരമായ യാതൊരു പരാമർശവും നടത്തിയിട്ടില്ല. CPM-ന്റെ അഴിമതിക്കെതിരെയാണ് ഈ വാക്ക് ഉപയോഗിച്ചതെന്ന് സുരേന്ദ്രൻ പറയുന്നു. വ്യക്തിപരമായി പരാമർശം നടത്തിയാൽ മാത്രമേ കേസുമായി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള അതിന്റെ വിശദീകരണം. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. തീർച്ചയായും എന്തായാലും സംസ്ഥാന അധ്യക്ഷനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് BJP സ്വീകരിക്കുകയും ചെയ്യുന്നത്. കോൺഗ്രസിനെതിരെ ആദ്യം ആഞ്ഞടിക്കുകയാണ് BJP ചെയ്തത്. അതായത് കോൺഗ്രസ് ഇത്തരത്തിൽ എന്തിനാണ് CPM നേതാക്കൾക്കെതിരെ പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളുമായി അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളുമായി മുന്നോട്ട് വരുന്നത് എന്നീ കാര്യമാണ് BJP ചോദിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ആ ഒരു കാര്യത്തിൽ കഴിഞ്ഞ ദിവസം P. സുധീർ അടക്കം വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോഴൊക്കെ തന്നെ കെ. സുരേന്ദ്രന്റെ ഈ ഒരു വിവാദ പരാമർശത്തെക്കുറിച്ച് അവർ അതിനെ യോജിക്കുന്ന നിലപാടാണ് അല്ലെങ്കിൽ അത് പിന്തുണയ്ക്കുന്ന നിലപാടാണ് BJP സ്വീകരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും കൂടുതൽ നേതാക്കൾ ഇന്ന് കെ. സുരേന്ദ്രന്റെ ഈ ഒരു വിവാദ പരാമർശത്തിൽ പ്രതികരിക്കുകയും ചെയ്യും. അത് മാത്രമല്ല കെ. സുരേന്ദ്രന്റെ തന്നെ ഈ ഒരു പ്രതികരണത്തിന് മാധ്യമങ്ങൾ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇത്തരത്തിലൊരു വിവാദ പരാമർശം നടത്തി പോലീസ് കേസെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് മാത്രമല്ല വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളടക്കം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുകയും കെ. സുരേന്ദ്രനെതിരെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. പോലീസിൽ നേരിട്ടും അല്ലാതെയും അതല്ലെങ്കിൽ ഇമെയിൽ വഴിയും ഒക്കെ തന്നെയാണ് ഇപ്പോൾ പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ BJP ഒരു വലിയ തോതിൽ പ്രതിരോധത്തിലാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന അധ്യക്ഷനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷനെ വലിയ തോതിൽ കൂടെ ചേർത്ത് നിർത്താൻ തന്നെയാണ് BJP ഇപ്പോൾ ശ്രമിക്കുകയും ചെയ്യുന്നത്. ആ ഒരു വിഷയത്തിൽ BJPയുടെ വാർത്താ സമ്മേളനം ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. BJP മാധ്യമങ്ങളെ കണ്ട് അവരുടെ നിലപാട് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ കെ. സുരേന്ദ്രന്റെ പരാമർശം, അതിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഉണ്ടാകും. CPM നേതാവ് CS സുജാതയുടെ പരാതിയിലാണ് കേസെടുത്തത്. കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. പക്ഷേ ഈ സംഭവം നടന്നത്
സുരേന്ദ്രൻ ഇങ്ങനെ ഒരു വിവാദ പരാമർശം പ്രസ്താവന നടത്തിയത് തൃശ്ശൂർ വെച്ചാണ്. അപ്പോൾ സ്വാഭാവികമായും കേസ് അങ്ങോട്ട് തുടർ നടപടികൾക്കായി കൈമാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നന്ദകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. നന്ദൻ, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഇന്ന് പ്രതീക്ഷിക്കേണ്ടത്? ഒപ്പം തന്നെ കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായേക്കുമോ? ഈ സ്ത്രീത്വത്തെ അപമാനിക്കൽ, പരസ്യമായി അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകളൊക്കെ കൂട്ടിച്ചേർത്താണല്ലോ കേസെടുത്തിട്ടുള്ളത്. കേസുമായി ബന്ധപ്പെട്ട ഇന്ന് സംഭവിക്കാനിടയുള്ള സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് രഞ്ജിനി, രഞ്ജിത്ത്. എന്തായാലും ഇപ്പോൾ CPM വനിതാ നേതാക്കൾക്കെതിരെ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നടത്തിയ ആ ഒരു വിവാദ പരാമർശം എന്തായാലും രാഷ്ട്രീയ കേരളത്തിൽ വലിയ തോതിൽ ചർച്ചയാവുക തന്നെയാണ്. എന്തായാലും CPM നേതാക്കൾ മാത്രമല്ല, കോൺഗ്രസ് നേതാക്കൾ അടക്കം ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണവുമായി രംഗത്തെത്തി. അതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് വീണ S. നായർ ഇതിൽ പരാതി നൽകുകയും ചെയ്യുന്നത്. ഇമെയിൽ വഴി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. എന്തായാലും ആ പരാതി പോലീസ് സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി S. സുജാതയുടെ പരാതി പോലീസിന് ലഭിക്കുന്നത്. കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലാണ് ഈ ഒരു പരാതി അവർ നൽകുകയും ചെയ്തത്. അതിനുശേഷമാണ് K. സുരേന്ദ്രനെതിരെ നടപടിയെടുക്കുകയും ചെയ്യുന്നത്. എന്തായാലും CPM നേതാക്കൾ ആദ്യം ഈ ഒരു വിഷയത്തിൽ പരാതി നൽകാൻ മടിച്ചപ്പോഴാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇടപെടുകയും പോലീസിൽ പരാതി നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും VD സതീശനും K. സുധാകരനും അടക്കമുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ CPMനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. കാരണം ഇത്തരത്തിൽ CPM വനിതാ നേതാക്കൾക്കെതിരെ ഒരു പരാമർശം നടത്തിയിട്ട് എന്തുകൊണ്ട് കേസ് എടുക്കുന്നില്ല, എന്തുകൊണ്ട് CPM മൗനം പാലിക്കുന്നു എന്നീ വിഷയങ്ങൾ ആദ്യം കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയെങ്കിലും പിന്നീട് CPM നേതാക്കൾക്കടക്കം ഈ വിഷയത്തിൽ രംഗത്തെത്തിയിരുന്നു. അത് മാത്രമല്ല, മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസും മറ്റു മന്ത്രിമാരും ഒക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ K. സുരേന്ദ്രനെതിരെ ആഞ്ഞടിക്കുന്ന രീതിയിലേക്കും കാര്യങ്ങൾ എത്തിയിരുന്നു. എന്തായാലും കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ IPC 509, 304A എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. എന്തായാലും കേസ് ഇപ്പോൾ തൃശ്ശൂർ പോലീസിലേക്ക് കൈമാറിയിരിക്കുകയാണ്. തൃശ്ശൂർ യൂണിറ്റിലേക്ക് കേസ് കൈമാറുമ്പോൾ ഇതിൽ വിശദമായ രീതിയിൽ ഒരു അന്വേഷണം നടത്താനും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, K. സുരേന്ദ്രൻ ഈ ഒരു വിഷയത്തിൽ നടത്തിയ ആ ഒരു പ്രസംഗവും അതുമാത്രമല്ല ആ പ്രസംഗത്തിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുകയും ചെയ്യും. ആ ടേപ്പുകളടക്കം ഇന്ന് പോലീസ് ശേഖരിക്കുകയും ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് K. സുരേന്ദ്രനെതിരെ മറ്റ് അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോവുകയും ചെയ്യുക. എന്തായാലും തൃശ്ശൂരിൽ നടന്ന BJPയുടെ സ്ത്രീ friends from media present here, first of all, very good morning. We have gathered here to announce the schedule for the Karnataka election and the by-elections. You may recall that after the successful and peaceful conduct of elections in the 3 states of the Northeast, just early this year, it is now time to move to the southern part of the country. What a stark difference in terms of geography, culture, and varied challenges that we have in 2 different sets of states where we are doing the elections. The challenges in Northeast were very different than what we have in Karnataka. But what remains consistent and constant is our commitment to deliver a free, fair, transparent, and inducement-free election. So be it Northeast, South, across the length and breadth of the country, we are committed to do it. And you may recall that the challenges in the recently held elections were more in terms of controlling the violence, handling the tough topography, making the logistical arrangements, making machines move, the electoral machinery move. Whereas in Karnataka, the challenges are of different nature, which I will elaborate. Well, you eagerly must be waiting for the schedule straightway, but just give me 15 minutes, 10 to 15 minutes to tell you the basics profiling. The term of Karnataka Legislative Assembly is till 24th of May 2023. So we have to complete the entire process before that. There are 224 assembly constituencies, of which 36 are reserved for the SCs and 15 are reserved for the STs. Let me just also tell you the electors' profile in the state, because a healthy electoral roll is a prerequisite and a foundation for any election activity and an exercise. Total electors in the states are 5.21 crores, of which male electors are 2.62 and female electors are around 2.59, almost equal. And during the SSR exercise which we completed, the Commission laid special emphasis on the
as I have been repeatedly saying, on the inclusive part of the electoral roll and also the human part of the electoral roll. What does it entail? It means we laid special emphasis on registration of new age voters between 18 to 19 years, women, transgenders, persons with disabilities, and also in Karnataka on the particularly vulnerable tribal groups, who are the disadvantaged groups. If you look at any human development indices, the particularly vulnerable tribal groups are the one who are at the lowest of the ladder. So we said we'll have a special outreach. I'll touch on that in one of the slides. The role gender ratio in the state stands at 988, which is very healthy. And the copies of the electoral rolls, including the process by which it was prepared, have all been shared with the political parties. And the involvement was at every stage. So friends, senior citizens and PWDs, as we have been putting a special emphasis on this part, and it's important in case of Karnataka because it will happen first time in Karnataka. The total number of 80 plus electors is 12.15 lakhs. So you would see that it's an increase of 32% from the 2018. And they also includes 16,976 proud electors who are 100 plus. We'll be having a special outreach for all of them. The persons with disabilities, as you would see a sharp increase because of our focus, has increased to 5.55 lakhs. This is an increase of close to 150% over 2018. And you may ask me how it has happened. It's the social justice departments of the states give scholarships to various persons with disabilities. We also collected data from them so that, we can have an outreach. We can go to their houses and have a special outreach to persuade them, to facilitate them to become our voters. And this is the result of that. And through your medium, we would like to welcome them, pay our gratitudes to all the senior citizens and the persons with disabilities, transgenders, to please come and participate with all vigor in the election, and we are having a special attempt for that, which includes that for the first time, this facility for voting from home would be available in Karnataka to the 80 plus voters and also to the persons with disabilities. It has been a very successful and very reassuring and very happy experience for all of us in the commission. To just report through you, in recently 5 state elections which we have had recently, Himachal, Gujarat, Tripura, Meghalaya and Nagaland, over 73,200 persons with disabilities and 80 plus senior citizens, we have been able to go to their house and take their votes. I mean, for one vote, 3 to 4 persons go. All the political parties are informed, it's videographed so that secrecy is not compromised. But it is worth the effort. It puts a pressure on the administration, on the already strained administration during the elections. But फिर भी इसमें जाना, वोट को लेना घर से सीनियर सिटीजन्स और पीडब्ल्यूडीज का एक बहुत ही सुखद अनुभूति है और इसको हम आने वाले इलेक्शंस में और इसमें लगातार सुदृढ़ करते रहेंगे. So coming to the inclusive elections and connecting with the youth, which is very critical in case of all the elections, but more so in Karnataka and in terms of youth and urban. I'll tell you how. So the first time voters in Karnataka, because of our special effort as I just mentioned, has increased from 18 to 19 by 9.17 lakhs. And the young electors gender ratio, which was low at 720, has increased to 820. It's a jump of 100%. So means we have been able to get more and more girls in the age of 18 to 19 registered in our electoral rolls. So it's far more gender sensitive now. And all young voters who are turning 18 years
by 1st of April 2023 will be able to vote in this forthcoming election. So this again आपके माध्यम से मैं इसको फिर से बताना चाहता हूँ. कमीशन के एफर्ट से 4 क्वालिफाइंग डेट्स का अमेंडमेंट लॉ में हुआ था कि हर क्वार्टर की फर्स्ट डेट. तो हमने एडवांस में एप्लीकेशन जो लेने का प्रोसेस शुरू किया, उसमें 1 अप्रैल को जो लोग 18 ईयर्स के होने वाले हैं उनकी पिटीशन हमारे पास पहले से आके रखी हैं, और वो भी लोग 41,000 ऐसे हैं जो बिकॉज ऑफ दिस चेंज इन अमेंडमेंट वुड बी एबल टू कास्ट देयर वोट. अदरवाइज दे वुड हैव टू वेट, they would have waited for the next year 1st of January to become eligible. So this is the power of that amendment which we I've just wanted to tell you. And youth participation in the electoral process, as you know, brings in the required energy and rhythm, yielding to a more vibrant and argumentative electoral process, participative electoral process, which is again a very healthy sign for the democracy. And as our National Voters Day theme was, there is nothing like voting. So this is what we are popularizing amongst the youth, and through you also requesting that they, when we have taken so much of effort to make them voters, let them also respond by coming to the polling stations on the date which we'll announce now. Coming to the particularly vulnerable tribal groups, as are again a human face and an inclusive agenda for the electoral rolls. The purity and the inclusiveness and the health of electoral rolls is one of the focus of the Commission, more so this year. So there are 2 PVTGs in Karnataka, Jhenukurba and Koraga tribes. And the total population is 46,852 and 18 plus is 30,507. And you would be happy to know that we have been able to enroll 100%. Primitive, these 2 PVTGs. और इनके लिए 40 एथनिक बूथ भी हम बना रहे हैं, ताकि वो अपने वैल्यू में, अपने तरीके से they feel happy participating in our elections. Similarly for transgenders, total transgenders in the state as per the records of the department concerned is 42,756, and we have been able to enroll through our outreach in our process 41,312, which is again almost complete. कुछ ऐसे भी लोग हैं जो अपने आप को इलेक्टोरल रोल में एज ट्रांसजेंडर मार्क नहीं कराना चाहते. हमारी उनसे अपील है कि अगर ऐसे कुछ लोग छूट गए तो जिस फॉर्म में, जिस सेंसिटिविटीज के साथ वो अपने आप को अटैच मार्क कराना चाहते हैं, हम उसमें एक कदम उनसे आगे बढ़ के उनकी मदद करेंगे और उनको ऐड करेंगे. नाउ आफ्टर वोटर्स, टू गिव यू ए फील एंड ए ओवरव्यू ऑफ द पोलिंग स्टेशंस, there are 58,282 polling stations in the state of Karnataka, of which 20,866 are urban. And I'll tell you what special efforts are required for these urban area polling stations. Average electors per polling stations comes to 883, and we'll be doing as usual the 50% webcasting, which comes to 29,140. On all these sensitive booths which have been identified, we take 4-5 measures. Either there would be a CAPF, or there would be webcasting, or there would be a micro observer. It's a combination, and cumulatively, through a combination of all of this, we tend to put more vigor and vigil on the sensitive booths. For enhanced voter experience, how do we ensure that voters feel happy, want to come to the booth and take part in the festival of democracy? There would be close to 1,320 polling stations which would be managed exclusively by the women. ये भी उनके हर इलेक्शन में हम कर रहे हैं, उनके एक एम्पावरमेंट का भी पार्ट है. There is a feeling that yes, we can do it, and election exercises in the even remote places, there were booths in the recently held elections which were all managed by the women, including the security personnel. और इसी तरीके से 240
polling stations would be model polling stations जिसमें इको फ्रेंडली और ग्रीन बूथ्स उनको बनाएंगे। और ये वोटिंग में तो हम पोलिंग स्टेशंस को भी अपने यूथ जो एम्प्लॉयज हैं उनसे मैनेज करें। तो जो भी यंगेस्ट एम्प्लॉयज हैं जिस डिस्ट्रिक्ट में जो भी अपॉइंटमेंट्स रिसेंट हुए हैं उन्हीं को ट्रेन करके उनको भी एम्पावर कर रहे हैं। तो इसलिए 224 such booths would be set up which would be managed by only the youngest possible the employees of the government, and 100 booths would be managed purely by the persons with disability. We have started another attempt from the last 3 elections, which is a ongoing effort, that we want to make now the availability of AMF almost permanent in all these schools. And here in Karnataka, we are progressing quite well. As you would see on the slide, we are almost 98-97% in terms of all the parameters, which are ramps, toilets, electricity. I am sure that, and hopefully, in this election, the time is still there till the elections polling stations are prepared. Whatever 1 or 2% in each category is left, we have emphasized to the state government, for which we have got a quite firm assurance that they will try and convert 100% facilities in all these schools on a permanent basis. And if this happens, which I am sure, which we are all sure would happen, that's a goal to aspire for the elections coming during the current years in the later this year and also the general election. So friends, now coming to the urban apathy. This is one area, as I said, that in Karnataka the areas of concerns would be different. So urban apathy is one, and money power is another, which will come to after this. So in urban apathy, the total voter turnout in the state is 72.4 in 2018. Against this, as you know, the overall country, if you look at the 2019 general elections, तो जो 20 टॉप के कॉन्स्टिट्यूएंसीज हैं जिनमें सबसे कम वोटिंग हुई, उनमें से 9 अर्बन एरिया में, इसके नाम यहाँ दिए हैं, मैं ज़्यादा नहीं पढ़ना चाहता, बट दे आर इन द टॉप 20. एंड इफ यू लुक एट दी कर्नाटका, तो जहां 72% वोटिंग है, वहां बेंगलोर के साउथ, नॉर्थ, सेंट्रल और बंगलौर में वो वोटिंग काफी कम है. 57, 51, 53, 55, 57 as against 72. And another disturbing trend is that it is reducing even from the earlier election, 2013 election. It was even more in 2013. It is reduced in 2018. So when we went there, we did call a large number of universities, students, and talk to them. And then we also decided that in addition to the awareness activities like the electoral literacy clubs and the voluntary action forums, we'll also do because the Karnataka and Bangalore happens to be the knowledge city and the IT city of the country. So why don't we take advantage of their expertise? So we requested the IT sector, and through you we want to thank that IASC came forward, and they are doing an electhon. Instead of hackathon, we are saying it electhon. For what? We are saying that how to enhance the participation of urban and youth. Can we technologically connect to them more? Can we do outreach in a different way? And how to ensure the registration of new voters more and more? We don't have to work so hard. Is there a problem with our software? Is there a way we can motivate them to do it? How can, from the universities, or from the colleges, schools rather, from the 12th, almost everybody becomes 18. 12 years, 12th class when you pass plus 5 if you add, तो mostly 17, 17 and a half and 18. तो आप वोट तो देना शुरू कर रहे हैं, बट आपको एक कमिटमेंट की जरूरत है. तो इस इलेक्थॉन में हमने ये भी रखा है कि डिवाइस ए सॉल्यूशन दैट हाउ कैन इट बूस्ट वोटर टर्नआउट ऑन द इलेक्शन डे.
और उसका भी एक मेथड हमने और अपनाया, वो भी आपको मैं अभी आगे बताऊंगा। ये कितनी इंस्टीट्यूट्स हमारे साथ इसमें जुड़ गई हैं, इंडियन इंस्टीट्यूट ऑफ टेक्नोलॉजी, इंडियन इंस्टीट्यूट ऑफ साइंस, large number of startups, large number of IT professionals. So we are thankful to all of them. And 47% have added on working on how to do the registration free. Some are working easily. Some are working with us on how to make the youth turn out on the day of election. So this result we will again share with everybody when it comes, the solutions when they are given, and जो आने वाले इलेक्शन है उसके लिए हम लोग समझते हैं कि ये एक हमें ऐसी टेक्नोलॉजी या ऐसी आउटरीच बताएगा जो उनकी समझ में आती है, बिकॉज इट्स ए प्लेस वेयर यू हैव मोस्ट ऑफ द एजुकेटेड यूथ एंड द अर्बन एरियाज. As regards the candidates, you are all aware, just to repeat the same thing, the know your candidate and the affidavits, all this are available on through the technology. Knowing the candidate is possible through the Know Your Candidate application, and for political parties, these applications are helping them to file the nominations online and to also apply for the entitlements which they have in terms of passes or in terms of booking the grounds for the election rallies, etc. And it is all strictly, everyone has been instructed to follow first in first out principle. जिसने पहले अप्लाई किया उसका डिजिटल ट्रेल उसमें रहेगा. ऐसा नहीं कि अप्लाई एक पार्टी ने किया और आपने दूसरी पार्टी को जगह दे दी, नहीं. इट इज ए फेयर एंड लेवल प्लेइंग फील्ड विच दे हैव टू एंश्योर. सी विजिल ऐप की काफी प्रचार कर्नाटका के इलेक्शन में किया है, बिकॉज ये वहां बहुत रिलेवेंट है. Because what new challenge we found in Karnataka is, in addition to the youth and urban apathy, is the money power. So this is being popularized a lot, and I'll share with you, even before MCC, what had happened. MCC will come in force from today, but when we went there, I'll show you, just because of our sincerity on this subject and telling the district officials and enforcement agencies what is the result. I'll show you that. So before coming to that, just to narrate that in recently held elections, total number of polling stations are given here, and there was no repolling. So we want to carry forward this trend. No violence, no repolling, and no और ईवीएम भी बच गई, उनको भी गाली वाली ज़्यादा नहीं पड़ी. सो मतलब उसी चीज़ को आगे बढ़ाने हुए हमने वहाँ काफ़ी कोशिश की है कि जितने भी पोलिंग स्टेशंस हैं उनमें आप ऐसे प्रोसेसेस को अपनाएंगे, डिस्ट्रिक्ट मजिस्ट्रेट्स आर ऑन द जॉब, that they make the experience for the voter very good, so that they are encouraged to come. And some are working even on applications where if we can tell in advance the queue, so that you can plan your visit to the polling station and avoid standing on the thing. This is also a work in progress. The seizures in these 5 elections, just to tell you the kind of rigor and emphasis जो elections को inducement free कराने में किया जा रहा है. 5 elections जो अभी होके चुके हैं उनमें 18 और 17 में जो इससे पहले हुए थे, 43 करोड़ के अगेंस्ट में 1028 करोड़ का सीजर था. एंड इसमें ड्रग सीजर्स, बिकॉज we are saying liquor, drug, money, freebies, and drug in particular, because वो पूरी की पूरी सोसाइटी को और बच्चों को खराब करने की उनमें क्षमता है. So all enforcement agencies, we have said that there is a absolute strict vigil you have to have on movement of any kind of material which can induce the elections, and fairly. And I'll show you what has happened.
We are strengthening our teams in Karnataka to curb the misuse of money power. From 1,900 in 2018, we are increasing to 2,400. These are the teams which will have the sensitive constituencies. Expenditure observers we are increasing, assistant observers, flying squads, and all to put extra pressure and make it clear to all political parties and candidates that money power they have to just zero tolerance, which we are showing from our sides. And just to tell you that the state has 19 districts, total 171 interstate checkposts are being operationalized for this purpose, where Excise Department, Commercial Tax Department, Police Department, and even the Forest Department in areas where the forests are there and there are checkposts. They may not be the highways or the state ways, but there are the points of entry. All places there would be a strict vigil. And nudging towards ethical elections, there are exercises which are being done with the awareness which is being done. Say, for instance, this is by the Commercial Department. And just to tell you, it's another, when we talked about it in Nagaland, from civil society, there were groups formed in the villages, and villagers came out resisting anybody who was trying to bribe the voters in the villages. I'm repeating it here just to encourage and thank those citizens who have helped us in curbing the menace of money power. And you see, we have directed all the enforcement agencies, which include the state police, state excise, narcotics, coast guards, ED, airport authority, state level committees, bankers committee. What is their role, just in brief? जितने एयरपोर्ट्स हैं वहाँ और जितने लैंडिंग एयर स्ट्रिप्स हैं, इवन चॉपर्स, they will all landings will be checked, so that there is no way that they can be used for movement of any kind of what you call the money or something. इसी तरह से जो चेक पोस्ट्स और स्पेशल हाईवेज which have been identified, and godowns which are in under the Commercial Taxes Department, warehouses, liquor, all have been mapped, so that there is no increase or a trend of goods coming there. Similarly, for freebies, eBay bills are being checked to see in any particular district if there is an increase of the material getting entry to those particular districts. SLBC, we have also requested all the banks, directed them actually, that no movement of the vans which carry cash to fill the ATMs will happen during the late hours, so that they cannot be used. At times, such vans are used for carrying cash. All that has been stopped. In terms of what happened in Karnataka after our last visit, which was, see just some pictures. Even MCC has not come into force. And this is across the parties. Freebies, cash, liquor, all that have been started already having been seized. And it is already crossed almost what was seized during the elections last time. And I want to thank the district administration and enforcement agencies on this, because having by and large tackled the issue of muscle power in the elections, this is now the focus and the time that we handle the money power also. And before MCC comes into being, because हमने उनको यही कहा कि MCC का मुहूर्त क्यों देखना है, आपके पास तो सेक्शंस हैं IPC की. अगर कोई भी ब्राइब के लिए, वोटर्स को इंड्यूस करने के लिए अगर अभी से सामान लेके आ रहा है, उस पर कैंडिडेट का नाम लिखा हुआ है बैग के ऊपर, कुकर के ऊपर रखे हुए हैं ये गोडाउन, इसमें देखिए आप लिखे हुए हैं, नाम भी लिखे हुए हैं, तो उसको सीज करके उस पर क्रिमिनल केस करने के लिए एमसीसी की जरूरत क्यों है? एंड
Thankfully, all of them have responded, and we are sure that this will peak now. And again, through your medium, we want to say that citizens also help us by using C-Vigil more and more, and it is our guarantee that in 100 minutes we will not only reach there, we will also report back saying as to what had happened. So friends, now coming to what you have been waiting for. The schedule for the Karnataka Assembly elections for 2023 would be like this. The Gazette notification would be issued on 13th of April. Last date of making nominations would be 20th of April. Date of scrutiny would be 21st April 2023. After that, the withdrawal of the candidature can be up to 24th of April. The polling will take place on 10th of 5 in single phase, and day of counting would be 13th of May. So this is the schedule for the Karnataka elections. There are also some by-elections which are due in the country in various legislative assemblies and parliamentary constituencies. So we are simultaneously announcing the by-elections also. So the by-elections will take place for the assembly in Odisha, Jharsuguda, in UP, in Suar, UPAC 34, 395 Chanabe in UP, Soyong in Meghalaya in 23, and also in the parliamentary constituency number 4 in Jalandhar. So this will fill up all our vacancies till February 2023. So this is the schedule, and I once again, before ending, through the friends from media, I want to appeal to all the voters of Karnataka, young, urban areas, rural area, PBTGs, women, transgender, PWDs, senior citizens, to please come forward and take part in the Festival of Democracy. Thank you very much. Thank you, sir. We'll now be able to take questions. राइट से शुरू करते हैं. नीरज. हेलो हेलो सर, नीरज हूँ न्यूज़ 18 इंडिया से. कर्नाटक विधानसभा चुनाव की घोषणा आपने कर दी एक चरण में, और कई बाई इलेक्शन की भी घोषणा की है. वायनाड लोकसभा उपचुनाव, वायनाड सीट भी खाली हो गई है. चुनाव आयोग को जानकारी लोकसभा सचिवालय की तरफ से भेज दी गई है. वहां उपचुनाव की घोषणा आज आपने नहीं की है. आने वाले दिनों में करेंगे या कोर्ट की कार्रवाई का इंतजार करेंगे, क्योंकि 30 दिन का वक्त राहुल गांधी को मिला है. Another question here. आपने ब्रह्म प्रकाश आपने. सर, ब्रह्म प्रकाश दुबे हूँ जी न्यूज़ से. मेरा सवाल यह है कि आमतौर पर वोटिंग के दौरान जो मैंने देखा है कवरेज के दौरान दिक्कत होती है कि लोगों के पास कई बार इलेक्शन आई कार्ड होता है लेकिन वोटिंग लिस्ट से उनका नाम गायब होता है. ऐसे कई इंसिडेंट्स होते हैं. तो इन चुनाव के दौरान उन लोगों के लिए किस तरह से व्यवस्था होगी कि कई लोग कहते हैं कि हमारा नाम कटवा दिया गया यहाँ से जबकि वोटिंग कार्ड है, तो क्या मैकेनिज्म है? थैंक यू. हेलो दीक्षा. Hi sir, Deeksha Bhardwaj from Hindustan Times. Sir, my question is regarding EVM, since you mentioned the opposition parties have come together and they've alleged that they're going to take up the issue of EVM tampering and EVM frauds. What is the response from the Commission on this? Because they're saying that their questions have so far not been answered. पूनम आपने. नमस्कार, मैं पूनम हूँ अमर उजाला से. सर, मेरा प्रश्न है, आप लोग इतना प्रयास कर रहे हैं लेकिन पिछले चुनाव में भी जो शहरी मतदाता हैं उनकी उदासीनता कम होने का नाम नहीं ले रही है. इस मर्तबा कर्नाटक चुनाव में इसकी पुनरावृत्ति न हो, इसको लेकर क्या प्रयास किए गए हैं? पहला प्रश्न लेता हूं मैं, जो इलेक्शन आई कार्ड ना हो तो क्या करेंगे वोटर्स. तो पहली बात तो उनको अभी से वोटर किस बूथ में कौन वोटर्स हैं इसकी लिस्ट अभी से अवेलेबल है. एप्लीकेशन है हमारा,
उसमें वो अभी से अपना नाम और पोलिंग स्टेशन चेक कर सकते हैं। तो ये तो पहली बात है। सो इट्स बेटर टू चेक इन एडवांस। और अगर किसी वजह से अभी नाम नहीं है तो वो नाम भी अभी ऐड हो सकता है। वो नाम भी नॉमिनेशन के दिन तक, लास्ट डे ऑफ नॉमिनेशन तक अभी भी नाम ऐड हो सकता है, विच इन दिस केस इज 20 अप्रैल। तो 20 अप्रैल तक अभी भी नाम ऐड हो सकता है। उन्हें चेक कर लेना चाहिए, ऐड हो जाना चाहिए। और इसके लिए टेक्नोलॉजिकली हमारे ऐप पर भी व्यवस्था है और एआरओ के पास भी व्यवस्था है और पोलिंग स्टेशन वाइज लिस्ट पे। तो ये पहली बात है। दूसरी बात, अगर उनके पास बाई चांस इलेक्शन आई कार्ड नहीं है तो उससे कोई परेशानी की जरूरत नहीं है। देयर आर 15 मोर डॉक्यूमेंट्स विच दे कैन ब्रिंग। उसकी लिस्ट पूरी आज मैंने नहीं दिखाई, मैं अभी उसको ट्वीट करा दूंगा, सबके साथ शेयर हो जाएगी। उसमें ड्राइविंग लाइसेंस है, पासपोर्ट है, राशन कार्ड है, बिजली का बिल है, बहुत सारी चीजें हैं। मोरलेस कोई ना कोई चीज उनके पास होगी ही। तो हमारा पूरा प्रयास होगा कि वो बूथ पर आए और आने के बाद उनको वोटिंग करने के लिए अनेबल किया जाए। क्या था बताइए? इलेक्शन के दौरान कि उनके पास वोटिंग आईडी कार्ड होता है, लेकिन जब उस पोलिंग बूथ पर जाते हैं तो उनका नाम लिस्ट से गायब होता है, तो वोट नहीं कर पाते। ऐसा मैंने कई बार विधानसभा चुनाव या लोकसभा चुनाव में देखा है। तो उनके लिए क्या मैकेनिज्म? तो उसके लिए मैंने जो पहला आंसर दिया वो है कि अभी से उस एप्लीकेशन जो हमारी है उस पर जाके, वोटर हेल्पलाइन पे जाके अपना नाम और अपना बूथ नंबर अभी से देख लें। और उसमें भी अभी हमारे पास में ये समय उपलब्ध है। और इन एनी केस उनको कहीं ना कहीं बूथ में नाम तो होगा ही। अगर ये लास्ट टाइम से चेंज भी हुआ है किसी वजह से तो उसका पब्लिकेशन किया गया है। उनके कैंडिडेट के पास भी लिस्ट है, पॉलिटिकल पार्टीज के पास भी लिस्ट है, उनके पास भी टेक्नोलॉजिकली देखने की व्यवस्था है। अर्बन अपैथी के बारे में पूनम जी ने पूछा, तो 2-3 बातें हम कहेंगे कि एक तो ये पूरा एजेंडा अर्बन अपैथी का अब कम से कम मेन डिस्कोर्स में आ गया है। अब आपने ये प्रश्न उठाने शुरू किए हैं और इससे भी जागृति धीरे धीरे नीचे आ रही है। हमने भी थोड़ा ज्यादा बोल्ड होकर वो जगहें जहां पर वोटिंग कम होती है और अर्बन एरिया है उनका नाम और उनकी जगह दिखानी शुरू की है, विद ओनली एन ऑब्जेक्टिव ऑफ रिक्वेस्टिंग द वोटर्स ऑफ दोज एरियाज टू प्लीज कम फॉरवर्ड। इसके हम समझते हैं परिणाम सामने आएंगे। जैसे आपको एक उदाहरण अभी बताता हूं, कर्नाटका में ही जो RWAs हैं उन्होंने एक नया अभियान शुरू किया है, कुछ RWAs ने, कि वो अपने यहां एक इसका अवेयरनेस प्रोग्राम चलाएं और अपने अपार्टमेंट्स में रहने वाले लोगों को इस तरीके से मोटिवेट करें कि वो उस दिन आ सकें। सो देयर इज ए फार मोर अवेयरनेस, देयर इज ए criticality attached to it now amongst the youth and also amongst the urban areas. In times to come, we are sure we'll also step up our awareness program. We'll have very targeted, focused sweep and other activities. And आप सबकी मदद से आर्टिकल्स आएंगे, आपकी मदद से ये बातें लिखी जाएंगी, तो लोगों को भी बाहर निकलने का पड़ेगा। हाँ, और एक चीज मैं बताना भूल गया, इसके लिए हमने एक काम और किया है इस बार। जो डेट ऑफ पोल है वो वेडनेसडे को रखी है। ये दिस इज वेरी इंपॉर्टेंट, आई फॉरगॉट टू मेंशन दिस। मंडे होती तो फ्राइडे सैटरडे की छुट्टी के साथ मिलती है, ट्यूसडे होता तो एक दिन की छुट्टी लेने से बाहर जा सकते हैं, 4 दिन की मिलती है। अब वेडनेसडे में तो 2 दिन लेनी पड़ेगी, जो जरा मुश्किल है। सो दिस इज व्हाट वी हैव डन इन कर्नाटका टू कीप इट ऑन वेडनेसडे। सो आई एम श्योर दैट अब उतना लोग शायद नहीं सोएंगे, बाहर तो नहीं जा सकते, अब तो आ जाएंगे, मतलब फिर अपील करेंगे उनसे आपके थ्रू। दीक्षा जी ने ईवीएम के बारे में पूछा, बहुत बार इसका जवाब दिया जा चुका है, दोबारा से और इसको आर्ग्यू करना और इसको बताना मैं नहीं चाहता, एक्सेप्ट द पॉइंट दैट लोकतांत्रिक व्यवस्था में पॉलिटिकल पार्टीज का एक बहुत ही बड़ा योगदान है, एक बहुत बड़ी महत्ता है उनकी। दे वेरी वेरी इंपॉर्टेंट स्टेक होल्डर्स। तो उनका विश्वास हर चीज पे होना हो, ये हमारी भी जिम्मेदारी है। तो हमें जब भी जो बात आपने पूछी वो जब भी हमने भी सुना, लेकिन हमें मिला नहीं है कुछ ऐसा, जब भी मिलेगा हम जरूर कोशिश करेंगे कि उनको हर तरीके से कन्विंस करें। पहले भी करते रहे हैं, अभी भी करेंगे। वैसे बाय द वे
जितने भी अभी तो पिछले 5 इलेक्शन में तो ये मुद्दा आया ही नहीं, मार्जिन थी और लोगों ने खुशी से एक्सेप्ट किया, कैंडिडेट्स ने भी विरोध नहीं किया। और करने की गुंजाइश इसमें 2 बातें, एक टेक्नोलॉजिकल बात है, एक प्रोसेस ओरिएंटेड बात है। सो टेक्नोलॉजी चलिए एक तरफ बात करते हैं अभी, बट प्रोसेस, मशीन कहां जाएगी, एफएलसी किसके सामने होगी, सिंबल लोडिंग कैंडिडेट्स के सामने होगी, पॉलिटिकल पार्टीज के सामने होगी, स्टोरेज उनके सामने होगा, कौन सी मशीन का नंबर क्या है उसकी लिस्ट उनको दी जाएगी, ट्रेनिंग में कौन सी मशीन है ये अवेलेबल रहेगा, वेयर हाउस में आप रह सकते हो ये आपकी छूट रहेगी। तो उस प्रोसेस में अच्छा उसका मोकपोल आपके सामने होगा, वो कमीशन आपके सामने होगी। तो हाउ कैन यू इन एन एंटायर सिस्टम प्रोसेस वाइज रिग एवरीबडी। 5 पोलिंग एजेंट हैं, 4-5 पोलिंग ऑफिसर्स हैं, रैंडमाइजेशन है, मॉक पोलिंग है, उसकी पर्ची निकल रही है, चेक हो रही है। सो फिर भी अगर इसमें किसी को भी कोई डाउट है, वो जब भी हमारे पास आएगा, अभी आया नहीं है, हमने खाली जैसे आप ही ने जब लिखा होगा आप लोगों ने तो हमने पढ़ा था, जब भी आएगा जब जरूर कोशिश करेंगे कि सबको कन्विंस करें, ये हमारी जिम्मेदारी है। और पार्टीज बोल रही हैं तो कुछ जरूर सोच समझ के बोल रही होंगी, उनको हम कन्विंस करने की कोशिश करेंगे। वैसे जितने लोग बोल रहे हैं वो सब किसी न किसी चुनाव में यही वाली ईवीएम्स उनके पक्ष में भी रिजल्ट लगातार देती रही हैं। वो भी लिस्ट है पूरी एक, उसको भी कहेंगे तो आप लोगों के साथ शेयर कर देंगे। आफ्टर लास्ट सो मेनी ईयर्स वो कितनी जगह में परिवर्तन होते रहे। सो दैट्स ऑल। एनी अदर क्वेश्चन? मैं उसका लास्ट में जवाब देता हूं। Sir, I'm Suresh Bhusari from Lokmat. Are you going to review the technicality of EVM? No. It is perfect, sound, proved, challenged in the court. Court's verdicts are there. Everything is challenged. There is no reason to do it. We are convinced. Still, we will help, explain, outreach, whatever is possible. But मैं जैसे एक उसको अगर एक फ्रेज में कहूं तो परिणाम ही प्रमाण है, उससे बड़ा कुछ नहीं है। इन्वर्टेड कॉमर्स, परिणाम ही प्रमाण है। ठीक है। Hello sir, this is Ajit from Deccan Herald. There is a complaint in Karnataka that money is being transported in a police vehicle and ambulances where checkposts are not checked those vehicles. And there is a glaring that as a president of the party is throwing a cash at voters. Yesterday has been reported. Will the election commission will act on it? Last part, please repeat again. Yeah, yesterday an incident happened in the state where a president of the party, state unit of the party, has threw the cash on the voters from the vehicle. It is a glaring. Don't you think it's a violation? Damini, you had a question? Yeah. Sir, the remote voting machine proposal was there, and Feb 28 was the last date for parties to give their responses. So what is happening with that? Will that be rolled out soon? And what have the national parties said on that? सर, मैं अरविंद हूँ, दैनिक जागरण से। मेरा सवाल है, चूंकि इलेक्शन कमीशन कई रिफॉर्म पर पिछले काफी समय से काम कर रहा है, खास तौर से 2 सीट से एक साथ चुनाव लड़ने वाला एक भी इशू है, तो क्या कुछ इसमें अपडेट है कुछ? लास्ट। Sir, I am Rajiv from Malayalam Norma. I would like to know about the progress of EC's move to curb the freebies offered by the political parties. How many have responded so far on this? Firoz. Sir, hello, sir. Sir, 2 questions. You mentioned the special polling booths for the particularly vulnerable tribal groups. Question is, how are they different from regular polling booths? And second question, not related to the immediate press conference,
AAP has demanded national party status based on their previous poll performance. Is there any movement on that front? Thank you. Sir, Raman from News 24. कर्नाटका में इलेक्शन कमीशन की टीम गई थी, उसमें सबसे ज्यादा कंसर्न पॉलिटिकल पार्टीज की तरफ से किस मुद्दे को लेकर आया? I think we've covered the entire spectrum, sir. So these are the last questions. So I'll answer each. So last. Yes, sir. Sir, one question related to Jammu and Kashmir. In the last announcement of schedules on the 18th of January, you had mentioned that the special summary revision has been completed, delimitation process has been completed, AROs and ROs are being appointed. And also you had said that there are security and weather concerns. Now, കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മെയ് 10-നാണ് വോട്ടെടുപ്പ്. മെയ് 13-ന് വോട്ടെണ്ണൽ നടക്കും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഏപ്രിൽ 13-ന്, ഏപ്രിൽ 20 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. ഏപ്രിൽ 21-ന് സൂക്ഷ്മ പരിശോധന നടത്തും. ഏപ്രിൽ 24 വരെ പത്രിക പിൻവലിക്കുകയും ചെയ്യാം. വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് ഉടനില്ല എന്ന കാര്യവും പറയുന്നു. ER രാഗേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഗേഷ്, ഒരു ജീവൻ മരണ പോരാട്ടം കോൺഗ്രസിന് മുന്നിൽ വരുന്നത് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെയാണ്. BJPക്കും കർണാടക നിലനിർത്തുക വളരെ പ്രധാനപ്പെട്ടതാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ തീയതികളാണ് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് കമ്മീഷന്റെ പ്രഖ്യാപനങ്ങൾ? രേണുക, കർണാടകത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായി നടക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് 10-ാം തീയതി മെയ് 10-നാണ് കർണാടകത്തിൽ വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ മെയ് 13 നടക്കും. ഇതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം. അതായത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇനി പ്രചാരണത്തിന് അവശേഷിക്കുന്നത് 40-ഓ 42-ഓ ദിവസം മാത്രമാണ്. അതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം. ഒറ്റഘട്ടമായി സംസ്ഥാനത്ത് വോട്ടെടുപ്പ് നടക്കും. വിജ്ഞാപനം ഏപ്രിൽ 13-ന് നിലവിൽ വരും. ഒപ്പം തന്നെ നാമനിർദ്ദേശ പത്രിക 20-ാം തീയതി മുതൽ സമർപ്പിക്കാം. ഒപ്പം സൂക്ഷ്മ പരിശോധന 21-ാം തീയതി നടക്കും. ഏപ്രിൽ 24-ന് പത്രിക പിൻവലിക്കാം. ഇതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും കർണാടകയിൽ തെരഞ്ഞെടുപ്പ് കാഹളം ഉയർന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതികൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ഒറ്റഘട്ടമായി തന്നെ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഇതിനോടകം തന്നെ സംസ്ഥാനത്ത് പ്രചാരണ പരിപാടികളുമായി രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഏതായാലും ഔദ്യോഗികമായ പ്രഖ്യാപനം കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഏതായാലും വന്നിരിക്കുന്നത്. 5.21 കോടി വോട്ടർമാരാണ് കർണാടക ആര് ഭരിക്കുമെന്ന് വിധിയെഴുതുക. ഏതായാലും 1985-ന് ശേഷം ആർക്കും തുടർഭരണം നൽകാത്ത സംസ്ഥാനമാണ് കർണാടകം. അതുകൊണ്ട് തന്നെ വാശിയേറിയ പോരാട്ടം കർണാടകത്തിൽ നടക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. 224 മണ്ഡലങ്ങൾ. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 80 വയസ്സ് കഴിഞ്ഞവർക്ക് ഇത്തവണ വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാമെന്ന പ്രഖ്യാപനം കമ്മീഷൻ നടത്തിയെന്നുള്ളതാണ്. അതായത് 12 ലക്ഷത്തിലധികം വോട്ടർമാരാണ് 80 വയസ്സ് പിന്നിട്ടവർ. അവർക്ക് വീട്ടിലിരുന്ന് വോട്ട് രേഖപ്പെടുത്താം. ഒപ്പം തന്നെ ഭിന്നശേഷിയുള്ളവർക്കും വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള അവസരം കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കന്നി വോട്ടർമാർ, പ്രത്യേകിച്ച് എല്ലാ തെരഞ്ഞെടുപ്പുകളും പുതിയ വോട്ടർമാരുടെ വോട്ടുകൾ അതെങ്ങോട്ട് തിരിയുമെന്ന് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് നിർണായകമാണ്. കർണാടകത്തിൽ 18-നും 19-ഉം വയസ്സിന് പ്രായമുള്ള 9.17 ലക്ഷം വോട്ടർമാരുണ്ട്. കമ്മീഷൻ ഇപ്പോൾ അത് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും 58,282 പോളിംഗ് സ്റ്റേഷനുകളായിരിക്കും 224 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് കൂടി നടക്കുക എന്നുകൂടി കമ്മീഷന്റെ ഭാഗത്തുനിന്ന് പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മറ്റ് കർണാടകയ്ക്കൊപ്പം മറ്റ് ഇടങ്ങളിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളുടെ പ്രഖ്യാപനം കൂടി വന്നിരിക്കുന്നു. ജലന്ധർ അടക്കമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചെങ്കിലും വയനാടിൽ തൽക്കാലം ഉപതെരഞ്ഞെടുപ്പില്ല. ആ പട്ടികയിൽ ഏതായാലും വയനാടിന്റെ പേര് കമ്മീഷൻ പറഞ്ഞിട്ടില്ല. കമ്മീഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം, അതായത് ഫെബ്രുവരി വരെയുള്ള ഒഴിവുകളാണ് നിലവിൽ കമ്മീഷൻ പരിഗണിച്ചിട്ടുള്ളത്. അതാണ് ഇപ്പോൾ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിക്കൊണ്ടുള്ള ഉത്തരവ് വരുന്നത് മാർച്ച് മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ വയനാട് പരിഗണിച്ചിട്ടില്ല എന്ന വിശദീകരണം ഇപ്പോൾ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് വരുന്നു. സ്വാഭാവികമായും ലക്ഷദ്വീപ് കേസിൽ പിന്നീട് വിജ്ഞാപനം പിൻവലിക്കേണ്ട അടക്കമുള്ള സാഹചര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിരുന്നു. അയോഗ്യത ലോക്സഭാ സെക്രട്ടേറിയറ്റും പിൻവലിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുകയായിരിക്കാം ഒരുപക്ഷെ വയനാട് പ്രഖ്യാപിക്കാനുണ്ട്. ഏതായാലും വയനാടിൽ ഉപതെരഞ്ഞെടുപ്പില്ല. കർണാടകത്തിന്റെ തീയതികൾ ഇപ്പോൾ ഔദ്യോഗികമായി തീർച്ചയായും കേരളത്തെ സംബന്ധിച്ച് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരുന്നതാണ് വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നത്. ഒരുപക്ഷെ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് കമ്മീഷൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തതാകാം. രാകേഷ്, കർണാടകയിലേക്ക് തന്നെ വന്നാൽ 113 കേവല ഭൂരിപക്ഷം. ഇനി അത് ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളിലായിരിക്കും പാർട്ടികൾ. നമുക്കറിയാം 2018 കർണാടക തെരഞ്ഞെടുപ്പിന് ശേഷം കണ്ടത് നാടകീയ സംഭവ വികാസങ്ങളാണ്.
യെദ്യൂരപ്പ കരഞ്ഞുകൊണ്ടിറങ്ങുന്നതും പിന്നീട് വർദ്ധിത വീര്യത്തോടെ തിരിച്ചു വരുന്നതുമൊക്കെ കണ്ടു. ഇത്തവണ വളരെ മുൻകൂട്ടി തന്നെ പരിപാടികൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ആ നിലയ്ക്ക് എത്രമാത്രം സജ്ജമാണ് അവിടെ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ? രാഷ്ട്രീയ പാർട്ടികൾ ഇതിനോടകം തന്നെ സജ്ജമാണ് കർണാടകത്തിൽ. കാരണം കോൺഗ്രസ് ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 124 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അതിൽ തന്നെ ഭൂരിഭാഗം പേരും സിറ്റിംഗ് MLA-മാരാണ്. 69 സിറ്റിംഗ് MLA-മാരിൽ 61 പേർക്കും സീറ്റ് നൽകിക്കൊണ്ടുള്ള പട്ടികയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. JDS 93 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. BJP വ്യക്തമാക്കിയിട്ടുള്ളത് ഏപ്രിൽ മാസം ആദ്യം അവരുടെ പട്ടിക പുറത്തിറങ്ങുമെന്നാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഒരുപടി മുന്നിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. കാരണം ഏതാണ്ട് പ്രഖ്യാപനം ഉണ്ടാകും എന്ന കാര്യം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉറപ്പായിരുന്നു. ഈ ആഴ്ച തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. പ്രത്യേക കാരണം മെയ് 24-നാണ് നിലവിലുള്ള നിയമസഭയുടെ കാലാവധി കഴിയുക. അതുകൊണ്ട് തന്നെ മെയ് ആദ്യവാരം ഒരു തെരഞ്ഞെടുപ്പിന് സാധ്യത എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കണക്കൂട്ടിയതാണ്. മറ്റൊരു കാര്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ജനുവരിക്ക് ശേഷം 7 തവണ സംസ്ഥാനത്ത് വന്നു. ഏതാണ്ട് മിനിഞ്ഞാന്ന് പോലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസ്ഥാനത്തുണ്ടായിരുന്നു. ഏതായാലും കേന്ദ്രമന്ത്രിമാരുടെ സന്ദർശനം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം ഔദ്യോഗികമായി വരുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിന് സജ്ജമാണ്. ഇനി BJPക്ക് മാത്രമാണ് ഒരു ആദ്യഘട്ട പട്ടിക പുറത്തു വരാനുള്ളത്. കോൺഗ്രസിന്റെ 2ാം ഘട്ട പട്ടികയും അടുത്ത ദിവസം തന്നെ വരും. രേണു സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ 5 വർഷം വലിയ രാഷ്ട്രീയ നാടകങ്ങൾക്ക് വേദിയായ സംസ്ഥാനം കൂടിയാണ് കർണാടക. ഇത്തവണയും അതിന് കുറവില്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ നേതാക്കളുടെ കൂറുമാറ്റം, MLA-മാരുടെയും MLC-മാരും മറ്റു പാർട്ടികളിലേക്ക് പോകുന്നത് ഒക്കെ ഇപ്പോഴും തുടരുകയാണ്. പ്രത്യേകിച്ച് കൂടുതൽ നേതാക്കളും ഇത്തവണ എത്തുന്നത് കോൺഗ്രസിലേക്കാണ്. കാരണം അവിടെ ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒരു സാധ്യതയുണ്ടെന്നൊരു കണക്കൂട്ടൽ പല നേതാക്കൾക്കും ഉണ്ട്. ഇത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് സിറ്റിംഗ് MLA-മാർ, MLC-മാർ തുടങ്ങിയവർ കോൺഗ്രസിലേക്ക് എത്തുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ അല്പം മുമ്പ് പോലും മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മ PCC അധ്യക്ഷൻ DK ശിവകുമാറിനെതിരെ വലിയ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. അതായത് DK ശിവകുമാറാണ് നേതാക്കളെ അപ്പുറത്ത് പാളയത്തിൽ മാറ്റി അപ്പുറത്തേക്ക് ചാക്കിട്ട് കൊണ്ടുപോകുന്ന അടക്കമുള്ള വിമർശനങ്ങൾ ബസവരാജ് ബൊമ്മയുടെ ഭാഗത്തുണ്ടാവുകയും ചെയ്തു. അങ്ങനെ രാഷ്ട്രീയ ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും BJPയുടെ രാകേഷ്, കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കിയാൽ അവരൊരു ജീവൻ മരണ പോരാട്ടത്തിലാണ്. അവർക്ക് അവരുടെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഉറപ്പിക്കണമെങ്കിൽ കർണാടകയിലെ തെരഞ്ഞെടുപ്പ് വിജയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ അയോഗ്യത നേരിട്ട് രാഹുൽ ഗാന്ധി പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതിനോടൊപ്പം തന്നെ BJPയെ സംബന്ധിച്ച് ദക്ഷിണേന്ത്യയിലെ ഏക സംസ്ഥാനം, അതിലെ ഭരണം നിലനിർത്തുക എന്ന വലിയ വെല്ലുവിളി BJPക്ക് മുൻപിലും ഉണ്ട്. ഏറ്റവും നിർണായകം ആകുക ഏത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചായിരിക്കും കർണാടക തെരഞ്ഞെടുപ്പ് ഫലം? കർണാടക BJPയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരുപോലെ നിർണായകമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസും BJPയും നേർക്കുനേർ വരുന്ന സംസ്ഥാനമെന്ന പ്രത്യേകത കർണാടകത്തിനുണ്ട്. കാരണം കേരളത്തിലൊക്കെ BJP ഉണ്ടെങ്കിൽ പോലും അവിടെ ഏറ്റവും പ്രബലമായ ഫോഴ്സ് കേരളത്തിലല്ല. കേരളത്തിൽ LDF-ഉം UDF-ഉം തമ്മിലാണ് പ്രധാനപ്പെട്ട പോരാട്ടം. പക്ഷേ കർണാടകത്തിലേക്ക് വരുമ്പോൾ അത് സാഹചര്യം മാറുകയാണ്. അവിടുത്തെ ഏറ്റവും 2 പ്രധാനപ്പെട്ട പാർട്ടികൾ BJPയും കോൺഗ്രസുമാണ്. JDS ഒരു 3ാം പാർട്ടി മാത്രമായി വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഏതായാലും നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ BJPയെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ നിർണായകമാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ ശേഷമുള്ള യോഗത്തിലടക്കം കോൺഗ്രസ് നേതാക്കൾ ഉയർന്നു വരുന്ന വികാരം ഈ രാഹുൽ ഗാന്ധി